രൂപത സംഘടനകൾ, DKRDS, കത്തീഡ്രൽ ദേവാലയം, ജ്ഞാനനിലയ പാസ്റ്റർ സെന്റർ, സാന്തോ മൈനസ് സെമിനാരി, വിവിധ സ്കൂളുകൾ, കോളേജ്, ഹോസ്പിറ്റലുകൾ, വൈദിക മന്ദിരങ്ങൾ എന്നിവ കഴിഞ്ഞ 25 വർഷത്തെ ദൈവത്തിന്റെ സമ്മാനമാണ്. നമ്മുടെ രൂപത സ്ഥാപിതമായതിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ നാം ഇന്ന് ആയിരിക്കുമ്പോൾ രൂപതയ്ക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ കാണുവാൻ കഴിവുള്ള വ്യക്തിയാണ്. മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലിയിൽ ആയിരിക്കുന്ന അഭിനയ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രൂപതയെ നാളിതുവരെ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ കരം പിടിച്ച് നടത്തിയ പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ആത്മായ വിശ്വാസികളെയും നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ജൂബിലി കുർബാനയില് പ്രധാന കാർമ്മികനായി നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും സഹകാർമ്മികരായി മാർ ജോസഫ് പാംബ്ലാനി, ആർച്ച് ബിഷപ്പ് ഓഫ് തലശ്ശേരി, Most Reverend Dr. Peter Machado, Archbishop of Bangalore, Mar Matthew Mulakat, Archbishop of Kottayam, Mar George 𝐿 Archbishop Emeritus Talasheri, Most Reverend Peter S. Paul Saldana, Bishop of Mangalore, Most Reverend Gerald Isaac Lobo, Bishop of Udupi, Most Reverend Derek Fernandez, Bishop of Belgaum, Most Reverend Henry D'Souza, Bishop of Bellary, Most Reverend Francis Serravo, Bishop of Shivamogga, Most Reverend Thomas Appa Anthony Swami, Bishop of Chikmagalur, Most Reverend William, Bishop of Mysore, Most Reverend Mar Remigius Inchananil, Bishop of Tamarasheri, Givargis Mar Macarius, Bishop of Puttur, Mar Sebastian Adayandrat, Bishop of Mandya, Mar Joseph Arimacharat, Bishop of Padravati, Most Reverend Aloysius Paul D'Souza, Bishop of Mangalore, Most Reverend Dominguez, Bishop-elect of Karwar. വിശുദ്ധ കുർബാനയുടെ പ്രദർശനം ആരംഭിക്കുകയാണ്. ആരംഭ പ്രാർത്ഥന ഗാനം ഗായക സംഘം ഇപ്പോൾ ആലപിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്ന ഗായക സംഘത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ബലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. ഒപ്പം ഇവരെ നമുക്ക് സ്വീകരിക്കാം. ഭക്തിയോടെ ശുദ്ധിയോടെ ബലി
ബലിയർപ്പിക്കാനണയുമ്പോൾ ഓർക്കുക നീ നിൻ സോദരനെ. മനസ്സു തകർക്കും നോവുകളെല്ലാം സദയം ക്ഷമിച്ചിടുവിൻ. മനമോടെ ബലിയർപ്പിച്ചിടുവിൻ. സ്വർഗീയനാഥൻ അലിവോടെ നിന്നെ കേട്ടിടുമേ. പ്രിയജനമേ, സ്നേഹിതരേ, നാഥനു കാഴ്ചകളേകാം. ഭക്തിയുടെ ശുദ്ധിയുടെ ബലിയിൽ പങ്കുചേരാം. ഒന്നായി ബലിയേകിടുവാൻ നിൽക്കുമ്പോൾ മാലാഖവൃന്ദം ഉച്ചസ്വരത്തിൽ ഹോശാന പാടുന്നു. ഒരുമയോടെ അണയാ രക്ഷകനേശുവിൻ ചാരേ, വൈദികരോടും ചേർന്ന് നാഥനു ബലിയർപ്പിക്കാം. സ്നേഹിതരേ, നാഥനു കാഴ്ചകളേകാം. ഭക്തിയോടെ ശുദ്ധിയോടെ ബലിയിൽ പങ്കുചേരാം. പ്രിയജനമേ, സ്നേഹിതരേ, നാഥനു കാഴ്ചകളേകാം. ഭക്തിയോടെ ശുദ്ധിയോടെ ബലിയിൽ പങ്കുചേരാം. എല്ലാവരും ഇരിക്കുക. എല്ലാവരും ദയവിട്ട് കുളിത്തുകൊള്ളി. ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട തോമസ് കണ്ണാങ്കൽ, വികാർ സെന്റ് ലോറൻസ് കത്തീഡ്രൽ ചർച്ച്, ബെൽത്തങ്കടി. വെൽക്കം സ്പീച്ച് ബൈ റവറൻഡ് ഫാദർ തോമസ് കണ്ണാങ്കൽ. നന്ദിയോടെ നാം ഒന്നായി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അത്യുന്നത ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ മാസം ജനുവരി 12-ാം തീയതി അന്നു മുതൽ നമ്മുടെ വിശുദ്ധ കുർബാനയിലും യാമപ്രാർത്ഥനകളിലും ഒരു പിതാവിൻ്റെ പേര് ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പിതാവാണ് നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ തട്ടിൽ പിതാവ്. സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും കൂടെ മാത്രമേ നാം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇന്ന് അദ്ദേഹത്തെ ലൈവായി കാണാനുള്ള ഒരു വലിയ ഭാഗ്യം ബെൽത്തങ്ങാടി രൂപതയ്ക്ക് ദൈവം ഒരുക്കിയിരിക്കുകയാണ്. പൂരത്തിന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു പൂരത്തിന് തീ കൊടുക്കാൻ വേണ്ടി നമ്മുടെ വലിയ ഇടയൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നു.
ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ മാത്രമേ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. എന്നാൽ നീണ്ട 7 വർഷക്കാലം ഒരുമിച്ചിരുന്ന് പഠിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് കളിച്ച് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ആ മധുര സ്മരണകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ വലിയ ഇടയന്, ഇവിടെ കൂടിയിരിക്കുന്ന അഭിവന്യ മെത്രാപ്പോലിത്താമാരുടെയും മെത്രാന്മാരുടെയും ഞങ്ങളുടെ ജൂബിലേറിയനായ ലോറൻസ് പിതാവിന്റെയും ബെൽത്തങ്ങാടി രൂപത മുഴുവന്റെയും സ്വാഗതം സഹർഷം ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാമ്പ്ലാനി മെത്രാപ്പോലിത്ത ഇവിടെയുണ്ട്. ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ ഇന്ന് സഭയുടെ ശബ്ദമാണ്, കർഷകരുടെ ചങ്കാണ്, സഭയ്ക്ക് വേണ്ടി സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കുന്നവനാണ്. ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മെത്രാപ്പോലിത്ത പാമ്പ്ലാനി പിതാവിന് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം ഊഷ്മളമായ സ്വാഗതം നേരുന്നു. Archbishop of Bangalore, His Grace Peter Machado is with us. He fights for the rights of the Christians. We have seen his intervention at the time of anti-conversion bill. Dear Archbishop, we extend our warm welcome to you. കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട്ട് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ലോറൻസ് പിതാവിന്റെ ഉറ്റ സുഹൃത്താണ് അദ്ദേഹം. ലോറൻസ് പിതാവിന്റെ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന പ്രിയങ്കരനായ മാത്യു മൂലക്കാട്ട് മെത്രാപ്പോലിത്തയ്ക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം നേരുന്നു. ബെൽത്തങ്ങാടി സൗത്ത് കാൻഡ്ര മിഷനെ ഒരു രൂപതയാക്കാൻ സഹായിച്ച ഒരു വിശിഷ്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ മെത്രാപ്പോലിത്തയാണ് അഭിവന്യ ജോർജ് വലിയമറ്റം പിതാവ്. ജോർജ് വലിയമറ്റം പിതാവ് ഇന്നും ഊർജ്ജസ്വലനായി ഓടി നടക്കുകയാണ്. ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി വലിയമറ്റം പിതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയമറ്റം പിതാവിന് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം നേരുന്നു. നമ്മളിവിടെ ഇന്ന് ഒന്നിച്ചുകൂടാൻ കാരണക്കാരൻ നമ്മുടെ ലോറൻസ് പിതാവാണ്. ജൂബിലിയുടെ ആഘോഷങ്ങളൊക്കെ ലളിതമാക്കി കടത്തിവിടാനാണ് പിതാവ് ആഗ്രഹിച്ചതെങ്കിലും രൂപത പാസ്റ്റർ കൗൺസിലിന്റെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നു അദ്ദേഹത്തിന്. ഇന്ന് ഈ ഞങ്ങളുടെ രൂപതയെ വളർത്തി വലുതാക്കി കൈപിടിച്ച് യൗവനത്തിലേക്ക് നയിക്കുന്ന പിതാവ് ഇന്ന് ബെൽത്തങ്ങാടി രൂപത മുഴുവനോടും ചേർന്ന് ബലിയർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം നേരുന്നു. Dear bishops, I am very particular to call you by names, but the organizers do not allow me to do that because of the shortage of time. So we know all the bishops here. They are from Kerala and Karnataka. The bishops from Latin Rite and Syro Malabar Rite and Syro Malangara Rite. Dear bishops, we are blessed with your presence. Now let us give a big welcome clap to them. വിവിധ സന്യാസ സഭകളിൽ നിന്ന് പ്രൊവിൻഷ്യാളച്ചന്മാര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ രൂപതയുടെ പെരിയ ബഹുമാനപ്പെട്ട ജനറാളച്ചൻ ജോസ് വലിയപറമ്പിലച്ചൻ, നമ്മുടെ പ്രിയങ്കരനായ ജെയിംസ് പട്ടേലച്ചൻ സഹകാർമ്മികരായി ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ രൂപതയിൽ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികര്, സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്.
നമ്മുടെ രൂപതയിൽ സേവനം ചെയ്തു പോയി കടന്നുപോയിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും വളരെയധികം പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ രൂപതക്കാർ രൂപതയ്ക്ക് അകത്തും പുറത്തുമായി, രൂപതയ്ക്ക് പുറത്ത് സ്വദേശത്തും വിദേശത്തുമായി സേവനം ചെയ്യുന്ന വൈദികരും സിസ്റ്റേഴ്സും കുറെ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ സന്യാസ സഭകളിൽ നിന്നുള്ള പ്രൊവിൻഷ്യാളമ്മമാര് ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ പന്തലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ രൂപതയുടെ ശക്തി. നന്ദിയോടെ നാം ഒന്നായി എന്ന ആപ്തവാക്യം നെഞ്ചിലേറ്റിക്കൊണ്ട് അത് സഫലീകൃതമാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ അവസരത്തിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമന്യ പിതാവിന്റെ പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ഈ തിരുക്കർമ്മങ്ങളുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. അവർക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം നേരുന്നു. ഈ തിരുക്കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ജൂബിലി തിരി തെളിയിക്കുന്നു. സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ദീപം തെളിയിക്കുന്നു. Lighting the Jubilee candle by Major Archbishop Mar Raphael Tattil. നമുക്കിരിക്കാം. ഇപ്പോൾ കാഴ്ച സമർപ്പണത്തിന്റെ സമയമാണ്. ബെൽത്തങ്കടി രൂപതയിലെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് 8 ഫൊറോനയിൽ നിന്നുള്ള പ്രതിനിധികള്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, റെവറൻഡ് ഫാദേഴ്സ്, ഒപ്പം എല്ലാ ഭക്തസംഘടനയുടെയും പ്രതിനിധികൾ കാഴ്ച സമർപ്പണം നടത്തുന്നു. Now is the time for offertory. താഴ്മയോടെ തിരുസന്നിധിയിൽ വന്നു ഞാൻ. താഴ്മയോടെ തിരുസന്നിധിയിൽ വന്നു ഞാൻ. നൈവേദ്യമാനാമീ വേളയിൽ നാഗനേയും തിരുബലിയിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനയോടെ പങ്കുചേരാം.
തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അടച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ സൃഷ്ടാവും അതിനാഥനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ നന്മകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രൂപതയുടെ രജത ജൂബിലി ആഘോഷിക്കുന്ന ബെൽത്തങ്ങാടി രൂപതയെയും രൂപതാധ്യക്ഷനെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളൊന്ന് ചേർന്നർപ്പിക്കുന്ന ഈ കൃതജ്ഞതാബലി യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും
നാളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ईश्वरनीगे नमना क्रिस्तेश्वरनीगे नमना ईश्वरनीगे नमना क्रिस्तेश्वरनीगे नमना नमो नमो नमना नमो नमो नमना नमो नमो नमना नमो नमो नमना निखिलेश्वरनीगे नमना क्रिस्तेश्वरनीगे नमना आत्मोद्धारकने नमना आत्मोद्धारकने नमना आत्मोद्धारकने नमना आत्मोद्धारकने नमना नमो नमो नमना नमो नमो नमना नमो नमो नमना नमो नमो नमना अनुबोधारकने नमना आत्मोद्धारकने नमना. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഉയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
ബലവാനേ പരിപാവനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ ഗ്രന്ഥ വായനയുടെ സമയമാണ്. നമുക്ക് ഇരുന്നു കൊണ്ട് വായനകൾ ശ്രവിക്കാം. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവേ. ലേവ്യറിന്റെ പുസ്തകത്തിനുള്ള വായന, അധ്യായം 25, 8 മുതലുള്ള വചനങ്ങൾ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവനും കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളുടെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരൻ എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്നും എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരനിൽ നിന്നും നീ വാങ്ങണം. വിളവിന്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടുന്നതിനാൽ വില വർദ്ധിപ്പിക്കണം. കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിന്റെ വർഷങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. അവന് സ്തുതി. എന്റെ സഹോദരരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇത് അറിയട്ടെ. സിയൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്.
പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പാഠവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മീശ്വരങ്ങൾക്ക് ഉപകരിക്കുന്ന ആ സ്നേഹവും ശരണവും രക്ഷയിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ಸಂತ ಪೌಲನು ಕೊರಿಂಥರಿಗೆ ಬರೆದ ಮೊದಲನೇ ಪತ್ರ 1ನೇ ಅಧ್ಯಾಯ 1-10 ವಾಕ್ಯಗಳು. ಕರ್ತರೆ ಆಶೀರ್ವದಿಸಿರಿ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿ ಪುನೀತರಾಗಿ ದೇವಜನರಾಗಲು ಕರೆ ಹೊಂದಿರುವ ಕೊರಿಂಥದ ಶ್ರೀಸಭೆಯವರಿಗೂ ಹಾಗೂ ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರನ್ನು ಎಲ್ಲೆಡೆಯೂ ನಾಮಸ್ಮರಣೆ ಮಾಡುವ ಸರ್ವ ಜನರಿಗೂ ದೇವರ ಚಿತ್ತಾನುಸಾರ ಕ್ರಿಸ್ತ ಯೇಸುವಿನ ಪ್ರೇಷಿತನಾಗಲು ಕರೆ ಹೊಂದಿದ ಪೌಲನಾದ ನಾನು ಸಹೋದರ ಸ್ವಸ್ಥನನೊಂದಿಗೆ ಸೇರಿ ಬರೆಯುವ ಪತ್ರ. ಯೇಸು ಕ್ರಿಸ್ತರು ನಮಗೂ ಸಮಸ್ತ ದೇವಜನರಿಗೂ ಪ್ರಭುವಾಗಿದ್ದಾರೆ. ನಮ್ಮ ತಂದೆಯಾದ ದೇವರಿಂದಲೂ ಪ್ರಭುವಾದ ಯೇಸು ಕ್ರಿಸ್ತರಿಂದಲೂ ನಿಮಗೆ ಅನುಗ್ರಹ ಮತ್ತು ಶಾಂತಿ ಸಮಾಧಾನ ಲಭಿಸಲಿ. ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿ ನಿಮಗೆ ಕೊಡಲಾಗಿರುವ ದೇವಾನುಗ್ರಹದ ಸಲುವಾಗಿ ನಾನು ನಿಮಗೋಸ್ಕರ ನನ್ನ ದೇವರಿಗೆ ಸತತವಾಗಿ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ಏಕೆಂದರೆ ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿ ನೀವು ಎಲ್ಲ ದೃಷ್ಟಿಯಿಂದಲೂ ಶ್ರೀಮಂತರು, ಜ್ಞಾನ ಸಂಪನ್ನರು ಮತ್ತು ವಾಕ್ಚತುರರು ಆಗಿದ್ದೀರಿ. ಇದಲ್ಲದೆ ಕ್ರಿಸ್ತ ಯೇಸುವನ್ನು ಕುರಿತ ಸಾಕ್ಷ್ಯವು ನಿಮ್ಮಲ್ಲಿ ನೆಲೆಗೊಂಡಿದೆ. ಇದರಿಂದಾಗಿ ನಮ್ಮ ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರು ಪ್ರತ್ಯಕ್ಷವಾಗುವುದನ್ನೇ ಎದುರು ನೋಡುತ್ತಿರುವ ನಿಮಗೆ ಯಾವ ಕೃಪಾಶೀರ್ವಾದಗಳ ಕೊರತೆಯೂ ಇಲ್ಲ. ನಮ್ಮ ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರ ದಿನದಂದು ನೀವು ನಿರ್ದೋಷಿಗಳಾಗಿರುವಂತೆ ಆ ದೇವರೇ ನಿಮ್ಮನ್ನು ಕಡೆಯವರೆಗೂ ಸ್ಥಿರವಾಗಿ ಕಾಪಾಡುವರು. ತಮ್ಮ ಪುತ್ರನು ನಮ್ಮ ಪ್ರಭುವಾದ ಯೇಸು ಕ್ರಿಸ್ತರ ಅನ್ಯೋನ್ಯತೆಗೆ ನಮ್ಮನ್ನು ಕರೆದಿರುವ ದೇವರು ನಿಜಕ್ಕೂ ವಿಶ್ವಾಸ ಪಾತ್ರರು. ಸಹೋದರರೇ, ನಮ್ಮ ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರ ಹೆಸರಿನಲ್ಲಿ ನಾನು ಕೇಳಿಕೊಳ್ಳುವುದೇನೆಂದರೆ, ವಾದ ವಿವಾದವಿಲ್ಲದೆ, ಭಿನ್ನ ಭೇದಗಳಿಲ್ಲದೆ, ಒಂದೇ ಮನಸ್ಸಿನಿಂದಲೂ ಒಂದೇ ಉದ್ದೇಶದಿಂದಲೂ ನೀವು ಐಕ್ಯಮತ್ಯದಿಂದ ಬಾಳಿರಿ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയാ നമ്മ ഗീതാഞ്ജലി, ഹല്ലേലൂയാ നമ്മ ദീപാഞ്ജലി, ഹല്ലേലൂയാ നമ്മ ധൂപാഞ്ജലി, ഹല്ലേലൂയാ നമ്മ ഗീതാഞ്ജലി.
ಶ್ರೀಕಾಂಜಲಿ ಮಾಡುವೆ ದಿನನಿತ್ಯ ಉದಯಾಂಜಲಿ ಹಲ್ಲೆಲೂಯ ನಮ್ಮ ಗೀತಾಂಜಲಿ. ಸುತ್ತ ಕಾವ್ಯಾಂಜಲಿ ಮನದಲ್ಲಿ ಮೂಡಿದ ಪ್ರತಿಭಾಂಜಲಿ ನಿನಗೆಂದು ನೀಡುವ ಪ್ರಣತಾಂಜಲಿ ಹಲ್ಲೆಲೂಯ ನಮ್ಮ ಗೀತಾಂಜಲಿ. ದೇವರಿಗಿಂದು ಸ್ನೇಹಾಂಜಲಿ ಕ್ರಿಸ್ತಾತ್ಮರಿಗಿಂದು ಸ್ತೋತ್ರಾಂಜಲಿ ದೇವರೇ ನಮನಾಂಜಲಿ ಹಲ್ಲೆಲೂಯ ನಮ್ಮ ಗೀತಾಂಜಲಿ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉറകെട്ട് പോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനില്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ലല്ലോ. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചു വയ്ക്കുക സാധ്യമല്ലല്ലോ. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, ദീപപീഠത്തിലാണത് വെക്കുക. അപ്പോൾ അത് ഭവനത്തിൽ സകലർക്കും വെളിച്ചമേകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ഇരുന്നു കൊണ്ട് വചന സന്ദേശം ശ്രവിക്കാം. സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് വചന സന്ദേശം നൽകുന്നു. My dear brother bishops, dear our fathers, sisters, ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, പിതാവിന് ഏറ്റവും വാത്സല്യമുള്ള പിതാവിൻ്റെ പൊന്നു കുഞ്ഞുമക്കളെ, I take permission from the bishops who don't follow Malayalam to speak this homily to the people in their own and our own mother tongue. ബെൽത്തങ്ങാടി രൂപതയുടെ സ്ഥാപനത്തിൻ്റെയും ഈ രൂപതയുടെ പ്രഥമ ഇടയനായിട്ട് നിയമിക്കപ്പെട്ട ലോറൻസ് മുക്കുഴി പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലിയും സംയുക്തമായിട്ട് കൊണ്ടാടപ്പെടുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളോടുകൂടി ആയിരിക്കാൻ എനിക്ക് കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. സിറോ മലബാർ സഭയുടെ എല്ലാവരുടെയും പേരിലെ മെത്രാന്മാരുടെയും വൈദികരുടെയും സമർപ്പിതരുടെയും ദൈവജനത്തിൻ്റെയും പേരിലെ അഭിമന്യ പിതാവിനും ബെൽത്തങ്ങാടി രൂപതയ്ക്കും സർവനന്മകളും ദൈവാനുഗ്രഹവും ഞാൻ ആശംസിക്കുന്നു. ഹാർട്ടി congratulations, dear Bishop and dear fathers and my dear people. ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജൂലൈ മാസം 16 1988
വിശുദ്ധ കർമ്മല മാതാവിൻ്റെ പെരുന്നാളിനെ റക്ടച്ചൻ കർമ്മലീത്തക്കാരനായിട്ടുള്ള OCD മൈക്കൽ ആഞ്ചലോ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യു ഹാവ് എ ഫോർച്യൂൺ. പരിശുദ്ധ പിതാവിൻ്റെ പ്രൈവറ്റ് ചാപ്പലിൽ കുർബാനയ്ക്ക് സഹായിക്കാനായിട്ട് അച്ഛനെ അനുവാദം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ നേരത്തെ ഒരുങ്ങിപ്പോകണം. ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ പിതാവിൻ്റെ കൂടെ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൂടെ സഹായിച്ചു. കുർബാന കഴിഞ്ഞ് ഞാൻ അവിടെ മുട്ടുകുത്തി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചു. എന്നിട്ട് പരിശുദ്ധ പിതാവ് വളരെ വാത്സല്യത്തോടുകൂടെ എന്നോട് പറഞ്ഞു, I know only two things about the Syro Malabar Church. Number one, your families are very much testifying the faith. The power of your church is not the bishops, is not the priest nor religious, but your families and your parents. രണ്ടാമത് പരിശുദ്ധ പിതാവ് പറഞ്ഞു, and I know the second thing about the Syro Malabar Church. Your church is a migrating community and your migration is part of your mission work. ഇന്ന് ബെൽത്തങ്ങാടി രൂപതയുടെ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലിയും പ്രഥമ ഇടയനായിട്ടുള്ള ലോറൻസ് പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഇത് ദ സക്സസ് ആൻഡ് വിറ്റ്നസ് ഓഫ് ദ മൈഗ്രേഷൻ. ഞാനും ഒരു പുതിയ രൂപതയുടെ ഇടയനായിട്ട് ശംഷാബാദിലേക്ക് പോയ ആളാണ്. ഒരു പുതിയ രൂപത ആരംഭിക്കുമ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടുകളും കണ്ണുനീരും ഉണ്ടെന്ന് എന്നെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട. ഇന്ന് ബെൽത്തങ്ങാടി രൂപതയുടെ വളർച്ചയ്ക്ക് പിറകിലെ പ്രസവ വേദന അനുഭവിച്ച ഒരു അമ്മയുടെ സ്ഥാനമാണ് പ്രിയങ്കരനായിട്ടുള്ള ബെൽത്തങ്ങാടി പിതാവായിട്ടുള്ള ലോറൻസ് പിതാവെ. നന്ദിയോടുകൂടെ സീറോ മലബാർ സഭ അങ്ങയുടെ മുൻപിലെ പ്രണാമം അർപ്പിക്കുന്നു. പിതാവെ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് പിതാവിൻ്റെ കഷ്ടപ്പാടുകൾ, പിതാവ് ഈ ജനത്തിന് വേണ്ടി ഏറ്റെടുത്ത വലിയ ത്യാഗങ്ങൾ. ആരംഭകാലത്ത് വൈദികരെയൊക്കെ എനിക്ക് ഓർമ്മിക്കാൻ ആഗ്രഹമുണ്ട്. തലശ്ശേരി രൂപതയിൽ നിന്നാണ് ഈ കനഡ മിഷൻ ആരംഭിച്ചത്. വള്ളോപ്പള്ളി പിതാവാണ് കനഡ മിഷന് തുടക്കം കുറിച്ചത്. തലശ്ശേരിയിലെ വലിയ മറ്റ പിതാവാണ് ഇതൊരു രൂപതയാക്കാനായിട്ട് പരിശ്രമിച്ചത്. തലശ്ശേരി രൂപതയാണ് സന്താനങ്ങളുടെ കാര്യത്തിലെ സിറോ മലബാർ സഭയിലെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മ. തലശ്ശേരി രൂപത ബെൽത്തങ്ങാടി രൂപതയെ കൈപിടിച്ച് വളർത്തിയതിനോർത്ത് തലശ്ശേരി രൂപതയോടും അന്ന് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ഈ രൂപതയെ ബലപ്പെടുത്തിയതിന് തലശ്ശേരി രൂപതക്കാരോടുള്ള സിറോ മലബാർ സഭയുടെ കടപ്പാടും ഞാനിവിടെ പ്രത്യേകം ഓർമ്മയോടുകൂടെ ഏറ്റുപറയുന്നു. നിങ്ങളോട് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഹോൾ ഹാർട്ടഡ് ജനറോസിറ്റി. ഇന്നത്തെ വായനകൾ എനിക്ക് തോന്നുന്ന വളരെ അർത്ഥവത്തായിട്ടുള്ള വായനകളാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഇന്നത്തെ വായനകളിലെ സുവിശേഷം നമ്മളുടെ മുൻപിലെ അവതരിപ്പിക്കുന്നത് ദൈവജനത്തിന്റെ ശിഷ്യത്വം രണ്ട് പ്രതീകങ്ങളിലൂടെയാണ്. അത് ഭൂമിയുടെ ഉപ്പാണ്, അത് പ്രകാശം പരത്തുന്ന ദീപമാണ്. സിറോ മലബാർ സഭയുടെ വളർച്ചയിലെ ഈ പ്രദേശത്തുള്ള ബെൽത്തങ്ങാടി രൂപതയിലെ അഭിമന്യ പിതാവും ഇവിടുത്തെ വൈദികരും സമർപ്പിതരും ഇവിടുത്തെ ദൈവജനവും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ
സിറോ മലബാർ സഭയിൽ എന്നും ഭൂമിയുടെ ഉപ്പ് പോലെ വർത്തിച്ചിട്ടുണ്ട്. ഉപ്പിന് 3 ദൗത്യമാണുള്ളത്. ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് 3 അർത്ഥത്തിലാണ്. ഒന്നാമതായിട്ട് അത് രുചി പകരുന്നതാണ്. ഉപ്പില്ലാത്തത് എന്ത് രസമുള്ളത്. ഉപ്പാണ് ഭക്ഷണത്തെ സ്വാദിഷ്ടമാക്കുന്നത്. സിറോ മലബാർ സഭയെ അതിൻ്റെ വിഭവസമൃദ്ധമായിട്ടുള്ള വിഭവശേഷിയെ, അതിൻ്റെ വീട്ടിലെ സദ്യയെ, the banquet of the Syro Malabar Church is made very tasty by your presence and your mission and ministries. രുചി പകരുന്ന ഉപ്പ്. ഉപ്പിൻ്റെ രണ്ടാമത്തെ വലിയ അർത്ഥം അത് സാധനങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. A preservator. And I consider the Belthangady Diocese always remained in the Syro Malabar Church a preservator. എന്നും സഭയുടെ നിലപാടുകള്, സഭയുടെ പാരമ്പര്യങ്ങള്, സഭയുടെ പൈതൃകങ്ങള് കടുകിടവിടാതെ എന്നും നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മൈഗ്രന്റ് നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾ മാറ്റിവെക്കാതെ ഉയർത്തിപ്പിടിച്ച നിങ്ങളുടെ പിതാക്കന്മാരുടെ പൈതൃകങ്ങൾ, അത് ഈ 25 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അല്പം പോലും കുറവ് കൂടാതെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു എന്നതിനെ ഓർത്ത് തമ്പുരാനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് പലർക്കും അത് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ അത് ഒരിക്കലും ഉറകെടാതെ അത് കാത്തു സൂക്ഷിച്ചു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഉപ്പിന്റെ 3ാമത്തെ പ്രത്യേകത അത് വളർച്ചയ്ക്കുള്ള വളമാണ്. അത് വളർച്ചയുടെ വളമാണ്. ചില കമന്റേറ്റേഴ്സ് അതിനെ പറയുന്നത് ഇറ്റ് ഈസ് എ മെഡിസിൻ. ഉപ്പ് ഒരു ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു സിദ്ധ ഔഷധമാണ്. സിറോ മലബാർ സഭയിലെ ബെൽത്തങ്ങാടി രൂപത ചെറുതാണെന്ന് നിങ്ങൾ കരുതുമായിരിക്കാം. പക്ഷെ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ ശുശ്രൂഷകളും സിറോ മലബാർ സഭയിലെ പീഠത്തിൽ വെച്ച വിളക്ക് പോലെ ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ പ്രദേശത്ത്, ഈ കാനഡ പ്രദേശത്തുള്ള ഈ സ്ഥലത്ത് കാർഷിക വൃത്തിക്കും കച്ചവടത്തിനും ജോലിക്കുമായിട്ട് കുടിയേറി പാർത്ത നിങ്ങള് 25 വർഷങ്ങൾ കഴിയുമ്പോൾ എന്താണ് സഭയ്ക്ക് നൽകിയതെന്ന് ചോദിച്ചാലേ നിങ്ങൾ പീഠത്തിൽ വെച്ച ഒരു വിളക്ക് പോലെ എല്ലാവരോടും പറയുന്നുണ്ട്, എവിടെ പോയാലും അടിവേര് നഷ്ടപ്പെടാതെ ജീവിക്കുക. ഇന്നത്തെ മനുഷ്യൻ വേരുകളില്ലാത്ത മനുഷ്യനാണ്. വേരുകള് പിഴുതു മാറ്റപ്പെട്ട മനുഷ്യരാണ്. വേരുകൾ നഷ്ടപ്പെടാതെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമായിട്ടാണ് ബെൽത്തങ്ങാടി രൂപതയെ ഞാൻ ഇവിടെ വിശേഷിപ്പിക്കുക. ഞങ്ങൾക്കതിലെ കടപ്പാടുണ്ട്, ഞങ്ങൾക്ക് അതിലെ കൃതജ്ഞതയുണ്ട്. ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വെക്കുന്ന 2ാമത്തെ പ്രതീകം നിങ്ങൾ പീഠത്തിൽ വെച്ച വിളക്കാണ്. വെളിച്ചം പകരുന്ന വിളക്ക്. സ്നേഹമുള്ള ബെൽത്തങ്ങാടി രൂപതയിലെ സർവ്വദൈവജനത്തോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, വിളക്ക് നമ്മെ സഹായിക്കുന്നത് ഇരുളകറ്റാനാണ്. Wherever there is darkness, the light will bring light. The lamp will bring the light. 25 വർഷമായിട്ട് നിങ്ങൾ സിറോ മലബാർ സഭയിലെ പീഠത്തിൽ വെച്ച വിളക്ക് പോലെ ഞങ്ങൾ കരുതുകയാണ്. എന്നും നിങ്ങൾ അന്ധകാരമുള്ളിടത്തൊക്കെ വെളിച്ചം പകർന്നിട്ടുണ്ട്. നിങ്ങൾ ചെറുതായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കൂട്ടായ്മയും കൂട്ടിപ്പിടുത്തവും നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. ഒന്നിച്ചു നിന്നാൽ മലയും നമുക്ക് കീഴടക്കാം.
ഒന്നിച്ചു നിന്നാലേ നമ്മുടെ ശക്തി വളർച്ചയുടെ വഴികാട്ടിയാണ്. വെളിച്ചത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത വെളിച്ചം വഴികാട്ടുന്നതാണ്. എവിടെയൊക്കെ ഇരുളുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ വഴികാട്ടിയവരാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ മൈഗ്രൻസ് ഈ കാനഡ പ്രദേശത്തേക്ക് തലശ്ശേരിയിൽ നിന്നും മലബാറിൽ നിന്നും കുടിയേറിയപ്പോൾ അന്നത്തെ ലാറ്റിൻ ഡയസിസുകള് gave a hand, and I am very grateful to all the Latin dioceses who took the pain of keeping our people in Catholic faith. When they have left their tradition, when they have left their land, when they have migrated to this Canada, you have their foster fathers. You were giving them support and you were guiding them. പിന്നീടാണ് ബെൽത്തങ്ങാടി രൂപത വന്നത്. ബെൽത്തങ്ങാടി രൂപത വന്നതിന് ശേഷം അതിക്ക് മുൻപ് തന്നെ തലശ്ശേരിയിൽ ഒരു മിഷനായിട്ട് ഇവിടെ ആരംഭിച്ചു. ഇവിടെ വളരെയേറെ വളർച്ചകളുണ്ടായി. ഇന്ന് എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും, all the priests at present working in Belthangady are the vocations from the local church. പണ്ട് മറ്റുള്ള രൂപതകളിൽ നിന്ന് കടമെടുത്തിട്ടാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇന്ന് ബെൽത്തങ്ങാടിക്കാർക്ക് സ്വന്തമായിട്ട് ഭണ്ഡാരപ്പുറം നിറയെ ദൈവവിളികളുണ്ട്. മാത്രമല്ല, യു ആർ സപ്ലൈയിങ് മിഷണറീസ് ആൻഡ് വൊക്കേഷൻസ് ടു ഡിഫറെന്റ് കോൺഗ്രിഗേഷൻസ് ആൻഡ് ഡിഫറെന്റ് മിഷൻ ഡയസിസസ്. You are not migrants now. You have a missionary church, very powerful missionary church, a storage of our tradition and our patrimony, and you hold that tradition as a lamb put on the pedestal. പ്രകാശത്തിന്റെ മൂന്നാമത്തെ ഒരു വലിയ പ്രത്യേകത, പ്രകാശം എന്നും ഇരുള് അകറ്റുന്നതാണ്. ഇരുളുള്ളിടത്തൊക്കെ പ്രകാശം വെളിച്ചം നൽകുന്നു. ഞാനും നിങ്ങളും പ്രഭാതം അളക്കുന്നത് സൂര്യന്റെ ഉദയം കൊണ്ടിട്ടാണ്. സിറോ മലബാർ സഭയിലെ ഈ ബെൽത്തങ്ങാടി കർണാടക പ്രദേശത്ത് സിറോ മലബാറയുടെ താരോദയം സൂര്യോദയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കൊച്ചു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സഭ മൈഗ്രന്റ് ടെറിട്ടറികളിലെ ചെയ്യേണ്ട 3 കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ. ആദ്യത്തേത്, we become authentic witness. ഞാൻ ചിലപ്പോഴൊക്കെ ലാറ്റിൻ ഡയസുകളിൽ ചെല്ലുമ്പോൾ സീറോ മലബാറുകാരെ കുറിച്ചിട്ട് മൈഗ്രൻസിനെ കുറിച്ചിട്ട് പറയാറുണ്ട്, the best portion of our people of God are our Syro Malabar people. We follow the tradition, we follow the witness of the command of the Lord. സാക്ഷ്യം വഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജൂബിലി അവസരം കുറെ കൂടെ സാക്ഷ്യമേകാനായിട്ട് കാരണമാകട്ടെ. സിറോ മലബാർ സഭയുടെ രണ്ടാമത്തെ വലിയൊരു പ്രത്യേകത, പ്രത്യേകിച്ച് മൈഗ്രന്റ് സെന്ററിൽ ഞാൻ കണ്ടിട്ടുള്ളത്, യു ബിക്കം മിഷണറീസ്. ധാരാളം മിഷണറിമാരെ നമുക്ക് സഭയ്ക്ക് കൊടുക്കാൻ സാധിക്കണം. നാളെയും കർത്താവിന്റെ സുവിശേഷം ലോകത്തിലെല്ലായിടത്തും പ്രസംഗിക്കാൻ മിഷണറിമാരെ കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് അതുകൊണ്ടല്ലേ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകുവിൻ, സർവ്വജനതകളോടും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവിൻ. മൈഗ്രൻസ് are missionaries and they are sent out not only to leave the faith but also to light other people the faith. നമുക്ക് ഇത് കാരണമാകട്ടെ. പരിശുദ്ധ അമ്മയുടെ ലൂർദിലെ പെരുന്നാൾ ആഘോഷിക്കുന്ന നല്ല ദിവസം കാനായിലെ കല്യാണ വിരുന്നിലെ അമ്മയുടെ കൈകളിലെ ബെൽത്തങ്ങാടി രൂപതയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ നിങ്ങളെ വഴി നടത്തട്ടെ. വീഞ്ഞ് തീർന്നുപോയ ഭരണികളിലെ കോരി നിറച്ച് പുതുവീഞ്ഞ് സൃഷ്ടിക്കാൻ ഈ ജൂബിലി കാരണമാകട്ടെ. ഒരിക്കൽ കൂടെ സർവ്വ നന്മകളും ദൈവാനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട്
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് അപേക്ഷിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. തുടർന്ന് കാരോസൂസ പ്രാർത്ഥനകളാണ്. നമുക്ക് നിന്നുകൊണ്ട് കാരോസൂസ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഇന്ന് രജത ജൂബിലി ആഘോഷിക്കുന്ന ബെൽത്തങ്ങാടി രൂപതയ്ക്ക് പ്രഥമ ഇടയനായും സ്നേഹ സമ്മാനമായും ദൈവം കനിഞ്ഞു നൽകിയ അഭിവന്യ ലോറൻസ് പിതാവിനെയും പിതാവിലൂടെ രൂപതയ്ക്ക് കൈവന്ന എല്ലാ നന്മകളെയും നേട്ടങ്ങളെയും അതിശയകരമായ വളർച്ചയെയും ഏറെ നന്ദിയോടും അതിലുപരി സ്നേഹത്തോടും ഞങ്ങൾ അനുസ്മരിക്കുന്നു. പരിശുദ്ധാത്മാവ് വിസ്മയം വിരിക്കുന്ന ബലിയുടെ ഈ പരിശുദ്ധ നിമിഷങ്ങളിൽ രൂപതയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായി ഇന്നോളം അക്ഷീണം യത്നിച്ച ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പിതാവിനെയും പിതാവിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ ബലിയോട് ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിവന്യ പിതാവിന് 100 മേരി പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമെന്നും നവമായ അഭിഷേകവും വേർപിരിയാത്ത സാന്നിധ്യവും കൃപാപര സമൃദ്ധിയും നിറവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ಪ್ರಪಂಚಾದ್ಯಂತ ವಿವಿಧ ಧರ್ಮಗಳ ಎಲ್ಲ ಸಹೋದರ ಸಹೋದರರನ್ನು ಆಶೀರ್ವದಿಸಲೆಂದು ಜಾತಿ ಧರ್ಮ ಭೇದವಿಲ್ಲದೆ ಎಲ್ಲರೂ ಪರಸ್ಪರ ಪ್ರೀತಿ ಶಾಂತಿ ಸಹಕಾರ ಮನೋಭಾವದಿಂದ ಬಾಳಿ ಲೋಕದ ಉದ್ಧಾರಕ್ಕಾಗಿ ಕೈ ಜೋಡಿಸಿ ಮುನ್ನಡೆಯಲು ಎಲ್ಲರನ್ನೂ ಆಶೀರ್ವದಿಸುವಂತೆ ನಾವು ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ಪ್ರಭುವೇ ನಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಆಲಿಸಿರಿ. ಯುವತಿ ಯುವಕರು ಬಾಲಕ ಬಾಲಕಿಯರು ತಮ್ಮ ಜೀವನದಲ್ಲಿ ಸರ್ಪಗಳಂತೆ ಬುದ್ಧಿವಂತರು ಪಾರಿವಾಳಗಳಂತೆ ಮುಗ್ಧವಾಗಿ ಬದುಕಿ ಅವರ ಚಟುವಟಿಕೆಯ ವಿವಿಧ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ಪರಿಶುದ್ಧತೆ ಮತ್ತು ಶುದ್ಧತೆಯ ಜೀವನವನ್ನು ನಡೆಸಲು ಹಾಗೂ ಪ್ರಪಂಚದ ಆದ್ಯಂತ ಕ್ರಿಸ್ತನ ಉತ್ಸಾಹಭರಿತ ಸಾಕ್ಷಿಗಳಾಗಿ ಮೇಲೇರಲು ಪವಿತ್ರಾತ್ಮನ ಅನುಗ್ರಹದಿಂದ ಆಶೀರ್ವದಿಸುವಂತೆ ನಾವು ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ಪ್ರಭುವೇ ನಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಆಲಿಸಿರಿ. Almighty Father, on the occasion of 25th Jubilee of our Diocese, we pray for all the priests and nuns in the Belthangady Diocese. Grant them strength, wisdom and joy in their services. Bless their commitment to the gospel and may their ministry flourish, bringing abundant fruits for your glory. Let us pray. Lord, hear our prayer. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത സമാധാന രാജാവായ ഈശോയെ, ഞങ്ങളുടെ രൂപതയിലുള്ള എല്ലാ കുടുംബങ്ങളെയും അതിൻ്റെ എല്ലാ നിറവുകളോടും പരിമിതികളോടും കൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും ആവശ്യമായ കൃപകൾ നൽകി എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും കൂട്ടായ്മയിലും വളർന്ന് ഇനിയും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഓരോ കുടുംബങ്ങളെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ത്രിയേക ദൈവമേ, എല്ലാ രാഷ്ട്രീയ അധികാരികളെയും ഒരു കാണിക്കയായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനത്താലും അവരെ നിറയ്ക്കണമേ. പൊതുസമൂഹത്തിൻ്റെ നന്മ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്ക് ഉപമമാകുവാൻ തക്കവിധം അവരെ അനുഗ്രഹിക്കണമേ. നീതിബോധത്തോടും സത്യസന്ധതയോടും പ്രവർത്തിക്കുവാനും അങ്ങനെ ലോകം മുഴുവനും അങ്ങയുടെ നന്മയിൽ നിറയപ്പെടുവാനും അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. Heavenly Father, we fervently pray for an outpouring of religious and priestly vocations from the Belthangady Diocese.
Inspire the hearts of youth to answer your call and dedicate their lives to serve your church. Grant them courage, discernment, and steadfast faith. May our diocese witness a flourishing of vocation for your greater glory. Let us pray. Lord, hear our prayer. ദൈവകൃപ സമൃദ്ധിയുടെ പ്രതീകങ്ങളായി ഉദിച്ചുയരുന്ന രൂപതയിൽ അങ്ങോളം ഇങ്ങോളം ബഹുമുഖ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹ സാമ്രാജ്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, ജീവകാരുണ്യ സ്ഥാപനങ്ങൾ, സാമൂഹിക സേവന കേന്ദ്രങ്ങൾ തുടങ്ങിയ എല്ലാ പ്രവർത്തന മേഖലകളെയും ഈ പരിശുദ്ധ ബലിയോട് ചേർത്ത് അവിടുത്തെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. മനുഷ്യ സേവനത്തിലൂടെ ദൈവസേവനം എന്ന ആശ്രയം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമുഖമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ആത്മാവിന്റെ അഭിഷേക നിറവ് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപൊലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ലോറൻസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ സ്വരൂപനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന യാചനകൾ സ്വീകരിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ. ലോകത്തിന്റെ പ്രകാശവും ഭൂമിയിടുപ്പുമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് എല്ലാവരും അങ്ങയെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെ നമുക്കിരിക്കാം. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യൗസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളെ സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹയുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. നമ്മോടുകൂടെ നമ്മുടെ രാജാവ് നമ്മോടുകൂടെ നമ്മുടെ ദൈവം നമ്മോടുകൂടെ യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടുകൂടി ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെ
പിതാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുവക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും ഏകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യവും എന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവാത്ര കൊണ്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘ്യവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനലേഖമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികളാൽ ലഭിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കലായി ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. കർത്താവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് സകലത്തിന്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു. ഗോർണനീയമായ മഹോന്നതമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് ഈശോ മിശിഹാ തന്റെ മനുഷ്യ സ്വഭാവത്താൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാ പദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിന് അച്ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും പരിശുദ്ധവും സ്തുത്യർഹവുമായി ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോടെ ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങേ പ്രസാദിപ്പിച്ചുള്ള എല്ലാവരും കൂടെ അങ്ങേക്കും ദിവ്യസുതനും പരിശുദ്ധാത്മാവിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചുപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് അവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ
സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നും എല്ലായ്പ്പോഴും എവിടെയും ഏറ്റുപറയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവും കർത്താവ് അങ്ങാകുന്നു. അങ്ങയുടെ മഹത്വത്തിന്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായുമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയുമുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പവിത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമം നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അവിഭാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുൻപാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ മർത്യഗണം പരമോന്നതനായ അങ്ങേ പാടി സ്തുതിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവ് തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. ഉന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന.
കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങേറ്റു പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ മഹനീയവും ഭയഭക്തിജനവുമായ നാമത്തിന്റെ മുൻപിൽ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. സകല മനുഷ്യരായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന മഹനീയവും വിസ്മയാവകവുമായ രക്ഷാബുദ്ധി മുഴുവനും കാലത്തിന്റെ തികവിൽ അവിടുന്ന് തന്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും അവിടുന്നിൽ വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസും മരിച്ചെന്നുള്ള അതിജാതനുമാകുന്നു. സകലത്തിന്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവൻ അവിടുന്നാകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തൻ്റെ ശരീരത്തിൽ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തൻ്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ വിശുദ്ധ സ്ലേഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവിടുന്ന് അരുൾ ചെയ്തു, ഇത് ലോകത്തിന്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം എളിയവരും ബലഹീനരും നിസ്സാരവുമായി ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പാപമൂലം അയോഗ്യരായിരുന്നിട്ടും അങ്ങേ കാരുണ്യാതിരേകത്താൽ ഞങ്ങളെ അങ്ങിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നവീകരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനവും ദൈവികവുമായി ശുശ്രൂഷ അങ്ങയുടെ മുൻപാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാ വഴി ഞങ്ങൾക്കെല്ലാവർക്കും കൈവന്ന മഹത്തായ രക്ഷ കൃതജ്ഞതാപൂർവം ഞങ്ങൾ ഏറ്റുപറയുന്നു.
ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവകുഞ്ഞാടിന്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ഈ ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിമയുള്ള ആത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ഈ ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്തെന്നും വസിക്കാനിടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയ ചിന്തകളും സഭയിൽ നിന്ന് അകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കാനിടയാക്കണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ലോറൻസ് മെത്രാനും എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരും അലമായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങേ പ്രസാദിപ്പിക്കുന്നതിനും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാകുന്നതിനും ഇടയാക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള വിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരുവാനിടയാക്കണമേ. പാപിയും അയോഗ്യരുമായ ഈ ദാസരെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും മത്സരത്തിന്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. സത്യവിശ്വാസത്തോടെ ഈ ലോകത്തിൽ മരിച്ചുപോയവർ നിത്യ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിൽ പിതാവായ ദൈവമെന്നും എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങ് അനാദി മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിന്റെ സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണെന്നും അവർ അറിയട്ടെ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവ് ഈശോ മിശിഹാ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയിലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും പവിത്രീകരിക്കുകയും നീതീകരിക്കുകയും അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്ന് എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, ആരാധനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായി സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ കുർബാനയുടെ മേൽ ഇറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസായിലും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസായും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസായിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർ ഇവ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിന്റെ ശരീരത്തിന്റെ രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനക്കനുസൃതം വ്യാപരിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാവരോടും ഒപ്പം സ്വർഗരാജ് നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കട്ടെ.
പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാ ഞങ്ങൾ അർപ്പിക്കും സ്വസ്ത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. വേടകത്തിന്റെ കൂടാരത്തിൽ അർപ്പിച്ച ധൂപം പോലെ ഈ ധൂപം ഈ ബലിപീഠത്തെയും ബലിവസ്തുക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങൾ കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ.
മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിസ്തരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ തരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപുറങ്ങ് ഞങ്ങൾക്ക് നൽകിയവനോ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴുവാനിടയാക്കരുതേ, ദുഷ്ടാരൂപി നമ്മുടെ സൈന്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയമാണ്. 36 ബഹുമാനപ്പെട്ട വൈദികര് 36 സ്ഥലങ്ങളിലായി വിശുദ്ധ കുർബാന നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട വൈദികർ ശ്രദ്ധിക്കുക, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വിശുദ്ധ കുർബാന എത്തിക്കുന്നതാണ്. വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശം പാലിക്കണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ಇದೀಗ ಪರಮಪ್ರಸಾದ ಸ್ವೀಕರಣೆಯ ಸಮಯ. ಧರ್ಮಸಭೆಯ ಸದಸ್ಯರು ಮಾತ್ರ ಪರಮಪ್ರಸಾದ ಸ್ವೀಕರಿಸತಕ್ಕದ್ದು. ಇತರ ಧರ್ಮದವರು ಪರಮಪ್ರಸಾದವನ್ನು ಸ್ವೀಕರಿಸಬಾರದು ಎಂದು ನಿಮ್ಮಲ್ಲಿ ವಿನಂತಿ. ನನ್ನ ದೇವರೇ ನೀನಿದ್ದರೆ ಹರಿವುದು ದೇವರೇ ನಿನ್ನ ನೆನೆದರೆ ಸಿಹಿ ಸ್ನೇಹದ ಸವಿರಾಗ ಕೊಳೆವುದು ಕ್ರಿಸ್ತನೇ ನಿನ್ನ ಸವಿದರೆ ಕುಸುಮದಂತೆ ಮನವಿಯ
ശരണലുവാ ಹೃದಯ ಗೂಡಿಗೆ ಬಾ ಪ್ರಭು ನೀ ಬಾ ಪ್ರಭು ಪ್ರೀತಿ ಬೆಳೆಸಲು ಸಾವದ ಕಡಲು ಕರಿವುದು ದೇವರೇ ನಿನ್ನ ನೆನೆದರೆ ಕರುವನು ಕಾಯುವಂತೆ ಸತತ ಪೋಷಿಸಬಾ ಪ್ರಭು ನೀ ಬಾ ಪ್ರಭು ಹೃದಯ ಗೂಡಿಗೆ ಬಾ ಪ್ರಭು ನೀ ಬಾ ಪ್ರಭು ಪ್ರೀತಿ ಬೆಳೆಸಲು ಸಾವದ ಕಡಲು ಹರಿವುದು ದೇವರೇ ನಿನ್ನ ನೆನೆದರೆ ಹೊಸ ಕನಸು ನವ ಬದುಕು ನನ್ನ ದೇವರೇ ನೀನಿದ್ದರೆ ಕಡಲು ಹರಿವುದು ದೇವನೇ ನಿನ್ನ ನೆನೆದರೆ ಸಿಹಿ ಸ್ನೇಹದ ಸವಿರಾಗ ಕೊಳೆಗುದು ಕ್ರಿಸ್ತನೇ ನಿನ್ನ ಸವಿದರೆ രാജനാമീശോയിതാ നാവിലറിയാനായി വന്നിടുന്നു ആദരവോടെ ആനന്ദഗീതം പാടി അകതാരിൽ നാഥനെ വരവേറ്റിടാ ആനന്ദഗീതം പാടി
ജീവനേ നീ വരും നിമിഷം മാലാഖവൃന്ദം വാഴ്ത്തി സ്തുതിക്കുന്നു നിന്നെ വരും നിമിഷം ജീവനേ നീ വരും നിമിഷം ജീവന്റെ അപ്പം വരമഴയാ സ്വലോക ജീവിതമേക അണയുകയാ മാനവദൂതരോടൊപ്പം ഹൃദയത്തിൽ ഈശോയെ രാജാതിരാജനമീശോയിതാ ഭാവിലലിയാനായി വന്നിടുന്നു ആദരവോടെ ആനന്ദഗീതം പാടി അകതാരിൽ നാഥനെ വരവേറ്റിടാ
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി നിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്ത് ഞങ്ങളെ നല്ല കള്ളനോടും നിന്റെ അഭീഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോട് ഒരുമിച്ച് പർദീസായി നിന്നെ സ്തുതിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബെൽത്തങ്കടി രൂപതയുടെ രൂപതാധ്യക്ഷൻ മാർ ലോറൻസ് മുക്കുഴി പിതാവ്. A word of thanks by Mar Lawrence Mukkuzhy, Bishop of Belthangady. My dear brothers and sisters in Jesus Christ, since I may not get an occasion like this in this ceremony, I wish to express my deep sense of gratitude to all the archbishops and bishops who have consecrated this mass. All the bishops, Archbishop of Bangalore and all the other bishops of Karnataka region, out of deep love for me and concern for the Diocese of Belthangady, have come here. And all the bishops of Thalassery Archdiocese and the Archbishop of Thalassery are here. I place on record my deep sense of gratitude. And all the bishops who have come, you have considered me your dear brother, and out of your concern and love you have come here. On behalf of everyone present here, especially my own behalf, I express my deep thank you to you all bishops. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത് അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായേ, മാമോദിസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരായ ഞങ്ങളെ ദൈവിക ജീവനിൽ പടർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന നിന്റെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്വന്തം രൂപത്തിൽ ദൈവം നരനെ സൃഷ്ടിച്ചു, പുത്രൻ വഴിയായി രക്ഷിച്ചു, നൽകി ദിവ്യാത്മാവിനെയും തിരുസന്നിധിയിൽ ചേർന്ന നിശം ആരാധിക്കാനേവർക്കും അരുളിയ ദാനം മോദമോടെ സ്മരണയിലെന്നും കീർത്തിക്കാം. ദൈവമഹത്വം കീർത്തിക്കാൻ കരുണാമയനാം സകലേശൻ സ്തർക്കി ഭുവനിയിൽ നിസ്തുലമാകും കൃപയേകി. ജൂബിലി വേളയിൽ നന്ദിയോടെ പാവന ബലിയിൽ ചേർന്നവരിൽ
അനുഗ്രഹമരുളട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ಎಲ್ಲರೂ ಇರಿക്കുക. ದಯವಿಟ್ಟು ಎಲ್ಲರೂ ಕುಳಿತುಕೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ವಿನಂತಿ. ഇപ്പോഴ് വളരെ സന്തോഷത്തോടെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ക്ലാസ്മേറ്റും ഞങ്ങൾ 7 വർഷം ഒരുമിച്ച് പഠിച്ച ഒരു വ്യക്തി ഇവിടെയുണ്ട്. അഭിവന്യ മൂലക്കാട്ട് മെത്രാപ്പോലിത്ത, കോട്ടയം അതിരൂപതയിൽ മെത്രാപ്പോലിത്ത. അദ്ദേഹം ഇപ്പോൾ തന്നെ അത്യാവശ്യമായി പോകേണ്ടതുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിൻ്റെയും മെത്രാഭിഷേകത്തിൻ്റെ സിൽവർ ജൂബിലിയാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ നാമത്തിൽ അഭിവന്യ മൂലക്കാട്ട് പിതാവിന് ഞാൻ ജൂബിലിയുടെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പിതാവ് ദയവായിട്ട് ഇങ്ങോട്ട് വരികയും ഞങ്ങളുടെ ആദരവ് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മാർ മാത്യു മൂലക്കാട്, ആർച്ച് ബിഷപ്പ് ഓഫ് കോട്ടയം. അഭിനയ പിതാവ് 1953 ഫെബ്രുവരി 27-ാം തീയതി ഉഴവൂർ കോട്ടയത്ത് ജനിച്ചു. പുരോഹിത പട്ടം 1978 ഡിസംബർ 27-ാം തീയതി സ്വീകരിച്ചു. പൊണ്ടിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റോമിൽ നിന്നും കാനൻ ലോയിൽ ഡോക്ടറേറ്റ് സ്വീകരിച്ചു. കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാനായി 1998 ഡിസംബർ 28-ാം തീയതി അഭിഷിക്തനായി. തുടർന്ന് 2003 ഓഗസ്റ്റ് 15 കോട്ടയം രൂപതയുടെ മെത്രാനായി ചുമതലയേറ്റു. Member of CBCI Commission for Justice, Peace and Development, Chairman of Synodal Commission of St. Thomas Apostolic Seminary, വടവാതൂർ കോട്ടയം. ഇവിടെ ഇപ്പോൾ സേവനം തുടർന്നുകൊണ്ടിരിക്കുന്നു. മാർ മാത്യു മൂലക്കാട്ട് പിതാവ് ബെൽത്തങ്ങടി രൂപതയുടെ ജൂബിലി ആശംസകൾ ഞങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇപ്പോൾ മാർ ലോറൻസ് മുക്കുഴി പിതാവ് ഷോൾ അണിയിച്ച് ഫലപുഷ്പങ്ങൾ നൽകി പിതാവിനെ ആദരിക്കുന്നു. അഭിനയ പിതാക്കന്മാര് ഇപ്പോൾ ഫോട്ടോ എടുക്കുകയാണ്. അഭിനയ പിതാക്കന്മാരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നു. ಸಂಭ್ರಮ ದಿನವಿದು ನಮಗೆ
ഇപ്പോൾ ബെൽത്തങ്കടി രൂപതയുടെ രൂപതാധ്യക്ഷൻ മാർ ലോറൻസ് മുക്കുഴി പിതാവ് സ്നേഹം നിറഞ്ഞ ജൂബിലേറിയൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത എല്ലാ പിതാക്കന്മാർക്കും മെമന്റോ നൽകി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. Distribution of memento to the bishops by Mar Lawrence Mukkuzhy, Bishop of Belthangady, our Jubilearian. ವರ್ಷದಿಂದ ದೇವನ ಮಹಿಮೆಯ ಗಾನವನು ನೆರವೇರಿಸಿದ ಆ ದೇವನು ಮಾಡಿದ ವಾಗ್ದಾನ ಇದಕ್ಕಿಂತ ಉತ್ತಮ ಪ್ರೀತಿ ಬೇರೇನಿಲ್ಲ. ಎಂಥ ಸಂತರು ಸಡಗರ ಸಂಭ್ರಮ ದಿನವಿದು ನಮಗೆಲ್ಲ ಆ ದೇವ ಶಾಂತಿಯ ಪ್ರೀತಿಯ ಕರುಣೆಯ ತುಂಬಿದ ಜಗವೆಲ್ಲ. ಎಂಥ ಸಂತರು ಸಡಗರ ಸಂಭ್ರಮ ದಿನವಿದು ನಮಗೆಲ್ಲ ಆ ದೇವ ಶಾಂತಿಯ ಪ್ರೀತಿಯ ಕರುಣೆಯ ತುಂಬಿದ ಜಗವೆಲ್ಲ. ಜಗತ್ತಲ್ಲಿ ಹೊಸದೊಂದು ಇತಿಹಾಸ ಪಡೆದಿದ್ದೆವು ಮರಳಿ ನೆಮ್ಮದಿ ಉಲ್ಲಾಸ ಬೆಳಗಾಗಿದೆ ಕತ್ತಲು ತುಂಬಿದ ಮನವಿಂದು ಬರವಾಗಿದೆ. ബഹുമാനപ്പെട്ട വൈദികരും പിതാക്കന്മാരും ശ്രദ്ധയ്ക്ക് തിരുവസ്ത്രങ്ങൾ വെസ്റ്റ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് തിരുവസ്ത്രങ്ങൾ അൺവെസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് തിരുവസ്ത്രം വെസ്റ്റ് ചെയ്ത സ്ഥലത്തേക്ക് പ്രദക്ഷിണമായിട്ട് നീങ്ങണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. ಶಾಂತಿಯ ಪ್ರೀತಿಯ ಕರುಣೆಯ ತುಂಬಿದ ಜಗವೆಲ್ಲ. ಎಂಥ ಸಂತಸ ಸಡಗರ ಸಂಭ್ರಮ ದಿನವಿದು ನಮಗೆಲ್ಲ ಆ ದೇವ ಶಾಂತಿಯ ಪ್ರೀತಿಯ ಕರುಣೆಯ ತುಂಬಿದ ಜಗವೆಲ್ಲ. ಇದನ್ನು ನೋಡುವ ನಾವು ಮನಸಾರೆ ನಮಿಸುವ ನಾವು ನೋವನ್ನು ಮರೆಯುವ ನಾವು ನಲಿವನ್ನು ಹಂಚುವ ನಾವು ನವಚೇತನ ಚಿಲುಮೆಗಳಾಗಿ ಬಾಳೋಣ. ನವಚೇತನ ಚಿಲುಮೆಗಳಾಗಿ ಬಾಳೋಣ. ಎಂಥ ಸಂತಸ ಸಡಗರ ಸಂಭ್ರಮ ದಿನವಿದು ನಮಗೆಲ್ಲ ಆ ದೇವ ಶಾಂತಿಯ ಪ್ರೀತಿಯ ಕರುಣೆಯ ತುಂಬಿದ ಜಗವೆಲ್ಲ. ಎಂಥ ಸಂತಸ ಸಡಗರ ಸಂಭ್ರಮ ದಿನವಿದು ನಮಗೆಲ್ಲ ಆ ದೇವ ಶಾಂತಿಯ ಪ್ರೀತಿಯ ಕರುಣೆಯ ತುಂಬಿದ ಜಗವೆಲ್ಲ. കൃത്യം 30 മിനിറ്റിന് ശേഷം പൊതുസമ്മേളനം ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കുള്ള ലഘുഭക്ഷണം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം നിങ്ങളുടെ കസേരയുടെ അടിയിൽ സൂക്ഷിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുവാൻ അറിയിക്കപ്പെട്ടിരിക്കുന്ന വൈദികരും മറ്റുള്ളവരും സ്റ്റേജിന്റെ അടുത്തുള്ള ഗ്രീൻ റൂമിന്റെ പരിസരത്തിലേക്ക് എത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.
ടോയ്ലറ്റ് സൗകര്യങ്ങൾ ക്രമീകരണ പ്രകാരം കത്തീഡ്രൽ ദേവാലയത്തിന്റെ പരിസരത്തും ഈ പന്തലിന്റെ ഏറ്റവും മുൻവശത്തും ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു. വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുവാൻ അറിയിക്കപ്പെട്ടിരിക്കുന്ന വൈദികരും മറ്റുള്ളവരും സ്റ്റേജിന്റെ അടുത്തുള്ള ഗ്രീൻ റൂമിന്റെ പരിസരത്തിലേക്ക് എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹലോ പ്ലേ ആവുന്നുണ്ടോ? നമ്മുടെ കഴിയിൽ പോയി റെഡിങ് കൊണ്ട് റെഡിങ് കൊണ്ട് ചെയ്യണം കേട്ടോ. The charm of Karnataka is the blend of its castes, creeds, tribes and classes, languages, dialects, culture and arts, in rites, thoughts and religious beliefs. Be it Christians or Jains, Lingayats, Dasas or Muslims, be it Kadavas, Tuluas, Konkans, Kannadigas or Wokkaligas, all share a deep love for this land, bounded together by a profound connection to their roots. Lord Bahubali chose for penance, the land where Lord Basava spread holy thoughts of love, where an empire was raised and Hampi was built to defend India's values from alien seas, where Pampa and Rana built temples of songs, and Hoysala, Chalukya, Rashtrakuta sculptures and Muslim architectures flowered on walls, where their blood sowed soil with valor. Splendorous host of streams of rivers that jump from guts to raise green crops. The dazzling spread of vast blue Arabian Sea which plays in land with ceaseless waves. The giant gold gumbas shock the sense. These are precious sparkles of Karnataka heritage. Of St. Thomas Christians with a heritage spanning 2,000 years intervenes with Karnataka in the late 1940s after the Second World War. And the history of St. Thomas Christians in Karnataka begins here. In 1953, Tellicherry Diocese was erected, and in 1955, Pope Pius XII Karnataka Syro-Malabar Christians were brought under the Archdiocese. The leadership of Bishop Mar Sebastian Volopoli, who is popularly known as Moses of Malabar, guided the people in a new direction of progress and development in Karnataka.
pastoral care of South Kannada Mission, which includes present Dakshina Kannada, Kodagu and Udupi, was being entrusted to the Congregation of Carmelites of the Mary Immaculate, the See My Fathers. In 1955, St. Thomas Foreign Church at Udane in Puttur Taluk was erected as the first Siro-Malabar parish in Karnataka. Later, in 1961, St. Anthony's Foreign Church, Belthangady. In 1964, Kutripadi St. Mary's Foreign Church. In 1968, Nelliyadi St. Alphonsus Church. In 1970, Jedkal St. George Foreign Church were erected as parishes in Karnataka soil. In 1968, the first CMI religious house was built in Kodagu, and Father Cyprian was the first missionary in Kodagu. The parishes like Udane, Kutripadi, Natana, Kakinje, Gandibagilu, Thotatari was formed by CMI fathers. Father Matthew Villanathanam was the first diocesan priest from Tellicherry Diocese to serve in Karnataka. Father Matthew Wallamkamil was the first diocesan priest in Kodagu as the vicar of St. Sebastian's Church, 7th Huscote. In 1978, Bishop Mar Sebastian Bolopalli erected South Kannada Mission, and Very Reverend Father Peter Kutiani was appointed as the first Episcopal Vicar of South Kannada Mission, which included Udupi and Dakshina Kannada. During the period of new episcopal, vicar parishes like Addahole, Malachowki, Bangadi, Guthiga, Belthangady, Kalmaki, Madodi, Shivadi, Mangaluru and Manipal were erected. During this period, present Bishop's House campus was bought to build the diocesan centre. Later, in 1988, St. Thomas Minor Seminary was started as Centre for Priestly Formation in Karnataka at the same campus under the leadership of Very Reverend Father Peter Kutiani, Siro-Malabar Christians one with Kannada culture and soil. In 1997, Reverend Father Lawrence Mukkuzhy was appointed as the new Episcopal Vicar of South Kannada Mission. His Holiness Pope John Paul II appointed him as the first bishop of the newly erected Diocese of Belthangady on 24th of April 1999. He was consecrated as bishop on the 4th of August 1999 by the late Major Archbishop Mar Verki Cardinal Vidayathil, assisted by Archbishop Mar George Williamson of Tellicherry and Bishop Mar Joseph Pallikamperambil of Pala, and he assumed charge on the same day. Within the short period of 25 years, the Diocese of Belthangady has achieved overall progress by his strong charismatic leadership. The basic infrastructures like pastoral centre, minor seminary, and cathedral church were constructed. Social service and education apostolate functions well. Pastoral works are energized. New churches, namely Ajika St. Alphonsus Church, Ajuri St. Alphonsus Church, Arasinamaki Infant Jesus Church, Arvala St. Mary's Church, Bajgoli St. Thomas Church, Devagiri St. Jude Church, Hanjika St. Joseph Church, Hebri Mother of God Church, Injilapadi Little Flower Church, Katipala St. Mary's Church, Kevashe Infant Jesus Church, Kutlu St. Joseph's Church, Mantradi Masliva Church, Niraje St. Jude Church, Murje St. Francis Xavier's Church, Murnadu Infant Jesus Church, Navur Infant Jesus Church, Siddhabura Infant Jesus Church, Shirla St. Mary's Church, Sulia Mother Teresa Church, Venur John Paul II Church were erected. New congregations of religious are invited to the diocese for various apostolates like Catechism, Sunday School, Mission League, Bible Apostolate, Youth, Commission for Family, etc. The diocese has a minor seminary called Santom Guru Mandira at Puttur.
The diocese operates a social service society dedicated to assisting the impoverished. This initiative has been instrumental in providing substantial aid to numerous unprivileged families. Additionally, the 𝐏𝐼𝐵 care centers has been a source of significant support, offering various benefits to patients and their children. The diocese is comprised of 55 parishes and 11 mass centers organized into 8 forains. I request His Excellency Most Reverend Lawrence Mukkuzhy, Bishop of Belthangady, Monsignor Joseph Velyaparambil, Vicar General and the General Convener of the Silver Jubilee celebrations, and the Central Committee members of the Pastoral Council to escort the dignitaries on the dais. Thank you. Let us seek Almighty's blessings through a melodious invocation. ನಿರ್ಮಲ ಹೃದಯಗಳು ಭಾಗ್ಯವಂತರು, ಅವರು ದೇವರನ್ನು ಕಾಣುವರು. ನಿರ್ಮಲ ಹೃದಯದೊಂದಿಗೆ ದೇವರನ್ನು ಸ್ತುತಿಸೋಣ. ಪ್ರಾರ್ಥನೆ ಧರ್ಮ ಪ್ರಾಂತ್ಯ. ದಯವಿಟ್ಟು ಎಲ್ಲರೂ ಎದ್ದು ನಿಂತು ಸಹಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ. ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനാ ഗാനത്തോടെ ശുഭാരംഭം കുറിച്ച രൂപതാ ഗായക സംഘത്തിന് നന്ദി. നമ്മുടെ
ക്ഷണം സ്വീകരിച്ച് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അണിഞ്ഞിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ബെൽത്തങ്ങടി രൂപതയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ജനറൽ കൺവീനറായ ബെൽത്തങ്ങടി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ ജോസഫ് വലിയ പറമ്പിൽ അച്ഛനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ಸ್ವಾಗತ ಭಾಷಣ ಬೆಳ್ತಂಗಡಿ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ವಿಕಾರಿ ಜನರಲ್ ರೆವರೆಂಡ್ ಫಾದರ್ ಜೋಸಫ್ വലിയപറമ്പിൽ ಇವರಿಂದ. നന്ദിയോടെ നാം ഒന്നായി ವಂದನೆಯೊಂದಿಗೆ ಒಮ್ಮನದಿ ಎಂಬ ಧ್ಯೇಯವಾಕ್ಯದೊಂದಿಗೆ ಕರ್ನಾಟಕ ಪ್ರಥಮ ಸಿರೋ-ಮಲಬಾರ್ ಧರ್ಮ ಪ್ರಾಂತ್ಯವಾದ ಬೆಳ್ತಂಗಡಿ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಸ್ಥಾಪನೆಯ ಮತ್ತು ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಪ್ರಥಮ ಧರ್ಮಾಧ್ಯಕ್ಷರಾದ ಪರಮಪೂಜ್ಯ ಲಾರೆನ್ಸ್ ಮುಕ್ಕುಳಿ ಅವರ ಧರ್ಮದೀಕ್ಷೆಯ ಬೆಳ್ಳಿ ಹಬ್ಬದ ಸಂಭ್ರಮದಲ್ಲಿದ್ದೇವೆ. ಈ ಸಮಾರಂಭದ ವೇದಿಕೆಯಲ್ಲಿ ಇಂದಿನ ಆಶೀರ್ವಚನ ಹಾಗೂ ಉದ್ಘಾಟನೆ ಮಾಡಲಿರುವ ಸಿರೋ-ಮಲಬಾರ್ ಧರ್ಮಸಭೆಯ ಪಿತಾ ಹಾಗೂ ಮೇಜರ್ ಆರ್ಚ್ ಬಿಷಪ್ ಆಗಿರುವಂತಹ ಪರಮಪೂಜ್ಯ ರಾಫೇಲ್ ತಟ್ಟಲ್ರವರೇ, ಇಂದಿನ ಈ ಸಮಾರಂಭದ ಅಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸಿರುವಂತಹ ಪರಮಪೂಜ್ಯ ಜೋಸಫ್ ಪಂಬಳಾನಿ ಮಹಾಧರ್ಮಾಧ್ಯಕ್ಷರೇ, ಇಂದು ಸಂದೇಶವನ್ನು ನೀಡಲಿರುವ ಬೆಂಗಳೂರಿನ ಮಹಾಧರ್ಮಾಧ್ಯಕ್ಷರಾದ ಪೂಜ್ಯ ಪರಮಪೂಜ್ಯ ಪೀಟರ್ ಮಚಾದೋರವರೇ, ಶ್ರೀ ಕ್ಷೇತ್ರ ಧರ್ಮಸ್ಥಳದ ಧರ್ಮಾಧಿಕಾರಿಯಾಗಿರುವಂತಹ ಶ್ರೀ ಡಿ ವೀರೇಂದ್ರ ಹೆಗ್ಗಡೆಯವರೇ, ನಮ್ಮ ಇಂದಿನ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ ಇಂಧನ ಸಚಿವರಾಗಿರುವ ಸನ್ಮಾನ್ಯ ಕೆ.j. ಜಾರ್ಜ್ರವರೇ, ವೇದಿಕೆಯಲ್ಲಿರುವ ಎಲ್ಲ ಧರ್ಮಾಧ್ಯಕ್ಷಗಳೇ, ಗಣ್ಯರೇ, ಅದೇ ರೀತಿಯಲ್ಲಿ ವೇದಿಕೆಯ ಮುಂಭಾಗದಲ್ಲಿರುವ ಎಲ್ಲ ಧರ್ಮಾಧ್ಯಕ್ಷರುಗಳೇ, ಗುರುವೃಂದದವರೇ, ಧರ್ಮ ಭಗಿನಿಯರೇ, ಮಹಿಳೆಯರೇ, ಪತ್ರಕರ್ತರೇ, ನನ್ನ ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ನಿಮಗೆಲ್ಲರಿಗೂ ನನ್ನ ನಮಸ್ಕಾರಗಳು. ಉಡುಪಿ, ದಕ್ಷಿಣ ಕನ್ನಡ, ಕೊಡಗು ಜಿಲ್ಲೆಗಳ ವಿವಿಧ ಭಾಗಗಳಲ್ಲಿ ವಾಸಿಸುತ್ತಿರುವ ಶ್ರೀ ಕ್ಯಾಥೋಲಿಕ್ ಕ್ರೈಸ್ತ ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಉದ್ಘಾಟನೆ ಮತ್ತು ಪ್ರಥಮ ಧರ್ಮಾಧ್ಯಕ್ಷೆಯ ಸಮಾರಂಭ ಬೆಳ್ತಂಗಡಿಯಲ್ಲಿ ವೈಭವೋಪೇತವಾಗಿ ಜರುಗಿತು. ರೈತಾಪಿ ಜನಾಂಗವನ್ನು ಕರ್ನಾಟಕದಲ್ಲಿ ನೆಲೆಗೊಳಿಸಿ ಕೈ ಹಿಡಿದು ಮುನ್ನಡೆಸಿದ, ಇಲ್ಲಿ ನೆಲೆದಿಂತ ನಾಡಿನ ಸಮೃದ್ಧಿಯನ್ನು ಹರಸಿದ ದೇವರಿಗೆ ಈಗಾಗಲೇ ಕೃತಜ್ಞ ದೇವಬಲಿ ಪೂಜೆಯ ಅರ್ಪಣೆಯು ಪರಮಪೂಜ್ಯ ಮೇಜರ್ ಆರ್ಚ್ ಬಿಷಪ್ ರವರ ನೇತೃತ್ವದಲ್ಲಿ ನಡೆಯಿತು. ಈ ಪ್ರಯಾಣದಲ್ಲಿ ನಮಗೆ ನೆರವಾದವರನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ನೆನೆಸುತ್ತಿದ್ದೇವೆ. ಶ್ರೀ ಯೇಸು ಕ್ರಿಸ್ತರ 12 ಅಪೊಸ್ತಲರಲ್ಲಿ ಒಬ್ಬರಾದ ಸಂತ ಥೋಮಸರಿಂದ ವಿಶ್ವಾಸ ಪಡೆದ ಪರಂಪರೆಯ 2000 ವರ್ಷಗಳ ಆಧ್ಯಾತ್ಮಿಕ ಇತಿಹಾಸವುಳ್ಳ ಭಾರತೀಯ ಸಂಸ್ಕೃತಿಯನ್ನು ಧಾರ್ಮಿಕ ಆಚರಣೆಯಲ್ಲಿ ಮೈಗೂಡಿಸಿಕೊಂಡ ಇಲ್ಲಿನ ಸಂಸ್ಕೃತಿ, ಭಾಷೆ, ಆಚಾರ ವಿಚಾರಗಳೊಂದಿಗೆ ಸಮನ್ವಯ ಸಾಧಿಸಿದ ಒಂದು ಸಮೂಹವಾಗಿದೆ ಸಿರೋ-ಮಲಬಾರ್ ಕ್ರೈಸ್ತರು. ಸಿರೋ-ಮಲಬಾರ್ ಕ್ಯಾಥಲಿಕ್ ಸಮುದಾಯಕ್ಕೆ ಕರ್ನಾಟಕದಲ್ಲಿ 3 ಧರ್ಮ ಪ್ರಾಂತ್ಯಗಳಿವೆ. ಈ ನಾಡಿಗೆ ನೂತನ ಕೃಷಿ ಪದ್ಧತಿಯನ್ನು ಪರಿಚಯಿಸಿದ, ನಾಡಿನ ಆರ್ಥಿಕ ಅಭಿವೃದ್ಧಿಗೆ, ಸ್ಥಳೀಯರ ಸ್ವಾವಲಂಬನೆಯ ಬದುಕಿಗೆ ಪ್ರೇರಕರಾದವರು. ಈ ನೆಲದ ಭಾಷೆ, ಸಾಹಿತ್ಯ, ಶಿಕ್ಷಣ ವೃತ್ತಿಗಳಲ್ಲಿ ತಮ್ಮನ್ನು ತೊಡಗಿಸಿಕೊಂಡು ಅತಿ ಹಿಂದುಳಿದ ಗ್ರಾಮಾಂತರ ಪ್ರದೇಶಗಳಲ್ಲಿ ಶಿಕ್ಷಣ ಸಂಸ್ಥೆಗಳನ್ನು ತೆರೆದು ಶಿಕ್ಷಣದ ಪ್ರಾಮುಖ್ಯತೆಯನ್ನು ಎಲ್ಲರಿಗೂ ಮನದಟ್ಟು ಮಾಡಿಕೊಟ್ಟವರು. ಸಿರೋ-ಮಲಬಾರ್ ತಲೆಮಾರಿನ ಹೊಸ ತಲೆಮಾರಿಗೆ ತುಳು ಭಾಷೆ ಮನೆಮಾತು, ಕನ್ನಡದಲ್ಲಿ ಸಮರ್ಪಕವಾಗಿ ಸಂವಹಿಸಬಲ್ಲ ನೂರಾರು ವಿದ್ಯಾವಂತರು ಈ ಸಮೂಹದಲ್ಲಿದ್ದಾರೆ. ಜನ ಸಮೂಹದ ಮಧ್ಯೆ ಮತೀಯ ಸಾಮರಸ್ಯದೊಂದಿಗೆ ಬಾಳಿ ಪ್ರಭುಗುಸ್ತರ ಭಕ್ತಿಯಲ್ಲಿ ಅಚಲ ನಿಷ್ಠೆಯನ್ನಿಟ್ಟು ಬದುಕು ನಡೆಸುವವರು ಮತ್ತು ಕ್ರೈಸ್ತ ಧರ್ಮದ ಅಂತರಾಳವಾದ ಪರಪ್ರೀತಿಯನ್ನು ಜೀವನದಲ್ಲಿ ಸಾಕ್ಷಾತ್ಕರಿಸಲು ಅಸಹಾಯಕರಿಗೂ ನಿರ್ಗತರಿಗೂ
ಆಶ್ರಯ ನೀಡುವ ಸಾಮಾಜಿಕ ಬದ್ಧತೆಯನ್ನು ತೋರುವ ಜನಸಮೂಹವಾಗಿದೆ ಸಿರಿಯನ್ ಕ್ರೈಸ್ತರು. ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಸಮಸ್ತ ಸದಸ್ಯರಿಗೆ ಆಧ್ಯಾತ್ಮಿಕ ನವಜೀವನವನ್ನು ನೀಡುವ ಸಲುವಾಗಿ ಧಾರ್ಮಿಕ ಮೂಲಭೂತ ಸೌಕರ್ಯಗಳನ್ನು ಮತ್ತು ಸಾಮಾಜಿಕ ಅಭಿವೃದ್ಧಿಗಾಗಿ 10 ಹಲವು ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಈ ಕಾಲದಲ್ಲಿ ಆಯೋಜಿಸಲಾಗಿದೆ. ಧರ್ಮ ಪ್ರಾಂತ್ಯ ಸ್ಥಾಪನೆಯಾದ ಬಳಿಕ ಧರ್ಮಾಧ್ಯಕ್ಷರ, ಧರ್ಮಗುರುಗಳ, ಜನರ ಪರಿಶ್ರಮ, ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಕ್ರೈಸ್ತ ಅಲ್ಪಸಂಖ್ಯಾತ ಅಭಿವೃದ್ಧಿ ನಿಗಮದ ಆರ್ಥಿಕ ನೆರವು ಮತ್ತು ದಾನಿಗಳ ಉದಾರ ದೇಣಿಗೆಗಳ ಮೂಲಕ ಧಾರ್ಮಿಕ ಕೇಂದ್ರಗಳ ಸ್ಥಾಪನೆ ಹಾಗೂ ಬೆಳವಣಿಗೆ ಆಗಿದೆ. ಧರ್ಮ ಪ್ರಾಂತ್ಯದಲ್ಲಿ ಆಧ್ಯಾತ್ಮಿಕ ಹಾಗೂ ಸರ್ವತೋಮುಖ ಬೆಳವಣಿಗೆಗಾಗಿ ಹಲವು ಯೋಜನೆಗಳನ್ನು ಕಾರ್ಯಗತಗೊಳಿಸಲಾಯಿತು. ಇದಕ್ಕಾಗಿ 20 ಆಯೋಗಗಳು ಕಾರ್ಯನಿರ್ವಹಿಸುತ್ತಿವೆ. ಜನರ ಆಧ್ಯಾತ್ಮಿಕ ಕಾರ್ಯಗಳಿಗೆ ಒತ್ತು ಕೊಡುವುದರೊಂದಿಗೆ ರಾಷ್ಟ್ರ ನಿರ್ಮಾಣದಲ್ಲಿ ನಾವುಗಳು ಭಾಗಿಗಳಾಗಿದ್ದೇವೆ. ಸಮಾಜದ ಎಲ್ಲಾ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ನಮ್ಮ ಕೊಡುಗೆಗಳಿವೆ. ಶಿಕ್ಷಣ ಕ್ಷೇತ್ರದಲ್ಲಿ, ವೈದ್ಯಕೀಯ ಕ್ಷೇತ್ರದಲ್ಲಿ, ಸೈನಿಕ ಸೇವೆಯಲ್ಲಿ, ಕೃಷಿ ರಂಗದಲ್ಲಿ, ವಾಣಿಜ್ಯ ಕ್ಷೇತ್ರದಲ್ಲಿ, ಸರ್ಕಾರಿ ಸೇವೆಯಲ್ಲಿ, ಸಮಾಜ ಸೇವೆಯಲ್ಲಿ, ಬಡವರ ಏಳಿಗೆಯಲ್ಲಿನ ಪರಿಶ್ರಮಗಳಲ್ಲಿ, ಮಹಿಳಾ ಸಬಲೀಕರಣ ಮುಂತಾದ 10 ಹಲವು ಕ್ಷೇತ್ರಗಳಲ್ಲಿ ನಮ್ಮ ಜನರ ಎಲ್ಲರನ್ನೂ ಅಭಿನಂದಿಸುತ್ತೇನೆ. ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಚರಿತ್ರೆಯು ನಮ್ಮ ಧರ್ಮಾಧ್ಯಕ್ಷರಾದ ಪರಮಪೂಜ್ಯ ಲಾರೆನ್ಸ್ ಮುಕ್ಕುಜಿ ಅವರ ಬದುಕಿನೊಂದಿಗೆ ಆಳವಾದ ಸಂಬಂಧವನ್ನು ಹೊಂದಿದೆ. ಅವರ ಅಪಾರ ಭಕ್ತಿ, ಸಮರ್ಥ ನಾಯಕತ್ವ, ಸಂಘಟನಾ ಚಾತುರ್ಯ, ದೂರದೃಷ್ಟಿ, ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಎಲ್ಲ ಯಾಜಕರ, ಧರ್ಮ ಭಗಿನಿಯರ ಪಾಲನಾ ಮಂಡಳಿಯ ಮತ್ತು ಭಕ್ತ ಸಮಸ್ತರ ಅನ್ಯೋನ್ಯತೆಯೊಂದಿಗೆ ಮಾಡಿದ ಕಠಿಣ ಪ್ರಯತ್ನಗಳೊಂದಿಗೆ ಸರ್ಕಾರದ ಆರ್ಥಿಕ ನೆರವು ಸೇರಿದಾಗ ಈ ಅಭಿವೃದ್ಧಿ ಸಾಧ್ಯವಾಯಿತು. ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಪ್ರಗತಿಯ ಹೆಜ್ಜೆಗಳಲ್ಲಿ ನಮಗೆ ಕೈಜೋಡಿಸಿದ ನಿಮ್ಮೆಲ್ಲರಿಗೂ ನಮ್ಮ ಹೃತ್ಪೂರ್ವಕ ನಮನಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ನನ್ನ ಕರ್ತವ್ಯಕ್ಕೆ ಪ್ರವೇಶಿಸುತ್ತಿದ್ದೇನೆ. ಪ್ರಥಮವಾಗಿ ನಮ್ಮ ಸಿರೋ ಮಲಬಾರ್ ಸಭೆಯ ಪರಮಪೂಜ್ಯ ಅಧ್ಯಕ್ಷರಾದ ರಾಫೇಲ್ ತಟ್ಟರ್ ಅವರು 2024 ಜನವರಿ 11ರಂದು ಸಿರೋ ಮಲಬಾರ್ ಕ್ಯಾಥಲಿಕ್ ಸಭೆಯ ಮೇಜರ್ ಆರ್ಚ್ ಬಿಷಪ್ ಆಗಿ ಅಧಿಕಾರ ವಹಿಸಿಕೊಂಡು ಇದೀಗ ಪ್ರಥಮ ಬಾರಿಗೆ ಬೆಳ್ತಂಗಡಿಗೆ ಆಗಮಿಸಿರುವ ಇವರ സാന്നിധ്യവും ನಮಗೆ ಹರ್ಷವನ್ನು ತಂದಿದೆ. അഭിവന്യ നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും നമ്മെ ആശീർവദിക്കുകയും ചെയ്യാനിരിക്കുന്ന അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിന് സ്നേഹോപകാരം സമർപ്പിക്കുന്നതിന് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ബെൽത്തങ്ങടി രൂപതയുടെ മെത്രാൻ അഭിവന്യ ലോറൻസ് മുക്കുഴി പിതാവ് അഭിവന്യ ജോസഫ് പാമ്പളാനി പിതാവ് നമ്മുടെ അധ്യക്ഷനും ഇന്നത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷനുമാണ്. അഭിവന്യ പിതാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെയുണ്ട്. അഭിവന്യ പിതാവിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അഭിവന്യ ജോസഫ് പാംപ്ലാനി പിതാവിന് സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നതിനായി പാസ്റ്ററൽ സെൻട്രൽ ഡയറക്ടർ റെവറൻഡ് ഫാദർ ജോസഫ് മറ്റത്തിലിനെ ക്ഷണിക്കുന്നു. ಶ್ರೀ ಕ್ಷೇತ್ರ ಧರ್ಮಸ್ಥಳ ಧರ್ಮಾಧಿಕಾರಿ ಹಾಗೂ ಭಾರತ
ರಾಜ್ಯಸಭಾ ಸದಸ್ಯರು ಆದ ಪದ್ಮಭೂಷಣ್ ಶ್ರೀ ವೀರೇಂದ್ರ ಹೆಗ್ಗಡೆ ಅವರು ತಮ್ಮ 19ನೇ ವಯಸ್ಸಿನಿಂದ ಶ್ರೀ ಕ್ಷೇತ್ರ ಧರ್ಮಸ್ಥಳದ ಧರ್ಮಾಧಿಕಾರಿಯಾಗಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಿರುವರು. 2022 ಜುಲೈನಿಂದ ಭಾರತದ ರಾಜ್ಯಸಭಾ ಸದಸ್ಯರಾಗಿಯೂ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಿರುವರು. ಇವರ ಬಹುಮುಖ ಸೇವೆಯ ಮೂಲಕ ಹಲವು ಪ್ರಶಸ್ತಿ ಪುರಸ್ಕಾರಗಳನ್ನು ಪಡೆದಿರುತ್ತಾರೆ. ಇಂದಿನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಶುಭ ನುಡಿಗಳನ್ನು ನೀಡಲಿರುವ ಶ್ರೀ ವೀರೇಂದ್ರ ಹೆಗ್ಗಡೆ ಅವರಿಗೆ ಪ್ರೀತಿಯ ಆದರಗಳಿಂದ ಸ್ವಾಗತ ಕೋರುತ್ತೇನೆ. ಪೂಜ್ಯ ಶ್ರೀ ವೀರೇಂದ್ರ ಹೆಗ್ಗಡೆ ಅವರಿಗೆ ಹೂಗುಚ್ಛ ನೀಡಿ ಗೌರವಿಸಲಿದ್ದಾರೆ ಪಾಲನಾ ಸಮಿತಿಯ ಕಾರ್ಯದರ್ಶಿ ಹಾಗೂ ಬೆಳ್ಳಿ ಹಬ್ಬ ಆಚರಣಾ ಸಮಿತಿಯ ಕಾರ್ಯದರ್ಶಿಗಳು ಆದ ವಂದನೀಯ ಫಾದರ್ ಜೋಬಿ ಪುಲ್ಲಾಟ್ ಇವರು. ಬೆಂಗಳೂರಿನ ಮಹಾಧರ್ಮಾಧ್ಯಕ್ಷರಾದ ಪರಮಪೂಜ್ಯ ಪೀಟರ್ ಮಚಾದೋ ಇವರು 2018 ಮೇ 31ರಿಂದ ಬೆಂಗಳೂರಿನ ಮಹಾಧರ್ಮಾಧ್ಯಕ್ಷರಾಗಿ ಅಧಿಕಾರ ವಹಿಸಿಕೊಂಡರು. ಕರ್ನಾಟಕ ಬಿಷಪ್ ಕೌನ್ಸಿಲ್ ಹಾಗೂ ಕರ್ನಾಟಕ ಯುನೈಟೆಡ್ ಫೋರಂ ಅಧ್ಯಕ್ಷರಾದ ಇವರು ಹಲವು ಕಾರ್ಯಗಳ ಒತ್ತಡದ ನಡುವೆಯೂ ಈ ಸಮಾರಂಭಕ್ಕೆ ಆಗಮಿಸಿ ತಮ್ಮ ಅನಿಸಿಕೆಗಳನ್ನು ನೀಡಲಿದ್ದಾರೆ. ಸನ್ಮಾನ್ಯ ಕೆ.ಜೆ. ಜಾರ್ಜ್ ರವರು ಪ್ರಸ್ತುತ ಕರ್ನಾಟಕ ಸರ್ಕಾರದಲ್ಲಿ ಇಂಧನ ಸಚಿವರಾಗಿದ್ದಾರೆ. ಕರ್ನಾಟಕದ ಕ್ರೈಸ್ತ ಸಮಾಜದ ಹೆಮ್ಮೆಯ ನೇತಾರರು. ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಪಂಚ ಗ್ಯಾರಂಟಿಗಳಲ್ಲಿ ಒಂದಾದ ಗೃಹಜ್ಯೋತಿಯನ್ನು ಯಶಸ್ವಿಗೊಳಿಸಿದವರು. ಕರ್ನಾಟಕದ ಹಿಂದಿನ ಹಲವು ಸರ್ಕಾರಗಳಲ್ಲಿ ಉನ್ನತ ಖಾತೆಗಳನ್ನು ವಹಿಸಿದ ಅನುಭವಸ್ಥರು. ಸನ್ಮಾನ್ಯ ಕೆ.ಜೆ. ಜಾರ್ಜ್ ರವರಿಗೆ ಇಲ್ಲಿ ಸೇರಿರುವ ಎಲ್ಲರ ಪರವಾಗಿ ನಾನು ಪ್ರೀತಿಯಿಂದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ശ്രീ കെ.ജെ. ജോർജിന് ബഹുമാനാദരങ്ങൾ നൽകുന്നതിനായി പാസ്റ്ററൽ കൗൺസിൽ അംഗം ശ്രീ 𝐾𝐾 സവിനയം ക്ഷണിക്കുന്നു. ನಮ್ಮ ಬೆಳ್ತಂಗಡಿ ಪ್ರಾಂತ್ಯದ ಧರ್ಮಾಧ್ಯಕ್ಷರಾದ ಪರಮಪೂಜ್ಯ ಲಾರೆನ್ಸ್ ಮುಕ್ಕುಳಿ ಅವರು ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಪ್ರಥಮ ಧರ್ಮಾಧ್ಯಕ್ಷರಾಗಿದ್ದಾರೆ. ಅವರ ಬದುಕು ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಬೆಳವಣಿಗೆಯಲ್ಲಿ ಅವರ ಕಠಿಣ ಪರಿಶ್ರಮ ಕಾರಣವಾಗಿದೆ. ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯವನ್ನು ಮುನ್ನಡೆಸಿ ಇದೀಗ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ರಜತ ಮಹೋತ್ಸವ ಸಂಭ್ರಮದಲ್ಲಿದೆ. ಪೂಜ್ಯ ಧರ್ಮಾಧ್ಯಕ್ಷರಿಗೆ ರಜತ ಮಹೋತ್ಸವ ಸಂಭ್ರಮದ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹಾರ್ದಿಕವಾದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. നമ്മുടെ ഇടയനായ ലോറൻസ് മുക്കുഴി പിതാവിന് നമ്മുടെ സ്നേഹാദരങ്ങളുടെ പ്രതീകമായി പൂച്ചെണ്ട നൽകുന്നതിന് ബഹുമാനപ്പെട്ട ബിനോയ് മാളികയിൽ അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. ಪರಮಪೂಜ್ಯ ಯಾಕೋಬ್ ಮಾರ್ ಎಲಿಯಾಸ್ ಅವರು ಆಗಮಿಸ್ತಾ ಇದ್ದಾರೆ. ಅವರನ್ನು ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. ಮಂಗಳೂರಿನ ಧರ್ಮಾಧ್ಯಕ್ಷರಾದ ಪರಮಪೂಜ್ಯ ಪೀಟರ್ ಪಾಲ್ ಸರ್ದಾನರು ಬಹುಮುಖ ಪ್ರತಿಭೆಯವರು. 2018 ಸೆಪ್ಟೆಂಬರ್ 15ರಿಂದ ಮಂಗಳೂರು ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಧರ್ಮಾಧ್ಯಕ್ಷರಾಗಿ ಅಧಿಕಾರ ವಹಿಸಿಕೊಂಡರು. ನಮ್ಮೊಂದಿಗೆ ನಿಕಟ ಬಾಂಧವ್ಯವನ್ನು ಹೊಂದಿಕೊಂಡಿರುವ ಪೂಜ್ಯರಿಗೆ ಹೃತ್ಪೂರ್ವಕ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. May I request Mr. George TV, Member Pastoral Council, to extend a solemn welcome to His Excellency Most Reverend Peter Paul Saldana.
ಪೂಜ್ಯ 𝐁𝐝 ಮಕಾರಿಯೋಸ್ ಪುತ್ತೂರಿನ ದ್ವಿತೀಯ ಧರ್ಮಾಧ್ಯಕ್ಷರಾಗಿ 2017 ಸೆಪ್ಟೆಂಬರ್ 20ರಂದು ಧರ್ಮಾಧ್ಯಕ್ಷರಾಗಿ ಅಧಿಕಾರ ವಹಿಸಿಕೊಂಡರು. ನಮ್ಮ ಆತ್ಮೀಯರಾಗಿರುವ ಪೂಜ್ಯರಿಗೆ ಅತ್ಯಂತ ಪ್ರೀತಿಯಿಂದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. To extend a gracious welcome to His Excellency, Most Reverend 𝐺𝐵 Makarios, may I invite the Celebration Committee member, Reverend Father Joseph Valukaran. ಶ್ರೀ ಹರೀಶ್ ಪೂಂಜಾ ಬೆಳ್ತಂಗಡಿ ಕ್ಷೇತ್ರದಿಂದ ವಿಧಾನಸಭಾ ಸದಸ್ಯರಾಗಿ 2ನೇ ಬಾರಿ ಆಯ್ಕೆಯಾಗಿರುವ ಇವರು ಬೆಳ್ತಂಗಡಿಯ ಹೆಮ್ಮೆಯ ಪುತ್ರ. ನಮ್ಮೊಂದಿಗಿನ ಉತ್ತಮ ಬಾಂಧವ್ಯವನ್ನು ಇಟ್ಟುಕೊಂಡು ಎಲ್ಲ ಸಹಕಾರಗಳನ್ನು ನೀಡುತ್ತಿರುವ ಪ್ರೀತಿಯ ಶಾಸಕರಿಗೆ ಪ್ರೀತಿಯಿಂದ ಸ್ವಾಗತ ಬಯಸುತ್ತೇನೆ. ನಮ್ಮ ನೆಚ್ಚಿನ ಶಾಸಕರಾದ ಶ್ರೀ ಹರೀಶ್ ಪೂಂಜಾ ಇವರಿಗೆ ಹೂಗುಚ್ಛ ನೀಡಿ ಗೌರವಿಸಲಿದ್ದಾರೆ. ಪಾಲನಾ ಸಮಿತಿಯ ಸದಸ್ಯರಾದ ಶ್ರೀಮತಿ ಸೆಲಿನ್ ಕುಂಬ್ಳಾನಿಕಲ್ ಇವರು. ಶ್ರೀ ಪ್ರತಾಪ್ ಸಿಂಹ ನಾಯಕ್ ಬೆಳ್ತಂಗಡಿಯ ವಿಧಾನ ಪರಿಷತ್ ಸದಸ್ಯರು. ಇವರು ಎಲ್ಲ ರೀತಿಯಲ್ಲೂ ನಮ್ಮ ಸಮಾಜಕ್ಕೆ ಹಲವು ರೀತಿಯ ಕೊಡುಗೆಗಳು ನೀಡಿದ್ದಾರೆ. ಪ್ರೀತಿಯಿಂದ ಅವರಿಗೆ ನಾನು ಸ್ವಾಗತ ಬಯಸುತ್ತೇನೆ. May I request Mr. Binoy Mevada, President, Vincent de Paul Society, to extend warm welcome to Shri Pratap Simha Naik. ಶ್ರೀ ಕೆ ಹರೀಶ್ ಕುಮಾರ್ 2018ರಿಂದ ವಿಧಾನ ಪರಿಷತ್ ಸದಸ್ಯರಾಗಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಿರುವರು. ಇವರು ನಮ್ಮ ಆಪ್ತರಾಗಿದ್ದು ತನ್ನಿಂದ ಆದಷ್ಟು ಸಹಾಯ ಸಹಕಾರಗಳನ್ನು ನಮಗೆ ನೀಡುತ್ತಾ ಬಂದಿದ್ದಾರೆ. ಅವರಿಗೆ ಅತ್ಯಂತ ಪ್ರೀತಿಯಿಂದ ನಾನು ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಶ್ರೀ ಹರೀಶ್ ಕುಮಾರ್ MLC ಇವರಿಗೆ ಹೂಗುಚ್ಛ ನೀಡಿ ಗೌರವಿಸಲಿದ್ದಾರೆ. ಪಾಲನಾ ಸಮಿತಿ ಸದಸ್ಯರಾದ ಶ್ರೀ ಜೇಸನ್ ವೆರ್ನೋರ್ ಇವರು. ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಮಾಜಿ ಮಂತ್ರಿಗಳಾದ ಶ್ರೀ ರಮನಾಥ ಸರ್ ಅವರು ಈಗಾಗಲೇ ನಮ್ಮನ್ನು ಕೂಡಿಕೊಂಡಿದ್ದಾರೆ. ಸರ್, ತಮಗೆ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ವತಿಯಿಂದ ಆತ್ಮೀಯ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ವಸಂತ ಬಂಗೇರ ಮಾಜಿ ಶಾಸಕರು ಬೆಳ್ತಂಗಡಿ 5 ಸಾರಿ ಶಾಸಕರಾದವರು. ನಮ್ಮ ಆಪ್ತರು, ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಯವರನ್ನು ಮತ್ತು ಇತರ ಗಣ್ಯರನ್ನು ಆಹ್ವಾನಿಸುವಲ್ಲಿ ಮುಖ್ಯ ಪಾತ್ರ ವಹಿಸಿದವರು. ಅನಾರೋಗ್ಯದ ಮಧ್ಯೆಯೇ ಕೂಡ ಅವರು ಈ ಕಾರ್ಯಕ್ರಮ ಯಶಸ್ವಿಗಾಗಿ ದುಡಿದಿದ್ದಾರೆ. ಅವರ ಪ್ರೀತಿ ಹಾಗೂ ನಲ್ಮೆಯನ್ನು ಪರಿಗಣಿಸಿ ಅವರ ಅನುಪಸ್ಥಿತಿಯಲ್ಲೂ ಅತ್ಯಂತ ಪ್ರೀತಿಯಿಂದ ಅವರಿಗೆ ನಾನು ಸ್ವಾಗತ ಬಯಸುತ್ತೇನೆ. ಶ್ರೀ ಗಂಗಾಧರ ಗೌಡ ಮಾಜಿ ಮಂತ್ರಿಗಳು ಹಾಗೂ ಬೆಳ್ತಂಗಡಿಯಲ್ಲಿ ನಮ್ಮ ಸಮಾಜಕ್ಕೆ ಸಾಕಷ್ಟು ಸಹಾಯ ನೀಡಿದವರು. ನಮ್ಮ ಆಪ್ತರು ಆಗಿರುವ ಶ್ರೀ ಗಂಗಾಧರ ಗೌಡ ಇವರಿಗೆ ಅತ್ಯಂತ ಪ್ರೀತಿಯಿಂದ ನಾನು ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಇದೀಗ ಶ್ರೀ ಗಂಗಾಧರ ಗೌಡ ಇವರಿಗೆ ಹೂಗುಚ್ಛ ನೀಡಿ ಗೌರವಿಸಲಿದ್ದಾರೆ ಬೆಳ್ಳಿ ಹಬ್ಬ ಆಚರಣಾ ಸಮಿತಿ ಸದಸ್ಯರಾದ ವಂದನೀಯ ಫಾದರ್ ವರ್ಗೀಸ್ ಪುದಿಯರ್ತರವರು. ಶ್ರೀ JR ಲೋಬೋ ಅಧ್ಯಕ್ಷರು ಕ್ರೈಸ್ತ ಅಭಿವೃದ್ಧಿ ಮಂಡಳಿ ಹಾಗೂ ಮಾಜಿ ಶಾಸಕರು ಆಗಿರುವ ನಮ್ಮ ಆಪ್ತರು ಆಗಿರುವ ಶ್ರೀ JR ಲೋಬೋ ಅವರಿಗೆ ಎಲ್ಲರ ಪರವಾಗಿ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. May I request Jewel Pallikunel, HCA representative, to hand over the token of love to Shri JR Lobo.
ಐವನ್ ಡಿಸೂಜ ಮಾಜಿ ವಿಧಾನಸಭಾ ಸದಸ್ಯರು ಹಾಗೂ ನಮ್ಮ ಆಪ್ತರು ಆಗಿರುವ ಇವರಿಗೆ ಎಲ್ಲರ ಪರವಾಗಿ ಪ್ರೀತಿಯಿಂದ ನಾನು ಸ್ವಾಗತ ಬಯಸುತ್ತೇನೆ. May I request Reverend Father Devasya Paikat, Program Committee member, to extend the token of gratitude to Sri Ivan D'Souza. ಶ್ರೀ ಬೆಟ್ಟಿ ನೆಡುಂದಿನ 𝐾𝐝𝐶 ಸಂಘಟನೆಯ ಅಧ್ಯಕ್ಷರಾಗಿದ್ದಾರೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಶ್ರೀ ಸೇವಿಯರ್ ಪಾಲಿಯಲ್ಲಿ AICU ಘಟಕದ ಕರ್ನಾಟಕ ಘಟಕದ ಅಧ್ಯಕ್ಷರಾಗಿದ್ದಾರೆ. ವಂದನೀಯ ಲಾರೆನ್ಸ್ ಪೋನಲ್ ಅವರು ನಮ್ಮ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಚಾನ್ಸಲರ್ ಆಗಿದ್ದಾರೆ. ವಂದನೀಯ ಸಿಸ್ಟರ್ ಡೈಸಿ ಅವರು ಧರ್ಮ ಭಗಿನಿಯರ ಪ್ರತಿನಿಧಿಯಾಗಿ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಶ್ರೀ ಲಿಲ್ಲಿ ಆಂಟನಿ ಮಹಿಳೆಯರ ಪ್ರತಿನಿಧಿಯಾಗಿ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಇವರೆಲ್ಲರಿಗೂ ಪ್ರೀತಿಯಿಂದ ನಾನು ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ശ്രീ ബെറ്റ് നെടുനിലം അവർക്ക് ആദരവ് നൽകുന്നതിനായി പ്രോഗ്രാം കമ്മിറ്റി അംഗമായ ശ്രീ അനൂപ് കുന്നത്തേലിനെ ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് സേവ്യർ പാലേലിനെ പൂച്ചെണ്ട നൽകി സ്വാഗതം ചെയ്യുന്നതിനായി പ്രോഗ്രാം കമ്മിറ്റി അംഗമായ ശ്രീ ജോസ് ബംഗ്ലാലിനെ സാദരം ക്ഷണിക്കുന്നു. ബെൽത്തങ്ങാടി രൂപതയുടെ ചാൻസലറായ ബഹുമാനപ്പെട്ട ലോറൻസ് പൂണോലിൽ അച്ഛനെ സ്വാഗതം ചെയ്യുന്നതിനായി ബ്രദേഴ്സ് റെപ്രസെന്റേറ്റീവ് ബ്രദർ ജോമിൻ കുട്ടിക്കലിനെ സാദരം ക്ഷണിക്കുന്നു. സിസ്റ്റർ ഡെയ്സി FCCക്ക് സ്നേഹോപഹാരം നൽകുന്നതിനായി മാതൃവേദി പ്രസിഡന്റ് ശ്രീമതി മേഴ്സി കാടാശ്ശേരിയെ സാദരം ക്ഷണിക്കുന്നു. തോട്ടപ്പള്ളിയെ സ്വാഗതം ചെയ്യുന്നതിനായി ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രതിനിധി ജസൻ നടുവിലേടത്തിനെ ക്ഷണിക്കുന്നു. ಪೂಜ್ಯ ಯಾಕೋಬ್ ಮಾರ್ ಏಲಿಯಾಸ್ ಮಲಂಗರ ಆರ್ಥೋಡಾಕ್ಸ್ ಚರ್ಚಿನ ಬ್ರಹ್ಮಾವರ ಧರ್ಮ ಪ್ರಾಂತ್ಯ ಧರ್ಮಾಧ್ಯಕ್ಷರಾಗಿದ್ದಾರೆ. ನಮ್ಮ ಆತ್ಮೀಯರಾಗಿರುವ ಪೂಜ್ಯರಿಗೆ ಅತ್ಯಂತ ಪ್ರೀತಿಯಿಂದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಇವರಿಗೆ ಪ್ರೀತಿಯ ಆದರಗಳಿಂದ ನಾವು ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇವೆ. May I request Mr. Sebastian Pokkantadi, member of Pastoral Council, to extend a cordial welcome to Bishop His Grace Jacob Mar Elias. ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಮಾಜಿ ಅರಣ್ಯ ಸಚಿವರಾದ ಸನ್ಮಾನ್ಯ ಶ್ರೀ ರಮನಾಥ ರೈ ಅವರು ನಮ್ಮ ಈ ಸಂಭ್ರಮದಲ್ಲಿ ನಮ್ಮೊಂದಿಗೆ ಸೇರಿಕೊಂಡಿದ್ದಾರೆ. ಸರ್, ತಮ್ಮ ಆಗಮನವು ನಮಗೆ ಅತೀವ ಸಂತೋಷವನ್ನುಂಟು ಮಾಡಿದೆ. ದಯವಿಟ್ಟು ತಾವು ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ವಿನಯಪೂರ್ವಕ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ.
ನಮ್ಮ ಹಿರಿಯ ನಾಯಕರುಗಳಾದ ಶ್ರೀ ರಮಾನಾಥ್ ರೈ ಹಾಗೂ ಶ್ರೀ ವಿನಯ್ ಕುಮಾರ್ ಸೊರಕೆ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಇವರು ನಮ್ಮ ಸಮಾಜಕ್ಕೆ ಸಾಕಷ್ಟು ಕೊಡುಗೆಗಳನ್ನು ನೀಡಿದ್ದಾರೆ. ಅವರಿಗೆ ಬಹಳ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ನಾವು ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇವೆ. ಇದೀಗ ಸನ್ಮಾನ್ಯ ರಮನಾಥ್ ರೈ ಅವರಿಗೆ ಪಾಲನಾ ಸಮಿತಿ ಸದಸ್ಯರಾದ ಜೋಸೆಫ್ ಆಯಾಗುಡಿ ಫಾದರ್ ಅವರು ಹೂಗುಚ್ಛ ನೀಡಿ ಗೌರವಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಬೈಂದೂರು ಮಾಜಿ ವಿಧಾನಸಭಾ ಸದಸ್ಯರಾದ ಶ್ರೀ ಗೋಪಾಲ ಪೂಜಾರಿ ಅವರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಅವರಿಗೆ ನಮ್ಮ ಸಮಾಜಕ್ಕೆ ಸಾಕಷ್ಟು ಬಾಂಧವ್ಯವನ್ನು ಹೊಂದಿರುವ ಅವರಿಗೆ ಪ್ರೀತಿಯಿಂದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ನಮ್ಮ ಈ ಸಮಾರಂಭದಲ್ಲಿ ಆಗಮಿಸಿರುವಂಥ ಧರ್ಮಾಧ್ಯಕ್ಷರುಗಳು ಮುಂಭಾಗದಲ್ಲಿ ಇದ್ದಾರೆ. ಮಂಜುನಾಥ ಭಂಡಾರಿ ಅವರಿಗೆ, ನಮ್ಮ ಆಪ್ತರು ವಿಧಾನ ಪರಿಷತ್ ಸದಸ್ಯರು ಆದ ಶ್ರೀ ಮಂಜುನಾಥ ಭಂಡಾರಿ ಅವರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ನಮ್ಮೊಂದಿಗೆ ಆಪ್ತವಾದ ಬಾಂಧವ್ಯವನ್ನು ಹೊಂದಿರುವ ಶ್ರೀ ಮಂಜುನಾಥ ಭಂಡಾರಿ ಅವರಿಗೆ ಇಲ್ಲಿ ಸೇರುವ ಎಲ್ಲರ ಪರವಾಗಿ ನಾನು ಪ್ರೀತಿ ಆದರಗಳಿಂದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಶ್ರೀ ಮಂಜುನಾಥ ಭಂಡಾರಿ ಅವರಿಗೆ ಹೂಗುಚ್ಛವನ್ನು ನೀಡಿ ಗೌರವಿಸಬೇಕಾಗಿ ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿ ಶ್ರೀ ವಿನಯ್ ಕುಮಾರ್ ಸೊರಕೆ ಅವರು ಆಗಮಿಸಿ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಶ್ರೀ ವಿನಯ್ ಕುಮಾರ್ ಸೊರಕೆ ಅವರಿಗೆ ರಾಜೇಶ್ ಪುದುಚೇರಿ ಹಾಗೂ ವಂದನೀಯ ಫಾದರ್ ಪುದಿಯರ ಇವರು ಹೂಗುಚ್ಛ ನೀಡಿ ಸಹಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಈ ಸಮಾರಂಭದಲ್ಲಿ ಪರಮಪೂಜ್ಯ ಜೆರಾಲ್ಡ್ ಐಸ್ ಗ್ಲೋಬೋ ಧರ್ಮಾಧ್ಯಕ್ಷರು ಉಡುಪಿ, ಪರಮಪೂಜ್ಯ ಹೆನ್ರಿ ಡಿಸೂಜಾ ಧರ್ಮಾಧ್ಯಕ್ಷರು ಬಳ್ಳಾರಿ, ಪರಮಪೂಜ್ಯ ಡೆರಿಕ್ ಫರ್ನಾಂಡಿಸ್ ಧರ್ಮಾಧ್ಯಕ್ಷರು ಬೆಳಗಾವಿ, ಪರಮಪೂಜ್ಯ ಫ್ರಾನ್ಸಿಸ್ ರಾವ್ ಧರ್ಮಾಧ್ಯಕ್ಷರು ಶಿವಮೊಗ್ಗ, ಪರಮಪೂಜ್ಯ ಥೋಮಸಪ್ಪ ಅಂತೋಣಿಸ್ವಾಮಿ ಧರ್ಮಾಧ್ಯಕ್ಷರು ಮಂಗಳೂರು, ಪರಮಪೂಜ್ಯ ಅಲೋಷಿಯಸ್ ಡಿಸೋಜಾ ನಿವೃತ್ತ ಧರ್ಮಾಧ್ಯಕ್ಷರು ಮಂಗಳೂರು, ಪರಮಪೂಜ್ಯ ಕನಿಕದಾಸ್ ವಿಲಿಯಂ, ಪೂಜ್ಯ ಡೊಮಿಂಗ್ ಡಯಸ್ ನಿಯೋಜಿತ ಧರ್ಮಾಧ್ಯಕ್ಷರು ಕಾರವಾರ, ಎಲ್ಲರಿಗೂ ಹಾರ್ದಿಕವಾದಿ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ನಮ್ಮ ಕರೆಗೆ ಹೋಗೊಟ್ಟು ಆಗಮಿಸಿದ ಗಣ್ಯಾತಿ ಗಣ್ಯರು ವೇದಿಕೆಯ ಮುಂಭಾಗದಲ್ಲಿ ಆಸೀನರಾಗಿದ್ದಾರೆ. ಎಲ್ಲರ ಗೌರವ ಉಪಸ್ಥಿತಿಯನ್ನು ನಾವು ಗುರುತಿಸಿದ್ದೇವೆ. ರೆವರೆಂಡ್ ಫಾದರ್ ಟೋಮಿ ಕಲ್ಲಿಕಟ್ ಹಾಗೂ ರೆವರೆಂಡ್ ಫಾದರ್ ಟೋಮಿ ಮಟ್ಟಂ ಇವರ ನೇತೃತ್ವದಲ್ಲಿ ಈ ಎಲ್ಲ ಗಣ್ಯಾತಿ ಗಣ್ಯರಿಗೆ ಫಲಪುಷ್ಪವನ್ನು ನೀಡಿ ಗೌರವಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ. വളരെ പ്രിയങ്കരനായ ജോർജ് വലിയവറ്റം പിതാവ്, നമ്മുടെ അതുപോലെ തന്നെ അഭിവന്യ ജോസഫ് അനുമതിച്ചാടത്ത് പിതാവ് ഭദ്രാവതി രൂപതാധ്യക്ഷൻ, അഭിവന്യ സഭാഷ് ഇടേന്ദ്രത്ത് പിതാവ് മണ്ഡ്യ രൂപതാധ്യക്ഷൻ, അതുപോലെ റമിജൂസ് പിതാവ് താമരശ്ശേരി രൂപതാധ്യക്ഷൻ നമ്മുടെ കൂടെയുണ്ട്. ഇവർക്കെല്ലാവർക്കും
ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ವಿಶೇಷ ಆಹ್ವಾನಿತರಾಗಿ ಆಗಮಿಸಿರುವ ಶ್ರೀ UC ಪೌಲೋಸ್ ಮ್ಯಾನೇಜಿಂಗ್ ಟ್ರಸ್ಟೀಸ್ ಯೂನಾಶ್ರಮ್ ಟ್ರಸ್ಟ್, ಶ್ರೀ ರಕ್ಷಿತ್ ಶಿವರಾಮ್ KPCC ಜನರಲ್ ಸೆಕ್ರೆಟರಿ, ಶ್ರೀ ಜಾನ್ಸನ್ KG ಡೆಪ್ಯೂಟಿ ಸೆಕ್ರೆಟರಿ ಕರ್ನಾಟಕ ಬಿಲ್ಡಿಂಗ್ ಅಂಡ್ ಅದರ್ ಕನ್ಸ್ಟ್ರಕ್ಷನ್ಸ್ ವರ್ಕರ್ಸ್ ವೆಲ್ಫೇರ್ ಬೋರ್ಡ್ ಬೆಂಗಳೂರು, ಶ್ರೀ ಸೈಮನ್ CA ಲೋಕಾಯುಕ್ತ SP, ಶ್ರೀ ಅಂತೋನಿ ಮರಿಯಪ್ಪ DFO, ಶ್ರೀ PP ವರ್ಗೀಸ್ ಮಾಜಿ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಸದಸ್ಯರು, ಶ್ರೀ ಮತ್ತಾಯಿ KS ನಿವೃತ್ತ ಮೂಡಾ ಕಮಿಷನರ್, ಶ್ರೀ ರಾಜೇಶ್ ಪುದುಶೇರಿ DRUCC ದಕ್ಷಿಣ ಪಶ್ಚಿಮ ರೈಲ್ವೆ, ಇವರೆಲ್ಲರಿಗೂ ಬಹಳ ಪ್ರೀತಿಯಿಂದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ವಿಶೇಷವಾಗಿ ಆಹ್ವಾನಿತರಾಗಿರುವ BM ಉಮರ್ ಕುಂಜಿ ಮುಸ್ಲಿಯಾರ್ ನಮ್ಮ ಹಿರಿಯ ನಾಯಕರು ಆಪ್ತರು ಆಗಿದ್ದಾರೆ. ಅದೇ ರೀತಿ KP ಥಾಮಸ್ KPC ಸದಸ್ಯರಾಗಿದ್ದವರು, ಶ್ರೀ ಸಭಾಷನ್ KK ಮಾಜಿ ಕರ್ನಾಟಕ ಕೃಷಿ ಅಭಿವೃದ್ಧಿ ಸಮಿತಿ ಸದಸ್ಯರು, ಇವರಿಗೆ ಪ್ರೀತಿಯ ಆದರಗಳಿಂದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ನಮ್ಮ ಪಟ್ಟಣ ಪಂಚಾಯತ್ ಈ ವಾರ್ಡುಗಳ ನೇತಾರರಾಗಿರುವ ಶ್ರೀ ಜಗದೀಶ್ ಹಾಗೂ ಜನಾರ್ದನ ಕುಲಾಲ್ ಇವರು ಬೆಳ್ತಂಗಡಿ, ಇವರ ಮುಖಾಂತರ ಬೆಳ್ತಂಗಡಿ ಪಂಚಾಯತಿನಿಂದ ಹಲವು ಸೌಲಭ್ಯಗಳು ನಮಗೆ ದೊರೆತಿದೆ. ನಮಗೆ ಕಿರು ಸೇತುವೆ ಅದು ಡಾಮರೀಕರಣ ಎಲ್ಲ ಅಚ್ಚುಕಟ್ಟಾಗಿ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. ಅವರ ಸಹಕಾರ ಯಾವಾಗಲೂ ನಮ್ಮೊಂದಿಗಿದೆ. ಅವರಿಗೆ ನಾವು ಬೆಳ್ತಂಗಡಿ ಪಟ್ಟಣ ಪಂಚಾಯತ್ನ ಎಲ್ಲರಿಗೆ ಗೌರವವನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಅವರಿಗೆ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಶ್ರೀ ಜೋಯ್ ಚುಡಿಗುಂದೇಲ್ ಮಾಳಚೌಕಿ ಹಾಗೂ ಅವರ ಕುಟುಂಬಸ್ಥರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಓರಿಯೆಂಟಲ್ ಗ್ರಾನೈಟ್ಸ್ ಅಂಡ್ ಪ್ರೆಷರೈಸ್ ಕಾರ್ಕಳ ಇವರು ನಮ್ಮ ಉದಾರ ದಾನಿಗಳು. ಇಂದಿನ ಪ್ರೀತಿಯ ಔತಣದ ಈ ದಿನದ ಆಹಾರದ ಎಲ್ಲ ಜವಾಬ್ದಾರಿಯನ್ನು ವಹಿಸಿಕೊಂಡಿದ್ದಾರೆ. ಅವರ ಪ್ರೀತಿಗೆ ಅವರ ಕುಟುಂಬಸ್ಥರಿಗೆ ಎಲ್ಲರಿಗೂ ಪ್ರೀತಿ ಆದರಗಳಿಂದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಇಂದಿನ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಉದಾರವಾಗಿ ದಾನಿಗಳಾಗಿ ಸಂಭಾವನೆಗಳ ಮೂಲಕ ಸ್ಮರಣಿಕೆಯಲ್ಲಿ ಅಭಿನಂದನಾ ಜಾಗೃತಿಗಳ ಮೂಲಕ ಸಹಕರಿಸಿ ಎಲ್ಲರಿಗೂ, ಅದೇ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆಯ ಮೂಲಕ ಈ ಕಾರ್ಯಕ್ರಮದ ಯಶಸ್ಸಿಗೆ ಪರಿಶ್ರಮಿಸಿದ ಎಲ್ಲರಿಗೂ ನಾನು ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಅದೇ ರೀತಿ ಪೂಜ್ಯ ಧರ್ಮಾಧ್ಯಕ್ಷ ಕುಟುಂಬಸ್ಥರು, ಅವರ ಊರಿನಿಂದ ಬಂದವರು ವಿಲಿಯಂ ಲಸರಾದು, KR ಗಂಗಾಧರಗೌಡ, ದಿವಾಕರ್ ರೈ, ME ಸದಾಶಿವ, ಹೀಗೆ ಹಲವರು ಧರ್ಮಾಧ್ಯಕ್ಷರ ಆತ್ಮೀಯ ಒಡನಾಟದಲ್ಲಿರುವ ಸತೀಶ್ ಅರಾನ, ಡಾಕ್ಟರ್ ತಂಗಂ, ಡಾಕ್ಟರ್ BC ಜೋಸಫ್, ಶ್ರೀಮತಿ ಜಸೀದ್, ಇವರೆಲ್ಲರಿಗೂ ಪ್ರೀತಿಯಿಂದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಚುನಾಯಿತ ಜನಪ್ರತಿನಿಧಿಗಳು, ರಾಜಕೀಯ ಮುಖಂಡರುಗಳು, ವಿವಿಧ ಸಂಘ ಸಂಘಟನೆಗಳ ಮುಖ್ಯಸ್ಥರುಗಳು, ಮಾಧ್ಯಮ ಪ್ರತಿನಿಧಿಗಳು, ಮಾನ್ಯ ವಿವಿಧ ಕ್ಷೇತ್ರಗಳ ಸರ್ಕಾರಿ ಕ್ಷೇತ್ರಗಳ ಮುಖ್ಯಸ್ಥರು, ಅವರ ಸಿಬ್ಬಂದಿ ವರ್ಗದವರು, ಪೊಲೀಸ್ ಇಲಾಖೆಯವರು, ವಿಶೇಷವಾಗಿ ನಮ್ಮ ಜಿಲ್ಲಾ SP ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲಾಧಿಕಾರಿಗಳು, AC ಪೊಲೀಸ್ ಕಮಿಷನರ್, SP DSP ಬೆಳ್ತಂಗಡಿ ಎಲ್ಲ ಪೊಲೀಸ್ ವೃಂದದವರು, ತಹಸೀಲ್ದಾರ್ ಹಾಗೂ ಜುಡಿಷಿಯಲ್ ಅಥಾರಿಟೀಸ್, ಅಡಿಷನಲ್ ಜಡ್ಜಸ್, ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್, ಪೊಲೀಸ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಆಫ್ ಪೊಲೀಸ್, ಟ್ರಾಫಿಕ್ ಕಂಟ್ರೋಲ್ ಸೆಕ್ಷನ್ ಪೊಲೀಸ್, ಟೌನ್ ತಾಲೂಕು ಪಂಚಾಯತ್, ಗ್ರಾಮ ಪಂಚಾಯತ್, ಹೆಲ್ತ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್, ಎಲೆಕ್ಟ್ರಿಸಿಟಿ ಬೋರ್ಡ್, ಟೆಲಿಫೋನ್ ಎಲ್ಲರಿಗೂ ಪ್ರೀತಿಯಿಂದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಇಂದಿನ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಧರ್ಮಗುರುಗಳಾಗಿ ಹಲವು ಧರ್ಮ ಪ್ರಾಂತ್ಯಗಳಿಂದ ವಿಕಾರ್ ಜನರಲ್ಸ್, ಹಲವು ಧಾರ್ಮಿಕ ಸಂಸ್ಥೆಗಳಿಂದ ಪ್ರೊವಿನ್ಷಿಯಲ್ಸ್, ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಸ್ಥಾಪನೆಯ ಮೊದಲು ಹಾಗೂ ನಂತರ ಸೇವೆ ಸಲ್ಲಿಸಿದವರು, ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಗುರುಗಳು ಇತರೆಡೆ ಸೇವೆ ಸಲ್ಲಿಸಿರುವವರು, ನಮ್ಮ ಅತ್ಯಂತ ಪ್ರೀತಿಯ ಫಾದರ್ ಜೋಸಫ್ ಕುಂದಲ್ರವರು, ಮಂಗಳೂರು ಧರ್ಮ ಪ್ರಾಂತ್ಯದಿಂದ ಆಗಮಿಸಿರುವ ಹಲವು ಧರ್ಮಗುರುಗಳವರು, ವಿಶೇಷವಾಗಿ ಬೆಳ್ತಂಗಡಿ ವರಾಡೋ ಪ್ರಧಾನ ಗುರುಗಳಾದ ವಂದನೀಯ ಫಾದರ್ ನೀವೆಲ್ಲೋ ಹಾಗೂ ಎಲ್ಲ ಧರ್ಮಗುರುರವರು, ಫಾದರ್ ಟೋನಿ ಬೆಂಗಳೂರು ಸೆಂಟ್ ಜಾನ್ಸ್ ಮೆಡಿಕಲ್ ಕಾಲೇಜ್, ಇವರಿಗೆಲ್ಲರಿಗೂ ನಾನು ಪ್ರೀತಿ ಆದರಗಳಿಂದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ.
ಅದೇ ರೀತಿ ಇಂದಿನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಕ್ರೋಸ್ ವತಿಯಿಂದ ಪ್ರಾಂತೀಯ ಪಾಲನಾ ಸಮಿತಿಯ ಸದಸ್ಯರಾಗಿ ಅದರ ನೇತೃತ್ವದ ಎಲ್ಲ ಕಾರ್ಯದರ್ಶಿಗಳು ಇಲ್ಲಿ ಆಗಮಿಸಿದ್ದಾರೆ. ಅವರೆಲ್ಲರಿಗೂ ನಾನು ಪ್ರೀತಿಯಿಂದ ವಿಶೇಷವಾಗಿ ಶ್ರೀಮತಿ ಕ್ಲಾರಾ ಫರ್ನಾಂಡಿಸ್ ಅವರಿಗೆ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಇಂದಿನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಹಲವು ಧರ್ಮ ಭಗಿನಿಯರು ಸಿಸ್ಟರ್ಸ್ ಪ್ರೊವಿನ್ಷಿಯಲ್ಸ್ ಇದ್ದಾರೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಸ್ಥಾಪನೆ ಮೊದಲಿನಿಂದ ಇಲ್ಲಿ ಸೇವನೆ ಸಲ್ಲಿಸುವವರಿದ್ದಾರೆ. ಈ ಧರ್ಮಕ್ಷೇತ್ರದ ಬೆಳವಣಿಗೆಯಲ್ಲಿ ಅವರು ಹಲವಾರು ಕೊಡುಗೆಗಳು ನೀಡಿದ್ದಾರೆ. ಅವರೆಲ್ಲರಿಗೂ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಪಾಲನಾ ಸಮಿತಿ ಸದಸ್ಯರು, ಸೌಹಾರ್ದ ವೇದಿಕೆ ಸದಸ್ಯರಾದ ಶ್ರೀ ಶ್ರೀಧರ್ ಬೀಡೆ, ಶ್ರೀ ವಿಠಲ್ ಶೆಟ್ಟಿ, ಶ್ರೀನಾಥ್, ಶ್ರೀ ಗುರು, ಶ್ರೀ ಕಾಸಿಂ, ಉಮರ್ ಕುಂಜಿ, ಶ್ರೀ ಆನಂದ ಭಟ್ ಮುಂತಾದ ಎಲ್ಲ ಸದಸ್ಯರಿಗೆ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಈ ಜೂಬಿಲಿ ಆಚರಣೆಯು ಯಶಸ್ಸುಗೊಳ್ಳಬೇಕಾದರೆ ಇದಕ್ಕಾಗಿ ರೂಪಿಸಲಾದ ವಿವಿಧ ಕಮಿಟಿಗಳ ಸಂಯೋಜಕರು ಹಾಗೂ ಸದಸ್ಯರು ಕಠಿಣವಾಗಿ ದುಡಿದಿದ್ದಾರೆ. ಅವರೆಲ್ಲರಿಗೂ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತೇನೆ. ಈ ದಿನದ ಎಲ್ಲ ವ್ಯವಸ್ಥೆಗಳು, ಸ್ಟೇಜ್ ಅಂಡ್ ಪಂಡಾಲ್, ದೇಶ ಅರೇಂಜಸ್, ಲೈಟ್ ಅಂಡ್ ಸೌಂಡ್ಸ್ ಅಭಿಲಾಷ್ ಕಾಯರ್ದುರ್ಗ, ಆಹಾರ ವ್ಯವಸ್ಥೆ ಡೈಲಿ ಬ್ರೆಡ್ ನೆಲ್ಲಿಯಾಡಿ, ಫ್ಲೈವರ್ಸ್ ನೆಲ್ಲಿಯಾಡಿ, ರೂಪಾ ಗುರುವಾನಿಕೆರೆ, ಇವರಿಗೆಲ್ಲರಿಗೂ ಈ ಕಾರ್ಯಕ್ರಮದ ಯಶಸ್ಸಿಗೆ ದುಡಿದ ಎಲ್ಲರಿಗೂ ಕೂಡ ಪ್ರೀತಿಯಿಂದ ನಾನು ಸ್ವಾಗತವನ್ನು ವಹಿಸುತ್ತೇನೆ. ಈ ಕಾರ್ಯಕ್ರಮ ಯಶಸ್ಸುಗೊಳ್ಳಬೇಕಾದರೆ ವಿವಿಧ ಧರ್ಮ ಕೇಂದ್ರಗಳಿಂದ ಆಗಮಿಸಿರುವ ಭಕ್ತಾದಿಗಳು ಬೆಳ್ತಂಗಡಿ, ಮಂಗಳೂರು, ಪುತ್ತೂರು ಹಾಗೂ ಕ್ರೈಸ್ತ ಬಾಂಧವ್ಯವನ್ನು ಹೊಂದಿರುವ ಎಲ್ಲರೂ ಇಲ್ಲಿ ಸೇರಿದ್ದಾರೆ. ಅವರೆಲ್ಲರಿಗೂ ನಾನು ಪ್ರೀತಿ ಆದರಗಳಿಂದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಇಲ್ಲಿಗೆ ಆಗಮಿಸಲು ಯಾರಾದರೂ ಹೆಸರು ಬಿಟ್ಟು ಹೋದರೆ ದಯವಿಟ್ಟು ಅವರನ್ನು ಕ್ಷಮಿಸಿ, ನನ್ನನ್ನು ಕ್ಷಮಿಸಿ. ಇಲ್ಲಿ ಬಂದಿರುವ ಎಲ್ಲರನ್ನು ಬಹಳ ಪ್ರೀತಿಯಿಂದ ನೀವೆಲ್ಲರೂ ಒಂದು ಸೇರಿದ ಕಾರಣ ಈ ಜೂಬಿಲಿ ಆಚರಣೆಯು ಸಂಭ್ರಮವಾಗಿದೆ. ಈ ಸಂಭ್ರಮಕ್ಕೆ ನೀವೆಲ್ಲ ಕೈ ಜೋಡಿಸಿದಿರಿ. ನಿಮ್ಮೆಲ್ಲರನ್ನು ಪ್ರೀತಿ ಆದರಗಳಿಂದ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಈ ಜೂಬಿಲಿ ಆಚರಣೆ ಮುಖಾಂತರ ದೇವರಿಗೆ ಮಹಿಮೆಯಾಗಲಿ ಎಂದು ಹೇಳುತ್ತಾ ಸ್ವಾಗತ ಭಾಷಣವನ್ನು ಕೊನೆಗೊಳಿಸುತ್ತೇನೆ. ನಮಸ್ಕಾರಗಳು. ಕೆಪಿಸಿಸಿ ಕಾರ್ಯದರ್ಶಿಗಳಾದ ರಕ್ಷಿತ್ ಶಿವರಾಮ್ ಇವರು ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಸರ್, ತಮಗೆ ಎಲ್ಲರ ಪರವಾಗಿ ಆತ್ಮೀಯ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. ബെൽത്തങ്ങടി രൂപതയുടെ വികാരി ജനറലും രജത ജൂബിലി ആഘോഷങ്ങളുടെ ജനറൽ കൺവീനറുമായ വലിയപറമ്പിൽ അച്ഛനും ഏവരുടെയും പേരിൽ സ്വാഗതം അരുളുന്നതിന് റെവറൻ സിസ്റ്റർ സ്റ്റെല്ല റോസ് SHനെ സാദരം ക്ഷണിക്കുന്നു. അതിലുപരി നിറഞ്ഞ സദസ്സിനെയും ഏറെ കാര്യക്ഷമതയോടെയും വീഴ്ച കൂടാതെയും സ്വാഗതം ചെയ്ത മോൺസിഞ്ഞർ ജോസഫ് വലിയപറമ്പിൽ അച്ഛന് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. His Holiness Pope Francis has sent his prayerful wishes and greetings for the Silver Jubilee celebrations of the Diocese of to read the papal blessing. His Holiness Pope Francis sends greetings of good wishes to the Most Reverend Lawrence Mukkuzhy and to the clergy, religious and lay faithful of the Diocese of Belthangady as they mark the happy occasion of the 25th anniversary of his founding. His Holiness prays that this celebration will be an occasion for the people of the local church to open their hearts to spiritual renewal and to grow in zeal for spreading the gospel. Entrusting all in the diocese to the loving intercession of the Mary, Mother of the Church, the Holy Father cordially imparts his blessing as a pledge of abundant joy in our Lord Jesus Christ. Pope Francis from the Vatican, 4th of February 2024. Thank you. Thank you, Father. മലയിൽ ഉയർന്ന ദീപം മറഞ്ഞിരിക്കില്ല. അതേവർക്കും പ്രകാശം നൽകുകയും വഴികാട്ടിയാവുകയും ചെയ്യും. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ആർഷഭാരത സംസ്കാരത്തിൽ ഋഷിമാർ ഇങ്ങനെ പ്രാർത്ഥിച്ചു: തമസോമ ജ്യോതിർഗമയ,
അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് ദീപം തെളിയിച്ച് രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി മുഖ്യാതിഥിയായ അഭിവന്യ റാഫേൽ പിതാവിനെ ಸವಿನಯಂ ಕ್ಷಣಿക്കുന്നു. ಜ್ಞಾನದ ಬೆಳಕು ನಮ್ಮನ್ನು ಆವರಿಸಲಿ, ಪ್ರಭು ಕ್ರಿಸ್ತನ ಪ್ರೀತಿಯಿಂದ ಪ್ರಜ್ವಲಿಸಲಿ, ಸಂಸ್ಕೃತಿಯ ಮೆರಗನ್ನು ಸೂಚಿಸುವ ದೀಪವನ್ನು ಬೆಳಗಿಸಿ. ಉದ್ಘಾಟನೆ ಪರಮ ಪೂಜ್ಯ ರಾಫೇಲ್ ತಟ್ಲ್ ಬಿಷಪ್ ಅವರಿಂದ. ಕರ್ನಾಟಕ ಪಬ್ಲಿಕ್ ಕಮಿಷನ್ ಇದರ ಮೆಂಬರ್ ಆಗಿರುವಂತಹ ಶ್ರೀ ರೊನಾಲ್ಡ್ ಫರ್ನಾಂಡಿಸ್ ಸರ್, ತಮ್ಮ ಉಪಸ್ಥಿತಿಯನ್ನು ನಾವು ಗುರುತಿಸಿದ್ದೇವೆ. ತಮಗೆ ಆತ್ಮೀಯ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಅರಣ್ಯ ಇಲಾಖೆಯಲ್ಲಿ ಎಸಿಫ್ ಆಗಿರುವಂತಹ ಕ್ಲಿಫರ್ಡ್ ಲೋಬೋ ಸರ್, ತಮ್ಮ ಉಪಸ್ಥಿತಿಯನ್ನು ಕೂಡ ನಾವು ಗೌರವಪೂರ್ವಕ ಗುರುತಿಸಿದ್ದೇವೆ. ತಮಗೂ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಪರವಾಗಿ ಆತ್ಮೀಯ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ് ഏറെ ജനപ്രിയനും നമുക്ക് ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യക്ഷ രൂപവുമാണ്. അഭിവന്യ പിതാവിന്റെ അനുഗ്രഹ വചസ്സുകൾക്കായി നമുക്ക് കാതോർക്കാം. Please permit me to avoid addressing each VIP guest. All the respected, most honorable I would like to make my intervention very brief because I had delivered the homily during the spiritual celebration of the Holy Eucharist. Holy Father Pope Francis has beautifully sent his paternal message to the Diocese of Belthangady. And Holy Father has expressed his desire that our celebration shall be an opportunity to make our option for the poor. And I would like to call your attention what has been said by Dr. S. Radhakrishnan. Dr. S. Radhakrishnan said, I do not know anything about Christianity except the story of the Good Samaritan in the Bible. And I think that story tells a lot. And this Jubilee celebration is to express our gratitude to Lord for what has been done by the Lord through the Diocese of Belthangady. First of all,
I would like to thank on behalf of the Syro Malabar Church for the people in Karnataka who have accepted these Syro Malabar migrants from Kerala to your heart and to your land. Thank you very much. Now they are not Malayalis. They have become part and parcel of Karnataka. And I would assure you that the Belthangady Diocese, a Christian community of the Syro Malabar Rite, make this opportunity of silver jubilee of the erection of the diocese our commitment again for the poor and the marginalized. We don't have any other option. We will be doing all the best and possible, the best maximum in our capacity to show our concern and care for the people in the margins and people in the borders. And Bishop Lawrence and the whole core team of Diocese of Belthangady will do their best to make this jubilee memorable by showing our core commitment and dedication for bringing the people in the borders, in the margins, to the forefront by our educational institutions, by our health services, by our social services. And this commitment I publicly express to you all, being the father and head of the Syro Malabar Church. And this jubilee is not a celebration of solemnities of luxury. Rather, it is an expression to our commitment for the poor and the marginalized. With these words, I, most humble servant of the Lord, declare this Jubilee celebration meeting inaugurated. Thank you very much. Thank you, His Beatitude, Most Reverend Raphael Tuttil, for the words of blessing. അടുത്തതായി നമ്മുടെ ഇടയനായ ലോറൻസ് മുക്കുഴി പിതാവിനെ ആദരിക്കുന്ന നിമിഷങ്ങളാണ്. പ്രാർത്ഥനയോടെയും ആശംസകളോടെയും നമുക്ക് ഈ ചടങ്ങിലേക്ക് കടക്കാം. അഭിവന്യ ലോറൻസ് മുക്കുഴി പിതാവിനെ ആദരിക്കുന്നതിനായി ഹിസ് ബിയാറ്റിറ്റ്യൂഡ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിനെ സാദരം ക്ഷണിക്കുന്നു. ಇದೀಗ ಪರಮ ಪೂಜ್ಯ ಧರ್ಮಾಧ್ಯಕ್ಷರು ನಮ್ಮ ನೆಚ್ಚಿನ ಲಾರೆನ್ಸ್ ಮುಕ್ಕುಳಿ ಬಿಷಪರಿಗೆ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ. ಈ ಕಾರ್ಯವನ್ನು ಮೇಜರ್ ಆರ್ಚ್ ಬಿಷಪ್ ಪರಮ ಪೂಜ್ಯ ರಾಫೇಲ್ ತಟ್ಟಿಲ್ ಅವರು ನಿರ್ವಹಿಸಿಕೊಡಲಿದ್ದಾರೆ. ബെൽത്തങ്ങാടി രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ മാർ ലോറൻസ് മുക്കുഴി 1951 ഓഗസ്റ്റ് മാസം 31 ശ്രീ തോമസ് മുക്കുഴി ശ്രീമതി റോസ ദമ്പതിമാരുടെ 7ാമത്തെ പുത്രനായി ദക്ഷിണ കന്നഡയിലെ ഹൊസമട്ട എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ആരൻതോട്, സുള്ളിയ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വൈദിക പഠനത്തിനായി തലശ്ശേരി സെന്റ് ജോസഫ് മൈനർ സെമിനാരിയിൽ ചേർന്നു. തുടർന്ന് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് തിയോളജി, ഫിലോസഫി പഠനങ്ങൾ പൂർത്തിയാക്കി. 1978 ഡിസംബർ മാസം 27 ബിഷപ്പ് സെബാസ്റ്റ്യൻ വെള്ളോപ്പള്ളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വൈദിക പട്ടം സ്വീകരിച്ചു. ശേഷം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. പൗരോഹിത്യം സ്വീകരിച്ച് ഉടനെ സഹവൈദികനായി പ്രഥമ ശുശ്രൂഷ ആരംഭിച്ചതിനെ തുടർന്ന് ഗണ്ടിബാഗിലു, കുത്രപ്പാടി, ഗുത്തിഗാർ, ബെൽത്തങ്ങടി, മുണ്ടാജെ, മാളച്ചൌക്കി, ചന്ദനക്കാംപാറ, മംഗലാപുരം എന്നിവിടങ്ങളിൽ ഇടവക വികാരിയായി സേവനമനുഷ്ഠിച്ചു. 1994-97 കാലഘട്ടത്തിൽ മംഗലാപുരം സെന്റ് അൽഫോൺസ വികാരിയായി സേവനമനുഷ്ഠിക്കുമ്പോൾ തന്നെ ദക്ഷിണ കന്നഡ മിഷൻ എപ്പിസ്കോപ്പൽ വികാരിയായി നിയമിതനായി. തുടർന്ന് പല സഭാ പദവികളും പിതാവിനെ തേടിയെത്തി. ആർച്ച് ഡയോസിസ് കൺസൾട്ടർ, പാസ്റ്ററൽ ആൻഡ് പ്രസ്ബിറ്റേറ്ററൽ കൗൺസിൽ മെമ്പർ, പ്രസിഡന്റ് ഓഫ് കർണാടക കാത്തോലിക് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി, കൂടാതെ റൂറൽ ഡെവലപ്മെന്റ് പ്രസിഡന്റ് എന്നീ പദവികൾ അലങ്കരിച്ചു.
1999 ഏപ്രിൽ മാസം 24-ാം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രിയ പിതാവിനെ ബെൽത്തങ്ങടി രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമിച്ചു. 1999 ഓഗസ്റ്റ് മാസം 4-ാം തീയതി വർക്കി വിധേയത്തിൽ പിതാവിന്റെ കൈവപ്പ് വഴി മാർ ലോറൻസ് പിതാവ് മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ഇന്നും സീറോ മലബാർ സഭാ പ്രവർത്തനങ്ങളിൽ പിതാവ് സജീവ സാന്നിധ്യമാണ്. ചെയർമാൻ ഓഫ് സീറോ മലബാർ ചർച്ച് സിനഡൽ കമ്മീഷൻ ഫോർ വൊക്കേഷൻ ആൻഡ് മെമ്പർ ഓഫ് സിനഡൽ കമ്മീഷൻ ഫോർ കാറ്റഗിസിസ്, ചെയർമാൻ ഓഫ് 𝐾𝐝𝐯𝐵C കമ്മീഷൻ ഫോർ എക്യൂമിനിസം ആൻഡ് ഇന്റർ റിലീജിയസ് ഡയലോഗ്, കൂടാതെ എപ്പിസ്കോപ്പൽ അഡ്വൈസർ ഓഫ് കർണാടക റീജിയണൽ സർവീസ് കമ്മ്യൂണിയൻ, മാത്രമല്ല NBCLC അംഗമായും സേവനം അനുഷ്ഠിച്ചു വരുന്നു. സേവനവും ലാളിത്യവും മുഖമുദ്രയാക്കിയ പ്രിയ പിതാവിന്റെ ജൂബിലി വർഷത്തിൽ പിതാവ് സീറോ മലബാർ സഭയ്ക്കും പ്രത്യേകിച്ച് ബെൽത്തങ്ങടി രൂപതയ്ക്കും ചെയ്ത സ്തുത്യർഹമായ സേവനങ്ങളെ സ്നേഹത്തോടെ സ്മരിക്കുകയും തുടർന്നുള്ള അങ്ങയുടെ ആത്മീയ യാത്രയ്ക്ക് എല്ലാ പ്രാർത്ഥനാശംസകളും നേരുകയും ചെയ്യുന്നു. Hearty congratulations to our beloved shepherd, His Excellency Most Reverend Lawrence Mukkuzhy, for the silver jubilee of the episcopal ordination. ಇದೀಗ ಶ್ರೀ ಕ್ಷೇತ್ರ ಧರ್ಮಸ್ಥಳ ಧರ್ಮಾಧಿಕಾರಿ ರಾಜ್ಯಸಭಾ ಸದಸ್ಯರು ಪೂಜ್ಯ ರಾಜರ್ಷಿ ಡಾಕ್ಟರ್ ಡಿ ವೀರೇಂದ್ರ ಹೆಗ್ಗಡೆ ಅವರು ತಮ್ಮ ಬಿಡುವಿಲ್ಲದ ಸಮಯದಲ್ಲೂ ಪರಮ ಪೂಜ್ಯರೊಂದಿಗೆ ಅಭಿಮಾನದಿಂದ ಈ ಧರ್ಮ ಪ್ರಾಂತಿಗೊಂದಿನ ಪ್ರೀತಿಯಿಂದ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಪರಮ ಪೂಜ್ಯರಿಂದ ಈಗ ಶುಭ ನುಡಿ. ನಮ್ಮ ಕ್ಷೇತ್ರದ ಶ್ರೀ ಮಂಜುನಾಥ ಸ್ವಾಮಿಯನ್ನು ಪ್ರಾರ್ಥಿಸಿ ಸರ್ವಶಕ್ತನಾದಂಥ ಭಗವಂತನನ್ನು ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ಸ್ಮರಿಸಿ, ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವಂಥ ಗೌರವಾನ್ವಿತರಾದಂಥ ಮೇಜರ್ ಆರ್ಚ್ ಬಿಷಪ್ ಅವರೇ ಮತ್ತು ಇತರ ಎಲ್ಲ ಇಲ್ಲಿ ಪೂಜ್ಯರೇ, ನನ್ನ ಇಲ್ಲಿ ಜೊತೆಯಲ್ಲಿರುವಂಥ ಎಲ್ಲ ಸಚಿವರೇ ಮತ್ತು ಶಾಸಕರೇ, ಆಗಮಿಸಿರುವಂಥ ಎಲ್ಲ ಮಹನೀಯರೇ, ಮಹಿಳೆಯರೇ, ನಾನು ಸೈಂಟ್ ಜೋಸೆಫ್ ಸ್ಕೂಲ್ನಲ್ಲಿ ಬೆಂಗಳೂರಿನಲ್ಲಿ ಅಧ್ಯಯನ ಮಾಡಿದ್ರಿಂದ ನಾನು ಆಮೇಲೆ ಜೋಸಫೈಟ್ ಅಂತ ಹೇಳಿಕೊಳ್ಳಿಕ್ಕೆ ನನಗೆ ತುಂಬ ಸಂತೋಷ ಆಗ್ತಾ ಇದೆ. ನನಗೆ ಇಬ್ಬರು ಗುರುಗಳಿದ್ದರು. ಒಬ್ಬರು ಜೆ ಕೊಯ್ಲು, ಮತ್ತೊಬ್ಬರು ಎಸ್ ಕೊಯ್ಲು. ಜೆ ಕೊಯ್ಲು ಅಂತಂದರೆ ಜೇಮ್ಸ್ ಕೊಯ್ಲು, ಎಸ್ ಕೊಯ್ಲು ಅಂತಂದರೆ ಅವರು ವೇಣೂರಿನಲ್ಲಿದ್ದರು. ನನಗೆ ಭಾಳ ಅವರು ಪ್ರೀತಿ ಮಾಡ್ತಾಯಿದ್ರು. ನಾನು ಯಾವಾಗಾದರೂ ಇಂಗ್ಲೀಷ್ ಮಾತಾಡೋ ತಪ್ಪಿದರೂ ಸರಿಪಡಿಸ್ತಾಯಿದ್ರು. ನಾನು ಒಂದು ದಿವಸ ಕಾಲಿ ಗಾಯ ಆಗಿತ್ತು, ಹೋಗಿ ಹೇಳಿದೆ, ಫಾದರ್ ಐ ಗಾಟ್ ಸಮ್ ವೂಂಡ್ ಅಂತ. ವಾಟ್ ಹ್ಯಾಪನ್? ಐ ಫೆಲ್ ಡೌನ್ ಅಂದರೆ, ಹಾಗೆ ಹೇಳಬೇಡ, ಫೆಲ್ ಡೌನ್ ಅಂದರೆ ಕೆಳಗೆ ಬೀಳಿದ ಮೇಲೆ ಬೀಳಲಿಕ್ಕೆ ಆಗ್ತದೆ. ಡೋಂಟ್ ಸೇ ಐ ಓನ್ಲಿ ಫೆಲ್, ಡೋಂಟ್ ಸೇ ಐ ಫೆಲ್ ಡೌನ್ ಅಂತ. ಆಯಿತು ಫಾದರ್ ಅಂದ. ಆಮೇಲೆ ಅವರು ಹೇಳಿದ್ರು ಕ್ಲಾಸಿಗೆ ಬಂದು, ರೆಸ್ಟೋರೆಂಟ್ ಅಂತ ಅಂದರೆ ತಪ್ಪು, ರೆಸ್ಟೋರಾ ಅಂತ ಹೇಳಬೇಕು ಅಂತ. ಅನೇಕ ವಿಧದಲ್ಲಿ ನನ್ನನ್ನು ತಿದ್ದಿದ್ರು. ಅವರ ಕೊನೆಗೆ ಅವರು ಎಡಿಟ್ ಹೌಸ್ ಮಂಗಳೂರಿನಲ್ಲಿ ಎಡಿಟ್ ಹೋಮ್ನಲ್ಲಿದ್ದರು. ಅಲ್ಲಿಂದ ಕಾಗದ ಬರೀತಾಯಿದ್ರು, ಇವರಿಗೆ ಸಹಾಯ ಮಾಡು ಏನಾದರೂ ಅಂತ ಇದ್ದರೆ ಕಾಗದ ಬರುವಾಗ ಕೊನೆಯಲ್ಲಿ ಒಂದು ವಾಕ್ಯ ಬರೀತಿದ್ರು, ಐ ಹ್ಯಾವ್ ನಾಟ್ ರಿಸೀವ್ಡ್ ಎ ಕಾಲ್ ಫ್ರಮ್ ದಿ ಡಿವಿನಿಟಿ ಎಟ್ ಅಂತ. ಅಂದರೆ ಮೇಲಿಂದ ನನಗಿನ್ನೂ ಕರೆ ಬಂದಿಲ್ಲ ದೇವರಿಂದ ಅಂತ ಅವರು ಕಾಗದದಲ್ಲಿ ಸೇರಿಸಿದ್ರು. ಐ ಹ್ಯಾವ್ ನಾಟ್ ಎಟ್ ರಿಸೀವ್ಡ್ ದಿ ಕಾಲ್ ಫ್ರಮ್ ದಿ ಡಿವಿನಿಟಿ ಅಂತ. ಹಾಗೆ ನಾನು ಸೈಂಟ್ ಜೋಸೆಫ್ಸಲ್ಲಿರುವಾಗ ನಮ್ಮ ಎಸ್ ಕೊಯ್ಲು ಇನ್ನೊಬ್ಬರು ಫಾದರು ಕೂಡ ಭಾಳ ಪ್ರೀತಿ ಮಾಡ್ತಾಯಿದ್ರು. ಅವರು ತಿಂಗಳ ಸಂಬಳ ಬಟವಾಡೆಗೆ ಅವರು ಇದ್ದರು. ನಮ್ಮ ಲೆಕ್ಚರರ್ಸಿಗೆ, ಟೀಚರ್ಸಿಗೆಲ್ಲ ಸಂಬಳ ಬಟವಾಡ ಮಾಡಬೇಕಾದ್ರೆ ಲೆಕ್ಕ ಮಾಡಲಿಕ್ಕೆ ಮತ್ತು ಅದನ್ನು ತುಂಬಿಸಲಿಕ್ಕೆ ಅವರಿಗೆ ಜನ ಬೇಕಿತ್ತು. ಇಡೀ ಸೈಂಟ್ ಜೋಸೆಫ್ ಸ್ಕೂಲನ್ನು ಅವರು ಆಯ್ಕೆ ಮಾಡಿದ ನನ್ನನ್ನು ಕರ್ಕೊಂಡು ಹೋಗಿ ಅವ್ರು ಹೇಳ್ತಿದ್ರು, ಈಗ ಲೆಕ್ಕ ಮಾಡು, ಯಾಕೆ ನೀನು ಧರ್ಮಸ್ಥಳದಲ್ಲಿ ದುಡ್ಡು ಲೆಕ್ಕ ಮಾಡಿ ಅಭ್ಯಾಸ ಆಗಿರ್ಬೇಕು. ನಾನು ಒಂದು ರೂಪಾಯಿ ಗೊತ್ತೇ ಇರಲಿಲ್ಲ. ಅವ್ರು ಹೇಳ್ತಿದ್ರು, ನಿನಗೆ ಅಭ್ಯಾಸ ಇರಬೇಕು, ದುಡ್ಡು ಲೆಕ್ಕ ಮಾಡಿ ಅದನ್ನು ಹಾಕು ಅಂತ ಹೇಳ್ತಿದ್ರು. ನನಗೆ ಅದು ಹಲ್ವ ಕೊಡ್ತಿದ್ರು, ಹಲ್ವ ತಂದು ಮನೆಗೆ ಕೊಡ್ತಿದ್ದೆ. ಹೀಗೆ ಭಾಳ ಪ್ರೀತಿಯಿಂದ ನನ್ನ ನೋಡಿಕೊಂಡು ನಾನು ಕೂಡ ಸೈಂಟ್ ಜೋಸೆಫ್ಸ್ನಲ್ಲಿ ಆ ಸಂಸ್ಥೆಯಲ್ಲಿ ಬೆಳೆದಿದ್ದೇನೆ. ಇವತ್ತು ನಮ್ಮ ಫಾದರ್ ಮುಕ್ಕಯ್ಯವರು ಇಲ್ಲಿಗೆ ಬಂದು 25 ವರ್ಷ ಆಯಿತು. ನನಗೆ 25 ವರ್ಷ ಎರಡರದ್ದು ಆಯಿತು. ಈ ಡಯಾಸಿಸ್ ಓಪನ್ ಆಗಿ ಕೂಡ 25 ವರ್ಷ ಆಯಿತು. ಫಾದರ್ ಮುಖ್ಯವರು ಬಂದು ಕೂಡ 25 ವರ್ಷ ಆಯಿತು. ನಾನು ಅವ್ರ ಜೊತೆ ಭಾಳ ಸಂಪರ್ಕ ಇಟ್ಕೊಂಡಿದ್ದೇನೆ. ಮೊದಲು ನಮ್ಮೊಬ್ಬರ ಒಳಗೆ ಭೇದ ಮಾಡಲಿಕ್ಕೆ ಭಾಳ ಪ್ರಯತ್ನ ಮಾಡ್ತಿದ್ರು. ಯಾರಾದರೂ ಬಂದು ನನಗೆ ಹೇಳ್ತಿದ್ರು, ಹಾಗಾಯಿತು ಹೀಗಾಯಿತು ಅಂತ ಹೇಳಿ. ಫಾದರಿಗೆ ಕೂಡ ಬಂದು ಹೇಳ್ತಿದ್ರು. ಒಂದು ದಿವಸ ನಾವಿಬ್ಬರು ಭೇಟಿಯಾಗಿ ನಾವು ಮಾತಾಡಿಕೊಂಡು, ಏನಂದ್ರೆ ಇನ್ಮೇಲೆ ಯಾರಾದರೂ ಏನಾದರೂ ಬಂದು ನಮ್ಮ ಮೇಲೆ ನಿಮ್ಮ ವಿರುದ್ಧವಾಗಿ ಅಥವಾ ನಮ್ಮ ವಿರುದ್ಧವಾಗಿ ಹೇಳಿದರೆ ನಾವು ನಿಮಗೆ ಫೋನ್ ಮಾಡಬೇಕು, ನೀವು ನನಗೆ ಫೋನ್ ಮಾಡಬೇಕು ಅಂತ.
ಆವತ್ತಿನಿಂದ ಒಂದು 2 ಫೋನ್ ಮಾಡಿರ್ಬೋದು. ಈಗಲೂ ಅವರ ಫೋನ್ ನಂಬರ್ ಲೋಡೆಡ್ ಇದೆ. ಆದರೆ ಕಳೆದ 20 ವರ್ಷದಲ್ಲಿ ಒಂದು ಫೋನ್ ಕಾಲ್ ಕೂಡ ನಾನು ಅವರಿಗೆ ಮಾಡಲಿಲ್ಲ, ಅವರು ಕೂಡ ನನಗೆ ಮಾಡಲಿಲ್ಲ. ಅಂದರೆ ನಾವು ಬಹಳ ಪ್ರೀತಿಯಲ್ಲಿದ್ದೇವೆ. ನಾವು ಪ್ರೀತಿಯಲ್ಲಿದ್ದರೆ ನಮ್ಮ ಶಿಷ್ಯರೆಲ್ಲರೂ ಕೂಡ ಪ್ರೀತಿಯಲ್ಲಿರ್ತಾರೆ. ನಾವೇನಾದರೂ ಸ್ವಲ್ಪ ಇದ್ದರೆ ಅವರು ಒಂದೊಂದೇ ವಿಷಯ ಬಂದು ಹೇಳ್ತಾರೆ, ಹಾಗಾಯಿತು ಹೀಗಾಯಿತು ಅಂತೇಳಿ. ನಾವಿಬ್ಬರು ಭಾಳ ಪ್ರೀತಿಯಲ್ಲಿದ್ದೇವೆ. ಅದರದ್ದು ಬಹಳ ಚೆನ್ನಾಗಿ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನಮಗೆ ಭಾಳ ಸಂತೋಷ ಅಂತಂದರೆ ಇವತ್ತು ಈ ಸಂದರ್ಭದಲ್ಲಿ ಇಷ್ಟು ಹೇಳಬಲ್ಲೆ, ನಮ್ಮ ಭಾರತೀಯತೆಯನ್ನು ಒಪ್ಪಿಕೊಂಡಂಥ ಒಂದು ಸಮಾಜ ಇದ್ದರೆ ಅದು ಈ ಕ್ರಿಶ್ಚಿಯನ್ ಸಮಾಜದ. ನಮ್ಮ ಬೇರೆ ಎಲ್ಲ ಅನೇಕ ಧರ್ಮಗಳಿದ್ದ ಈ ದೇಶದಲ್ಲಿ. ನಾವು 82 ವರ್ಷದಿಂದ ಧರ್ಮಸ್ಥಳದಲ್ಲಿ ಸರ್ವಧರ್ಮ ಸಮ್ಮೇಳನ ಮಾಡ್ತಾ ಬಂದಿದ್ದೇವೆ. ಈ ಸರ್ವಧರ್ಮ ಸಮ್ಮೇಳನದ ಮುಖ್ಯವಾಗಿ ಗಮನಿಸಬೇಕಾದ ವಿಷಯ ಏನು ಅಂತಂದರೆ ಭಾರತೀಯತೆಯನ್ನು ಒಪ್ಪಿಕೊಳ್ಳೋದು ಅಂತ. ಅಂದರೆ ಧರ್ಮ ನಮ್ಮ ಸಂಪ್ರದಾಯ, ನಮ್ಮ ಆಚಾರ ವಿಚಾರಗಳೆಲ್ಲ ನಮ್ಮ ಸ್ವಭಾವಕ್ಕೆ ಸರಿಯಾಗಿ ನಮ್ಮ ಧಾರ್ಮಿಕ ವಿಧಿವಿಧಾನಗಳು ಹಾಗೆ ಇರ್ತವೆ. ಆದರೆ ಕೆಲವಾರು ಬಾರಿ ನಮ್ಮ ಹೆಸರುಗಳೆಲ್ಲ ನಿಮ್ಮ ಹೆಸರುಗಳನ್ನು ನೀವು ಸರ್ನೇಮ್ ಹೇಳದೇ ಇದ್ದರೆ ನೀವೆಲ್ಲ ಯಾರು ಅಂತ ಗೊತ್ತಾಗೋದು. ಹಿಂದೂ, ಕ್ರಿಶ್ಚಿಯನೋ, ಇನ್ನೊಬ್ಬರು ಗೊತ್ತಾಗೋದಿಲ್ಲ. ಎಲ್ಲರೂ ಕೂಡ ಹಿಂದೂ ಹೆಸರುಗಳನ್ನು ಇಟ್ಕೊಂಡಿದ್ದೀರಿ. ಅದೇ ರೀತಿ ದೇವಸ್ಥಾನ, ಇಲ್ಲಿ ಚರ್ಚಿನ ಮುಂದೆ ಧ್ವಜಸ್ತಂಭ ಇದೆ. ನಮ್ಮಲ್ಲಿ ಒಂದು ಮಾತಿದೆ, ಧ್ವಜಸ್ತಂಭ ಇದ್ದರೆ ದೇವತೆಗಳು ಆಕಾಶದಲ್ಲಿ ಹೋಗುವಾಗ ನೋಡ್ತಾರಂತೆ, ಕೆಳಗೆ ನೋಡುವಾಗ ಧ್ವಜಸ್ತಂಭ ಇದೆ, ಇಲ್ಲಿ ಹೋಗಿ ಏನು ವಿಶೇಷ ಇರಬೇಕು ಅಂತ ಅವರು ಅಲ್ಲಿಗೆ ಬರ್ತಾರೆ ಅಂತ. ಈಗ ದೇವತೆಗಳಿಗೆ ಸ್ವಲ್ಪ ಕನ್ಫ್ಯೂಷನ್ ಆಗಬಹುದು, ಯಾಕೆಂದರೆ ಇಲ್ಲಿ ಎಲ್ಲ ನಮ್ಮ ಚರ್ಚ್ಗಳ ಮುಂದೆ ಧ್ವಜಸ್ತಂಭ ಇರೋದ್ರಿಂದ ಇದು ನಮ್ಮ ಹಿಂದೂ ಧ್ವಜಸ್ತಂಭವೋ ಕ್ರಿಶ್ಚಿಯನ್ ಸ್ತಂಭವೋ ಅವ್ರಿಗೆ ಗೊತ್ತಾಗ್ಲಿಕ್ಕಿಲ್ಲ. ಆದರೆ ಅವರು ಬಂದು ಹೋಗಲಿ ಅಂತ ತೊಂದರೆ ಇಲ್ಲ. ಅವರು ನಾವು ಹೇಳಿದ ಹಾಗೆ ಈಗ ನವದೇವತೆಗಳು ಅಂತ ಹೇಳ್ತೇವೆ ನಾವು, ಕುಬೇರ, ಇಂದ್ರ, ವಾಯು, ಅಗ್ನಿ, ಇವರೆಲ್ಲ ಇವರು ಯಾರು ಬೇಕಾದರೂ ಬಂದು ಹೋಗ್ಬೋದು. ಆದರೆ ಮುಖ್ಯವಾಗಿ ಹಿಂದುತ್ವದ ಬಗೆಗಿಂತ ಹೆಚ್ಚು ಭಾರತೀಯತ್ವವನ್ನು ಒಪ್ಪಿಕೊಂಡಂಥ ಒಂದು ಸಮಾಜ ಇದ್ರದ ನಿಮ್ಮ ಈ ಸಮಾಜ. ನನಗೆ ಇದನ್ನು ಭಾಳ ಹೆಮ್ಮೆ ಅನಿಸ್ತದೆ ನನಗೆ. ಹೀಗಾಗಿ ಇವತ್ತು ನಮ್ಮ ಎಲ್ಲ ಸಮಾಜದಲ್ಲಿರುವವರು ಕೂಡ ಪ್ರೀತಿಯಿಂದ ಇರಬೇಕಾದದ್ದು ಬಹಳ ಅವಶ್ಯಕತೆ ಇದೆ. ನಮ್ಮಲ್ಲಿ ಭೇದ ಹುಟ್ಟುವಂಥ ಭಾಳ ಸುಲಭ. ನೀವು ಯಾರು ನಾವು ಯಾರು ಅಂತ ಭೇದವನ್ನು ಉಂಟು ಮಾಡ್ಬೋದು, ಆದರೆ ಸ್ನೇಹ ಮಾಡುವಂಥದ್ದು ಬಹಳ ಕಷ್ಟ ಇದೆ. ನಾವು ಸ್ನೇಹಿತರಾಗಿ ಪ್ರೀತಿ ವಿಶ್ವಾಸದಿಂದ ಬದುಕಬಹುದು. ಇಲ್ಲಿ ಈ ಸಮಾಜ ಬಹಳ ಕಷ್ಟ ಜೀವನವನ್ನು ಮಾಡುವಂಥ ಸಮಾಜ. ನನಗೆ ಗೊತ್ತಿದ್ದ ಹಾಗೆ ಇಲ್ಲಿ ಬಂದಂಥ ಎಲ್ಲ ಕ್ರಿಶ್ಚಿಯನ್ರು ಕೂಡ ಅಥವಾ ಇಲ್ಲಿ ಹಳ್ಳಿಯಲ್ಲಿ ಇರೋರು ಮೊದಲು ಬಂದು ಒಂದು 5 ವರ್ಷ ಬಹಳ ಕಷ್ಟಪಟ್ಟಿದ್ದಾರೆ. ತಿನ್ನಲಿಕ್ಕೆ ಅವರು ಕೇವಲ ಗೆಣಸು ಬೆಳೆಸಿ ಗೆಣಸಿಂದಲೇ ಮಾಡಿದಂಥ ದೋಸೆ, ಗೆಣಸಿಂದಲೇ ಮಾಡಿದಂಥ ಅಡುಗೆ. ನಮಗೆ ಗೆಣಸು ಒಂದು ದಿವಸ ತಿಂದರೆ ಮರು ದಿವಸ ಉಷ್ಣ ಆಗ್ತದೆ. ಆದರೆ ಅವರು ಅದರಲ್ಲೇ ಜೀವನ ಮಾಡಿ ಆಮೇಲೆ ಸಂಪತ್ತು ಬಂದ ಮೇಲೆ ಒಂದು ಒಳ್ಳೆ ಮನೆ ಕಟ್ಟಿಕೊಂಡು ಕೃಷಿ ಮಾಡ್ತಾರೆ. ಕೃಷಿಗೆ ಬಹಳ ಪ್ರಾಶಸ್ತ್ಯವನ್ನು ಕೊಟ್ಟವರು ಕ್ರಿಶ್ಚಿಯನ್ರು. ವಿಶೇಷವಾಗಿ ನಮ್ಮ ಜಿಲ್ಲೆಯಲ್ಲಿ ನಾವು ನೋಡಿದರೆ ನಮ್ಮ ಎಲ್ಲ ಜನಜೀವನ ಪದ್ಧತಿಯನ್ನು ಬದಲಾಯಿಸಿದವರು. ಮೊದಲು ಇಲ್ಲಿ ಟೈಲ್ ಫ್ಯಾಕ್ಟ್ರಿ ಬಂತು, ಆಮೇಲೆ ನಮ್ಮ ಎಲ್ಲ ಹಳ್ಳಿಗಳಲ್ಲಿ ತರಕಾರಿಯನ್ನು ಬೆಳೆಸೋದು ಹೇಗೆ, ತರಕಾರಿಯನ್ನು ಹೇಗೆ ಬೆಳೆಸಬೇಕು, ಹೇಗೆ ಗೊಬ್ಬರ ಹಾಕಬೇಕು, ಹೇಗೆ ಅದನ್ನು ಗಾತ್ರ ಮಾಡಬೇಕು, ಹೇಗೆ ಅದು ಸರಿಯಾಗಿ ಪೌಷ್ಟಿಕಾಂಶವನ್ನು ಉಳಿಸಿಕೊಳ್ಬೇಕು ಅಂತ ಹೇಳಿದವರು ಅವರು. ಹಾಗಾಗಿ ನಮ್ಮ ಇಡೀ ಜಿಲ್ಲೆಯಲ್ಲಿ ಇವತ್ತು ಇಡೀ ನಮ್ಮ ರಾಷ್ಟ್ರದಲ್ಲಿ ನಮ್ಮ ಜಿಲ್ಲೆ ಪ್ರಥಮ ಜಿಲ್ಲೆ ಅಂದರೆ ಉಡುಪಿ ಮತ್ತು ಮಂಗಳೂರು ಜಿಲ್ಲೆ ಎರಡನ್ನು ಸೇರಿಸಿ ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಈ ಜಿಲ್ಲೆ ಇವತ್ತು ಪ್ರಖ್ಯಾತವಾಗಿದ್ದರೆ ವಿದ್ಯೆಯಲ್ಲಿ ಅಥವಾ ವೈದ್ಯಕೀಯದಲ್ಲಿ ಅಥವಾ ಬೇರೆ ಯಾವುದೇ ಇದರಲ್ಲಿ ಅದು ಬಹಳ ಪ್ರಸಿದ್ಧವಾಗಿರಬೇಕು. ಅದಕ್ಕೆ ಕಾರಣ ಕ್ರಿಶ್ಚಿಯನ್ ಸಮುದಾಯದವರು ಕೊಟ್ಟಂಥ ಪ್ರೋತ್ಸಾಹ ಅಂತ ನಾನು ಖಂಡಿತವಾಗಿ ಇಲ್ಲಿ ಹೇಳ್ತೇನೆ. ಮತ್ತು ವಿದ್ಯೆಯಲ್ಲಿ ಮಾಡೆಲ್ ಅವರು ತೋರಿಸಿಕೊಟ್ರು, ಹೇಗೆ ಎಜುಕೇಷನ್ ಮಾಡಬಹುದು, ವಿದ್ಯೆನ ಮಾಡಬಹುದು ಅಂತ. ಹಾಗಾಗಿ ನಾನು ಮತ್ತೊಮ್ಮೆ ನಾನು ಫಾದರ್ ಮುಖ್ಯ ಅವರಿಗೆ ಈಗ ಭಾಳ ಸಮಯ ಆಯಿತು ಫೋನ್ ಮಾಡಿದೆ. ಅದು ಯಾಕೆ ಫೋನ್ ಮಾಡಲಿಲ್ಲ ಅಂದರೆ ಫೋನ್ ಮಾಡೋದು ಅಗತ್ಯ ನಮಗೆ ಬರಲಿಲ್ಲ. ಹಾಗೆ ನಾವು ಪರಸ್ಪರ ಸ್ನೇಹದಿಂದ ಇರಬೇಕು, ಪ್ರೀತಿಯಿಂದ ಇರಬೇಕು. ಇನ್ನು ಮುಂದೆ ಕೂಡ ನಮ್ಮ ಸಮಾಜ ಜೊತೆಯಾಗಿ ಬೆಳಿಬೇಕು. ಪ್ರೋಗ್ರೆಸ್ ಅಂಥದ್ದು ಎಲ್ರಿಗೂ ಒಂದೇ. ಬಡತನದ ನಾವು ಹಸಿವು ಎಲ್ಲ ಜೀವಿಗಳಿಗೂ ಒಂದೇ. ಬೇರೊಬ್ಬರಿಗೆ ಹಸಿವು ಆದರೆ ನಮಗೆ ಹಸಿವು ಗೊತ್ತಾದರೆ ಎಲ್ಲ ರೀತಿಯ ಹಸಿವುಗಳು ಕೂಡ ಒಂದೇ. ಆ ಎಲ್ಲ ಹಸಿವನ್ನು ಇಂಗಿಸಿ ಅವರಿಗೆ ಬದುಕನ್ನು ಕಲ್ಪಿಸಿಕೊಡಲಿಕ್ಕೆ ನೀವು ಪ್ರಯತ್ನ ಮಾಡಿದ್ದೀರಿ. ನಾವು ಕೂಡ ಧರ್ಮಸ್ಥಳ ಗ್ರಾಮೀಣಾಭಿವೃದ್ಧಿ ಯೋಜನೆ ಅಂತ ಮಾಡಿ ಸಾಕಷ್ಟು ಬೆಳವಣಿಗೆಗೆ ನಾವು ಪ್ರಯತ್ನಿಸಿದ್ದೇವೆ. ನಾನು ಮತ್ತೊಮ್ಮೆ ಈ ಡಯಾಸಿಸ್ ಆಗಿ 25 ವರ್ಷ ಆಯಿತು ಅಂತ ಹೇಳಿದರು, ಇದಕ್ಕೆ ಅಭಿನಂದನೆ ಸಲ್ಲಿಸ್ತೇನೆ. 25 ವರ್ಷ ದೊಡ್ಡದಲ್ಲ. ನಮ್ಮ ಯಾವುದೇ ಲೆಕ್ಕ ಇದ್ದರೆ ಬಿಫೋರ್ ಕ್ರೈಸ್ಟ್ BC ಅಂತ ಬರೀತೇವೆ. BC ಅಂದರೆ ಒಂದೊಂದೇ ಬಿಫೋರ್ ಕ್ರೈಸ್ಟ್ ಅಂತ. ಆಮೇಲೆ 2024 ವರ್ಷ ಆಯ್ತು. ಈಗ 2024 ವರ್ಷ ನಾವು ಬದುಕಿದ್ದೇವೆ. 25 ವರ್ಷ 2024 ಇಸ್ವಿಗಾಗುವಾಗ 25 ವರ್ಷ ಭಾಳ ಸಣ್ಣದು. ಆದರೆ ಸಮಾಜದಲ್ಲಿ
ಇಂದ ಒಂದು ಸಮಾರಂಭ ಮಾಡಿ ನಾವೆಲ್ಲರೂ ಇನ್ನು ಮುಂದೆ ಕೂಡ ಹೀಗೆ ಇರಬೇಕು ಅಂತ ಹೇಳಿ ಆದರ್ಶವನ್ನು ತೋರಿಸೋದಕ್ಕಾಗಿ ಎಲ್ಲ ಧರ್ಮಗುರುಗಳಲ್ಲಿ ಸೇರಿದ್ದಾರೆ ಅಂತ ಹೇಳ್ತಾ ಅವರೆಲ್ಲರನ್ನು ಅಭಿನಂದಿಸ್ತಾ ಇನ್ನು ಮುಂದೆ ಕೂಡ ನಮ್ಮ ಸಾಮರಸ್ಯ, ಶಾಂತಿ, ತಾಳ್ಮೆ, ಸ್ನೇಹ ಹಾಗೆ ಬೆಳೀಲಿ. ನಮ್ಮ ಒಳಗೆ ಎಲ್ಲ ರೀತಿಯಲ್ಲೂ ಕೂಡ ಪರಸ್ಪರ ಕೊಡುವ ತೆಗೆದುಕೊಳ್ಳುವಂಥದ್ದು, ಅಂದರೆ ನಾವು ಕೊಡಬೇಕಾದದ್ದು ವಿಶ್ವಾಸ, ಹೊರಕೊಡಬೇಕಾದದ್ದು ನಿಮ್ಮ ಎಲ್ಲ. ಈಗ ನಾವು ಮನೆಯಲ್ಲಿ ತರಕಾರಿ ಮಾಡಿದರೆ ಯಾರು ಬೆಳೆಸಿದ ತರಕಾರಿ ಅಂತ ನಮಗೆ ಗೊತ್ತಿಲ್ಲ. ನಾವು ಅದನ್ನು ಬಟಾಟೆ ಅಥವಾ ಕ್ಯಾಬೇಜು ಅಥವಾ ಬೀಟ್ರೂಟ್ ಗುರುತು ಹಿಡಿತೇವೆ ಅಲ್ಲದೆ ಯಾರು ಮಾಡಿದ್ದು ಅಂತ ಗುರುತು ಹಿಡಿಯೋದಿಲ್ಲ. ಹಾಗಾಗಿ ಎಲ್ಲರೂ ಕೂಡ ಈ ಶ್ರಮಜೀವಿಗಳಿದ್ದೀರಿ. ಚೆನ್ನಾಗಿ ಶ್ರಮಜೀವಿ ಮಾಡಿದಕ್ಕೆ ನಿಮ್ಗೆ ಒಳ್ಳೆಯ ಫಲ ಕೊಡಲಿ. ಮಂಜುನಾಥ ಸ್ವಾಮಿ ಮತ್ತು ಆ ಯೇಸು ಕ್ರಿಸ್ತನ ಅನುಗ್ರಹದಿಂದ ನಿಮಗೆಲ್ಲ ಒಳ್ಳೆಯದಾಗಲಿ, ಒಳ್ಳೆಯ ಭವಿಷ್ಯ ಇರಲಿ ಅಂತ ಆಶಿಸಿ ನನ್ನನ್ನು ಕೂಡ ಇಲ್ಲಿಗೆ ಆಹ್ವಾನಿಸಿ ಈ ಕೂತ್ಕೊಳ್ಳೋ ಜೊತೆಗೆ ನಿಮ್ಮ ಜೊತೆಗೆ ಸ್ವಲ್ಪ ಹೊತ್ತಿದ್ದು ನನ್ನ ಬಾಲ್ಯದ ದಿನಗಳು, ಸೈಂಟ್ ಜೋಸೆಫ್ನಲ್ಲಿ ಇದ್ದಂಥ ಬಾಲ್ಯದ ದಿನಗಳನ್ನು ನೆನಪಿಸಿಕೊಳ್ಳೋದಕ್ಕೆ ಅವಕಾಶ ಮಾಡಿಕೊಡೋದಕ್ಕೆ ಧನ್ಯವಾದಗಳನ್ನು ಹೇಳ್ತಾ, ನಾನು ಸುಮಾರು 6 ದಿವಸ ಧರ್ಮಸ್ಥಳದಲ್ಲೆಲ್ಲ ಹೊರಗೆ ಹೋಗಿದ್ದೆ. ಹಾಗಾಗಿ ಇವತ್ತು ತುಲಾಭಾರ ಇದೆ ಅಂತೇಳಿ ಫೋನ್ ಬರ್ತಾ ಇದೆ ಬೆನ್ನಿಗೆ. ಹಾಗಾಗಿ ನಾನು ಮಧ್ಯದಲ್ಲಿ ಹೋದರೆ ಯಾರು ಕೂಡ ಅಪಾರ್ಥ ಮಾಡಿಕೊಡಬೇಡಿ. ಕ್ಷೇತ್ರದ ಸ್ವಾಮ್ಯ ಸೇವೆಗಾಗಿ ನಾನು ಹೋಗಬೇಕಾಗಿದೆ. ಮತ್ತೊಮ್ಮೆ 25 ವರ್ಷ ಮಾಡಿದಂಥ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಅಭಿನಂದನೆ ಸಲ್ಲಿಸುತ್ತಾ ಎಲ್ಲರಿಗೂ ಶುಭವನ್ನು ಹಾರೈಸುತ್ತಾ, ನಿಮಗೆಲ್ಲರಿಗೂ ಕೂಡ ದೇವರು ಒಳ್ಳೇದು ಮಾಡಲಿ, ಒಳ್ಳೆಯ ಭವಿಷ್ಯದಲ್ಲಿ ಮಕ್ಕಳಿಗೆಲ್ಲ ಒಳ್ಳೆಯ ಜೀವನಗಳು ಬರಲಿ ಅಂತ ಹೇಳಿ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿ ಎಲ್ಲರಿಗೂ ಶುಭಾಶಯ. ಪೂಜ್ಯರೇ, ತಮ್ಮ ಅರ್ಥಪೂರ್ಣವಾದ ಶುಭ ನುಡಿಗೆ ಅಭಿವಂದನೆಗಳು. ಇದೀಗ ಶ್ರೀ ಕ್ಷೇತ್ರ ಧರ್ಮಸ್ಥಳ ವತಿಯಿಂದ ಪರಮ ಪೂಜ್ಯ ಲಾರೆನ್ಸ್ ಬಿಷಪರಿಗೆ ಸನ್ಮಾನ್ಯ ಕಾರ್ಯ. ಪೂಜ್ಯ ಶ್ರೀ ಡಿ ವೀರೇಂದ್ರ ಹೆಗಡೆ ಅವರು ಈ ಕಾರ್ಯವನ್ನು ನಿರ್ವಹಿಸಿಕೊಡಲಿದ್ದಾರೆ. ಪೂಜ್ಯರೇ, ತಾವು ನಮ್ಮ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಬಗೆಗಿನ ತಮ್ಮ ಪ್ರೀತಿ ಮತ್ತು ಗೌರವವನ್ನು ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ತಮ್ಮ ಪ್ರೀತಿಗೆ ನಾವು ಚಿರಋಣಿಗಳು. ತಮ್ಮ ಪ್ರೀತಿಯನ್ನು ನಮ್ಮ ಧರ್ಮಾಧ್ಯಕ್ಷರನ್ನು ಗೌರವಿಸುವ ಮೂಲಕ ತೋರಿಸಿಕೊಟ್ಟಿದ್ದೀರಿ. ತಮಗೆ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ವತಿಯಿಂದ ಅಭಿವಂದನೆಗಳು. ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಬೆಳ್ಳಿ ಹಬ್ಬದ ಪ್ರಯುಕ್ತ ಬಡವರಿಗೆ 25 ಮನೆಗಳು ನಿರ್ಮಿಸಿಕೊಡಲು ಬಂದ ಚಿಂತನೆಯಲ್ಲಿ ಈಗ ಎಲ್ಲ ಮನೆಗಳು ದಯವಿಟ್ಟು 1 ನಿಮಿಷ ಸರ್. ಎಲ್ಲ ಮನೆಗಳು ಪೂರ್ಣಗೊಂಡಿದ್ದು ಕೊನೆಯದಾಗಿ ನಿರ್ಮಾಣಗೊಂಡ ಸಂಪಾಜೆ ಧರ್ಮ ಕೇಂದ್ರದ ಟೈಟಸ್ ಎಂಬವರಿಗೆ ಸೇರಿದ ಮನೆಯ ಕೀಯನ್ನು ಶ್ರೀ ಕ್ಷೇತ್ರ ಧರ್ಮಸ್ಥಳ ಧರ್ಮಾಧಿಕಾರಿಗಳಾದ ಪೂಜ್ಯ ಡಾಕ್ಟರ್ ಡಿ ವೀರೇಂದ್ರ ಅವರು ನೀಡಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ವಂದನೆಗಳು ಪೂಜ್ಯ ಡಾಕ್ಟರ್ ಡಿ ವೀರೇಂದ್ರ ಹೆಗಡೆ ಅವರಿಗೆ. ಪೂಜ್ಯ ಧರ್ಮಾಧಿಕಾರಿಗಳು ಜರೂರು ಕಾರ್ಯಗಳಿರುವುದರಿಂದ ಇದೀಗ ಇಲ್ಲಿಂದ ತೆರಳುವವರಿದ್ದಾರೆ. ಪೂಜ್ಯರೇ, ನಮ್ಮ ಮೇಲಿನ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಮೇಲಿನ ಅಭಿಮಾನದಲ್ಲಿ ಆಗಮಿಸಿ ಶುಭಗಳನ್ನು ಆಡಿದ್ದೀರಿ. ತಮಗೆ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಪರವಾಗಿ ಹೃದಯಾಂತರಾಳದ ಅಭಿವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. I now invite His Grace Most Reverend Peter Machado, Archbishop of Mangaluru, to address the August gathering. Most Reverend Archbishop, Major Archbishop Raphael Tattil, who is just about to go. ನನ್ನ ಪ್ರೀತಿಯ ಧರ್ಮಾಧ್ಯಕ್ಷರುಗಳೇ, ವೇದಿಕೆ ಮೇಲೆ ಹಾಜರಿದಂಥ ನಮ್ಮ ಇಂಧನ ಹಾಗೂ ವಿದ್ಯುತ್ ಶಕ್ತಿ ಸಚಿವರೇ, ಮಿಸ್ಟರ್ ಕೆ.ಜೆ. ಜಾರ್ಜ್, ಆರ್ಚ್ ಬಿಷಪ್ ಪಂಪಲಾನಿ ಮತ್ತು ಇವತ್ತಿನ ಈ ಸಮಾರಂಭಕ್ಕೆ ಕೇಂದ್ರ ಬಂದು ಆಗಿದಂಥ ನಮ್ಮ ನೆಚ್ಚಿನ ಬೆಳ್ತಂಗಡಿ ಧರ್ಮಾಧ್ಯಕ್ಷರು ಬಿಷಪ್ ಲಾರೆನ್ಸ್ ಮುಕುಳಿ ಅವರೇ, ವೇದಿಕೆ ಮೇಲೆ ಹಾಜರಿದಂಥ ಎಲ್ಲ ಗಣ್ಯರೇ, ನಮ್ಮ ಧರ್ಮಾಧ್ಯಕ್ಷರೇ, ಅತಿಥಿಗಳೇ ಹಾಗೂ ನನ್ನ ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ಬೆಳ್ತಂಗಡಿ ಊರಿಗೆ ನಾನು 2-3 ಸಲ ಬಂದಿದ್ದೇನೆ.
ಮತ್ತು ಪ್ರತಿ ಸಲ ಒಂದು ಪ್ರಶ್ನೆ ನನ್ನ ಕಾಡಿಸ್ತದೆ. ನಿಮ್ಗೆ ಗೊತ್ತಿದೆ, ಪ್ರತಿಯೊಂದು ಊರಿಗೆ ಒಂದು ಹೆಸರು ಸ್ವಲ್ಪ ಆದರೂ ಒಂದು ಅರ್ಥ ಇರ್ತದೆ, ಅಥವಾ ಯಾವುದೋ ಒಂದು ಉದ್ದೇಶದಿಂದ ಆ ಊರಿಗೆ ಆ ತಕ್ಕ ಹೆಸರನ್ನು ಕೊಡಲಾಗುತ್ತದೆ. ಅದಕ್ಕಾಗಿ ಬೆಳ್ತಂಗಡಿ ಅಂದರೆ ಏನು ಮತ್ತು ಯಾಕೆ ಈ ಹೆಸರು, ಇದರ ಅರ್ಥ ಏನು ಅಂದ್ಕೊಂಡು ನಾನು ಹಲವಾರು ಸಲ ಯಾರಿಗಾದ್ರೂ ಕೇಳ್ತಾ ಇದ್ದೆ. ಸರಿ ಉತ್ತರ ಸಿಗಲಿಲ್ಲ. ಅದಕ್ಕೆ ನಾನೇ ಒಂದು ಅರ್ಥ ಮಾಡ್ಕೊಂಡಿದ್ದೇನೆ ಈಗ. ಅದೇನೆಂದರೆ ಬೆಳ್ತಂಗಡಿ ಅಂದರೆ ಬೆಲ್ಲ ತಿಕ್ಕು ತಿಂದಿದ ನಮ್ಮ ಗಡಿ ಪ್ರದೇಶದ ಜನರು ಅಥವಾ ಊರು. ಬೆಲ್ಲ ನಮ್ಮ ಹಿಂದೂ ಬಾಂಧವರು ತಮ್ಮ ಹಬ್ಬದ ಹೊತ್ತಿಗೆ, ಸಂಕ್ರಾಂತಿ ಹಬ್ಬದ ಹೊತ್ತಿಗೆ ಬೇವು ಬೆಲ್ಲ ಅನ್ನುತ್ತಾರೆ. ಮತ್ತು ಅದರಿಂದ ಹಲವಾರು ಪದಾರ್ಥಗಳನ್ನು ಸೇರಿಸ್ಕೊಂಡು ನಮಗೂ ಕೂಡ ಹಂಚಿ ತಿನ್ನಲಿಕ್ಕೆ ಕೊಡ್ತಾರೆ. ಬೆಲ್ಲ, ಬೇವು ಯಾವಾಗಲೂ ಸಿಹಿ. ಮತ್ತು ನನಗನ್ನಿಸ್ತದೆ ಬೆಳ್ತಂಗಡಿ ಊರು ಸಿಹಿ ಊರು, ಸಿಹಿ ಜನರ ಊರು, ಸಿಹಿ ಮಾತಿನ ಊರು, ಮತ್ತು ಈಗ ಸಿಹಿ ಧರ್ಮಾಧ್ಯಕ್ಷರ ಊರು ಕೂಡ ಆಗಿದೆ. ಮೋಸ್ಟ್ ರೆವರೆಂಡ್ ಲಾರೆನ್ಸ್ ಮುಕುರಿ 25 ವರ್ಷ ಸುದೀರ್ಘ ತಮ್ಮ ಸೇವೆ ಸಲ್ಲಿಸಿಕೊಂಡು ಈ ಧರ್ಮ ಕೇಂದ್ರ ಅವರಿಂದಲೇ ಜನನ ಅಥವಾ ಸ್ಥಾಪನೆ ಆಗಿದ್ದು, ಮತ್ತು ಈಗ 25 ವರ್ಷ ಆದರೂ ಕೂಡ ಹ್ಯಾಂಡ್ಸಮ್ ಯಂಗ್ ಮ್ಯಾನ್ ಹಾಗೆ ಕಾಣ್ತಾರೆ. ವಯಸ್ಸು ಕಾಣುವುದಿಲ್ಲ, ಮತ್ತು ಅವರ ನಡೆ ನುಡಿ ಚಾಲನೆ ಬಹುಶಃ ನಾವು ಕೂಡ ಹೋಗಬೇಕು. ಮತ್ತು ಧರ್ಮಾಧ್ಯಕ್ಷರು, ನಿಮ್ಮ ಧರ್ಮಾಧ್ಯಕ್ಷರು ನಿಮಗಷ್ಟೇ ತಂದೆಯವರಲ್ಲ. ನಮ್ಮ ಇಡೀ ಕರ್ನಾಟಕದಲ್ಲಿ ನಾವು 14 ಮಂದಿ ಧರ್ಮಾಧ್ಯಕ್ಷಗಳು ಇವೆ. ಮತ್ತು ಈ ಧರ್ಮಾಧ್ಯಕ್ಷರಲ್ಲಿ ಅವರು ಕೂಡ ನಮಗೆ ತಂದೆ ಅಥವಾ ದೊಡ್ಡ ಅಣ್ಣ ಆಗಿದ್ದಾರೆ. He is a big brother, he is a father to all of us. And we are very happy to have him as our companion, as our senior, and as you know, so many other activities that he is doing. I wish him well. I do not want to prolong because I know that people have love and affection for him. ತಮ್ಮ ಒಳಗಿಂದ ಅಂತರಂಗದಿಂದ ಬಂದಂತಹ ಪ್ರೀತಿ, ಪ್ರೇಮ, ವಾತ್ಸಲ್ಯ ನಿಮ್ಮಲ್ಲಿ ಸದಾ ಅವರಿಗೋಸ್ಕರ ಇದೆ ಅಂದ್ಕೊಂಡು ನಾನು ಕೂಡ ನಮ್ಮ ಕರ್ನಾಟಕ ಧರ್ಮಾಧ್ಯಕ್ಷರ ಮಂಡಳಿಯ ವತಿಯಿಂದ ನಾನು ಕೂಡ ಅವರಿಗೆ ಗೌರವಿಸಲಿಕ್ಕೆ, ಹಾಗೂ ನಮ್ಮ ಧರ್ಮಕ್ಷೇತ್ರದ ಬೆಂಗಳೂರು ಧರ್ಮಕ್ಷೇತ್ರದ ಪರವಾಗಿ ಅವರಿಗೆ ನಾನು ಶುಭಾಶಯಗಳನ್ನು ಕೋರುತ್ತೇನೆ. ಹಲೋ. ಧರ್ಮ ಪ್ರಾಂತ್ಯದ ರಜತ ಮಹೋತ್ಸವ ಆಚರಿಸುವ ಈ ಸಂದರ್ಭದಲ್ಲಿ ವೃತ್ತಿಪರ ಶಿಕ್ಷಣವನ್ನು ಬಯಸುವ ಬಡ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಆರ್ಥಿಕ ಬೆಂಬಲವನ್ನು ಒದಗಿಸುವ ಗುರಿಯೊಂದಿಗೆ DKRDS ವಿದ್ಯಾನಿಧಿ ಎಂಬ ವಿನೂತನ ವಿದ್ಯಾರ್ಥಿ ವೇತನ ಕಾರ್ಯಕ್ರಮವನ್ನು ಜಾರಿಗೆ ತಂದಿದೆ. ಆರ್ಥಿಕವಾಗಿ ಹಿಂದುಳಿದ ಬಡ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ನೆರವಾಗುವ ಉದ್ದೇಶದಿಂದ ಇದನ್ನು ಆರಂಭಿಸಲಾಗಿದ್ದು, ಬೆಳ್ಳಿ ಹಬ್ಬದ ಸಂಭ್ರಮದ ಈ ವೇದಿಕೆಯಲ್ಲಿ ಅಧಿಕೃತವಾಗಿ ಈಗ ಉದ್ಘಾಟನೆ ನಡೆಯಲಿದೆ. ಸನ್ಮಾನ್ಯ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಜನಪ್ರಿಯ ಇಂಧನ ಸಚಿವರಾದ ಶ್ರೀ ಕೆ.ಜೆ. ಜಾರ್ಜ್ ಅವರು ಈ ಕಾರ್ಯವನ್ನು ನಿರ್ವಹಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. Thank you, Sri K.J. George, and all the dignitaries on the dais for the launch of Vidyanidhi. ശ്രീ K.J. ജോർജ് നമുക്ക്, ഒരു മലയാളിക്ക്, ഒരു ക്രൈസ്തവന് എന്നും അഭിമാനസ്തംഭമാണ്. ആശംസാ പ്രസംഗത്തിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു.
ಎಲ್ಲರಿಗೂ ನನ್ನ ಪ್ರೀತಿಯ ನಮಸ್ಕಾರಗಳು. ಈ ದಿವಸ ಬೆಳ್ತಂಗಡಿ ಧರ್ಮ ಪ್ರಾಂತ್ಯ ಸ್ಥಾಪನೆಯ ಬೆಳ್ಳಿ ಹಬ್ಬದ ಸಂಭಾಚರಣೆ ಹಾಗೂ ಪ್ರಥಮ ಧರ್ಮಾಧ್ಯಕ್ಷರಾದ ಪರಮ ಪೂಜ್ಯ ಲಾರೆನ್ಸ್ ಮುಖುಯಿ ಇವರ ಧರ್ಮಾಧ್ಯಕ್ಷರ ದೀಕ್ಷೆಯ ಬೆಳ್ಳಿ ಹಬ್ಬ ಮಹೋತ್ಸವ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಮ್ಮೊಂದಿಗೆ ಮತ್ತು ನಮಗೆ ಆಶೀರ್ವಾದ ಮಾಡಿದಂಥ ಮೇಜರ್ ಆರ್ಚ್ ಬಿಷಪ್ ರಾಫೇಲ್ ತಟೀಲ್ ಅವರೇ, ಆರ್ಚ್ ಬಿಷಪ್ ಜೋಸೆಫ್ ಪಂಬಾಲಿನಿಯವರೇ, ಬ್ಯಾಂಗ್ಳೂರ್ ಆರ್ಚ್ ಬಿಷಪ್ ಪೀಟರ್ ಮಚೋಡ ಅವರೇ, ಶ್ರೀ ಕ್ಷೇತ್ರದ ಧರ್ಮಸ್ಥಳದ ವೀರೇಂದ್ರ ಹೆಗಡೆಜಿಯವರೇ, ಬೆಂಗಳೂರು ಬಿಷಪ್ ಅಲೋಷಿಯಸ್ ಪಾಲ್ ಡಿಸೋಸ್ ಅವರೇ, ಈಗಾಗಲೇ 25 ವರ್ಷ ಬೆಳ್ತಂಗಡಿ ಬಿಷಪ್ ಆಗಿ ಈ ಚರ್ಚಿನ ನಾಯಕತ್ವವನ್ನು ವಹಿಸಿರುವಂಥ ಬಿಷಪ್ ಲಾರೆನ್ಸ್ ಮುಖರ್ಜಿ ಅವರೇ, ಬೆಳ್ತಂಗಡಿ MLA ಆಗಿರ್ತಕ್ಕಂಥ ಹರೀಶ್ ಪೂಂಜಾ ಅವರೇ, ಪುತ್ತೂರು ಬಿಷಪ್ ಆದ ಮಕೋರಿ ಅವರೇ, ಬಿಷಪ್ ಯಾಕೋಬ್ ಎಲಿಯಾಸ್ ಅವರೇ, ನನ್ನ ಸ್ನೇಹಿತರು ಮಾಜಿ ಸಚಿವರಾಗಿರ್ತಕ್ಕಂಥ ರಮಾನಂತ ರಾಯ್ ಅವರೇ, ಮತ್ತೊಬ್ಬ ಸ್ನೇಹಿತರಾದ ನಮ್ಮ ವಿಜಯಕುಮಾರ್ ಸೊರಕೆ ಅವರೇ, ಈ ಕ್ಷೇತ್ರದಿಂದ ಸ್ಪರ್ಧೆ ಮಾಡಿದಂಥ ದೀಕ್ಷಿತ್ ಶಿವರಾಮ್ ಅವರೇ, ಮಾಜಿ ಶಾಸಕರು ಹಿರಿಯರು ಆದ ಲೋಬೋ ಅವರೇ, ಮಾಜಿ ಶಾಸಕರು ಆದ ಇವಾನ್ ಡಿಸೋಸ್ ಅವರೇ, ಬಂದಿರತಕ್ಕಂಥ ಎಲ್ಲ ಬಿಷಪ್ ಅವರೇ ಹಾಗೂ ಹಿರಿಯರೇ, ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರರೇ, ಸ್ನೇಹಿತರೇ ಹಾಗೂ ನಮ್ಮ ಕನ್ಯಾಶ್ರೀಗಳೇ, ಬಹುಶಃ ತುಂಬ ಸಂತಸದಿಂದ ಇವತ್ತು ಈ ಒಂದು ಸಮಾರಂಭದಲ್ಲಿ ಭಾಗವಹಿಸ್ತಾ ಇದ್ದೀನಿ. ಈಗಾಗಲೇ ಸಾಕಷ್ಟು ಹಿರಿಯರು ಮಾತಾಡಿದ್ದಾರೆ. ನಾನಂತೂ ಒಂದು ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛೆ ಪಡ್ತಾ ಇದ್ದೀನಿ ಅಂತ ಹೇಳಿದ್ರೆ, ನಾನೊಬ್ಬ ರಾಜಕಾರಣಿಯಾಗಿ ಬರಬೇಕಾದ್ರೆ ನಾನು ಬೆಂಗಳೂರು ನಗರದಿಂದ ಸಾಕಷ್ಟು ವರ್ಷ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷದ ಕೆಳ ಹಂತದಿಂದ ಕೆಲಸ ಮಾಡಿ ಮೇಲೆ ಬಂದಿದ್ದೀನಿ. ಬೆಂಗಳೂರು ನಗರದ ಸ್ಪರ್ಧೆ ಮಾಡಿದೆ. ಆದರೆ ಈಗಾಗಲೇ ಇಲ್ಲಿಯ ಹಲವಾರು ಜನರು ಹಾಗೂ ನಮ್ಮ ಕರ್ನಾಟಕ, ನಮ್ಮ ಶೃಂಗೇರಿ, ಬೇರೆ ಬೇರೆ ಭಾಗದಲ್ಲಿ ಕೊಡಗಿನಲ್ಲಿ ಸಮೇತ ಸಾಕಷ್ಟು ಕ್ರಿಶ್ಚಿಯನ್ಸ್ ಅವರು ಮೈಗ್ರೇಟ್ ಆಗಿದ್ದರು. ನನ್ನ ಕುಟುಂಬ ಸಮೇತ ಮೈಗ್ರೇಟ್ ಆದಲ್ಲಿ ಒಬ್ಬರು. ನಮ್ಮ ಪ್ರಜಾಪ್ರಭುತ್ವದ ಒಂದು ದೃಷ್ಟಿಯಿಂದ ನೋಡಿದರೆ ಬಹುಶಃ ನಿಜವಾಗಿ ನಮ್ಮಂಥವರು ಸಮೇತ ಈ ರಾಜ್ಯದಲ್ಲಿ ಶಾಸಕರಾಗುವುದು ಅಥವಾ ಮಂತ್ರಿ ಆಗುವುದು ಅಂದ್ಬಿಟ್ಟು ನಾವು ಕನಸಲ್ಲಿ ಯೋಚನೆ ಮಾಡೋದಲ್ಲ. ಅದಕ್ಕೆ ನಮ್ಮ ಪ್ರಜಾಪ್ರಭುತ್ವವೇ ಕಾರಣ ಎಂಬ ಮಾತನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛೆ ಪಡ್ತೀನಿ. ಅದರಲ್ಲಿಯೂ ನಾನು ಬೆಂಗಳೂರು ನಗರದಿಂದ ಸ್ಪರ್ಧೆ ಮಾಡಬೇಕಾದ್ರೆ ನನ್ನ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷದಲ್ಲಿ ನನ್ನನ್ನು ಪರಿಚಯ ಇತ್ತು. ನಾನು ಸಾಕಷ್ಟು ವರ್ಷ ಕೆಲಸ ಮಾಡಿದ್ದೆ. ಆದರೆ ಒಂದು ಕ್ಷೇತ್ರಕ್ಕೆ ಹೋಗಿ, ಅದು ಭಾರತೀಯ ನಗರ ಕ್ಷೇತ್ರದಿಂದ ಸ್ಪರ್ಧೆ ಮಾಡಬೇಕಾದ್ರೆ ನನ್ನ ಹೆಸರು ನನಗೆ ಭಾರಿ ಪ್ರಯೋಜನ ಆಯಿತು. ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ನನ್ನ ಹೆಸರು ನೋಡಿದ್ರೆ ಗೊತ್ತಾಗ್ತದೆ ಇವನೊಬ್ಬ ಕ್ರಿಶ್ಚಿಯನ್ ಎಂದು. ಕ್ರಿಶ್ಚಿಯನ್ ವಿಚಾರದಲ್ಲಿ ಜನರು ಬಹಳಷ್ಟು ಗೌರವವನ್ನು ಕೊಡ್ತಾರೆ, ನನ್ನಿಂದಾಗಿ ಅಲ್ಲ. ಬಹುಶಃ ಆ ಗೌರವ ಕೊಡ್ತಾ ಇದ್ದಿದ್ದು ನಮ್ಮ ಎಲ್ಲ ಬಿಷಪ್ಗಳು, ನಮ್ಮ ಫಾದರ್ಗಳು, ಕನ್ಯಾಶ್ರೀಗಳು, ನಮ್ಮ ಪಾಸ್ಟರ್ಗಳು, ಬೇರೆ ಬೇರೆಯವರೆಲ್ಲ ಸಾಕಷ್ಟು ಕೆಲಸವನ್ನು ಜನರ ಮಧ್ಯದಲ್ಲಿ ಮಾಡಿದ್ದಾರೆ. ಅವರು ಕೆಲಸ ಮಾಡುವಾಗ ಯಾವಾಗಲೂ ಜಾತಿ ಧರ್ಮವನ್ನು ನೋಡೋದಿಲ್ಲ. ಅವರು ಕೆಲಸ ಮಾಡಿದಾಗ ಎಲ್ಲರಿಗೂ ಹೋಗಿ ಯಾರು ಕಷ್ಟದಲ್ಲಿದ್ದಾರೆ, ಯಾರು ತೊಂದರೆಯಲ್ಲಿದ್ದಾರೆ ಅವರೊಟ್ಟಿಗೆ ಕೆಲಸ ಮಾಡೋದಕ್ಕೋಸ್ಕರವಾಗಿ ಕ್ರೈಸ್ತರು ಅಂದ್ಬಿಟ್ರೆ ಜನರಲ್ಲಿ ಒಂದು ಒಳ್ಳೆಯ ಅಭಿಪ್ರಾಯ ಇತ್ತು. ಇವತ್ತು ನಾನು ಹೇಳ್ತಾ ಇದ್ದೀನಿ, ಎಲ್ಲ ಜಾತಿ ಧರ್ಮ ಪಂಗಡದಲ್ಲಿ ಸಮೇತ ಹೆಚ್ಚಿನವರು ಒಳ್ಳೆಯವರಾಗಿರ್ತಾರೆ. ಪ್ರತಿ ಧರ್ಮದಲ್ಲಿ, ಪ್ರತಿ ಜಾತಿಯಲ್ಲಿ ಸಮೇತ ಕೆಲವರು ಕೆಟ್ಟವರಿದ್ದಾರೆ. ಅದಕ್ಕೆ ನಾನು ಯಾವಾಗಲೂ ಒಂದು ಮಾತು ಹೇಳ್ತೀನಿ, ನೀವು ಧರ್ಮದ ಮೇಲೆ ಹೇಳಬೇಡಿ. ಆ ಕೆಟ್ಟವರು ಯಾರಿದ್ದಾರೆ, ಕೆಟ್ಟ ಪ್ರವೃತ್ತಿ ಯಾರು ಮಾಡ್ತಾರೆ ಅವ್ರ ಮೇಲೆ ಹೇಳಿ, ಅವ್ರ ಮೇಲೆ ಕಾನೂನಿನ ಪ್ರಕಾರ ತಗೊಳ್ಳಿ. ನೀವು ಹಿಂದೂ ಕಟ್ಟೋರು, ಮುಸ್ಲಿಂ ಕಟ್ಟೋರು, ಕ್ರಿಶ್ಚಿಯನ್ ಕಟ್ಟೋರು, ಜೈನ್ ಕಟ್ಟೋರು ದಯವಿಟ್ಟು ಹೇಳಬೇಡಿ. ಅವ್ರು ಯಾರೇ ಕಟ್ಟೋರಾದರೆ ಅವ್ರ ಮೇಲೆ ಕಾನೂನು ಪ್ರಕಾರ ಕ್ರಮ ತಗೋಬೇಕಾಗಿ ನಮ್ಮ ಕರ್ತವ್ಯ ಎಂಬ ಮಾತನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಿ
ಕೇರಳದ ವಿಚಾರದಲ್ಲಿ ಒಂದು ಮಾತು ಹೇಳ್ತಾರೆ, ಕೇರಳ ಇಸ್ ಗಾಡ್ಸ್ ಓನ್ ಕಂಟ್ರಿ ಅಂತ. ಅದು ನನ್ನ ವಿಚಾರದಲ್ಲಿ ಕರ್ನಾಟಕ ಜನ ಇದಾರಲ್ಲ, ಪೀಪಲ್ಸ್ ಆಫ್ ಕರ್ನಾಟಕ ಇಸ್ ಓನ್ ಗಾಡ್ಸ್ ಓನ್ ಪೀಪಲ್ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತೀನಿ. ಯಾಕೆಂದರೆ ನಮ್ಮ ಕರ್ನಾಟಕ ರಾಜ್ಯ ಸಮೃದ್ಧಿಯಿಂದ ಕೂಡಿದಂಥ ರಾಜ್ಯ. ನೀವು ಯಾವುದೇ ಜಿಲ್ಲೆ ತಗೊಳ್ಳಿ, ಕರ್ನಾಟಕ ರಾಜ್ಯದಂಥ ಒಂದು ರಾಜ್ಯ. ನಾನು ಸಾಕಷ್ಟು ಪ್ರವಾಸ ಮಾಡಿದ್ದೀನಿ, ದೇಶದಲ್ಲಿ ಪ್ರವಾಸ ಮಾಡಿದ್ದೀನಿ, ಹೊರಗಡೆ ಪ್ರವಾಸ ಮಾಡಿದ್ದೀನಿ. ಅದೇ ಕರ್ನಾಟಕ ರಾಜ್ಯವನ್ನು ಮೀರಿಸುವಂಥ ಒಂದು ರಾಜ್ಯ ಇನ್ನೊಂದು ಕಡೆ ನಾನು ನೋಡಲಿಲ್ಲ. ಜನರು ಭಾರಿ ಒಳ್ಳೆಯವರು ಎಂಬ ಮಾತನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದಾರೆ. ಅದರಲ್ಲಿಯೂ ನಾವು ಉಡುಪಿ ದಕ್ಷಿಣ ಕನ್ನಡದವರು ಭಾರಿ ಸಾಹಸ ಪ್ರಿಯರು. ಇವತ್ತು ಬ್ಯಾಂಕಿಂಗ್ ಏನಾದರೂ ಆಗಬೇಕಾದ್ರೆ, ಶಿಕ್ಷಣ ಸಂಸ್ಥೆಗಳಾಗಬೇಕಾದ್ರೆ ಈ ಭಾಗದ ಜನರ ಒಂದು ಮೇಲುಗೈ ಎಂಬುದಾಗಿ ಹೇಳ್ಬೋದು. ಆ ರೀತಿಯಲ್ಲಿ ಎಲ್ಲ ಮಾಡಿದ್ದಾರೆ. ನಮ್ಮ ಕ್ರೈಸ್ತರು ಯಾವಾಗಲೂ ಒಳ್ಳೆ ಕೆಲಸಗಳನ್ನು ಮಾಡ್ಕೊಂಡ್ಬಂದಿದ್ದಾರೆ. ಅದರಲ್ಲಿ ಸಮೇತ ನಮ್ಮ ಧರ್ಮಗುರುಗಳು. ಇವತ್ತು ನಾನು ಹೇಳೋದಾದರೆ ನಮ್ಮ ಆರ್ಚ್ ಬಿಷಪ್ ಪಿಕ್ಚರ್ ಮಚೋಡ ಅವರು ಇದ್ದಾರೆ. ಬಹುಶಃ ಅವರಿಗೆ ಅವರ ವಿಚಾರದಲ್ಲಿ ಹೇಳೋದಾದರೆ ಎಲ್ಲ ರೀತಿಯ ಮಾರ್ಗದರ್ಶನವನ್ನು ಅವ್ರು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಯಾವ ರೀತಿ ಒಳ್ಳೆ ಕೆಲಸಗಳನ್ನು ಮಾಡಿ ಸಂಪೂರ್ಣವಾಗಿ ಒಳ್ಳೆ ಕೆಲಸ ಮಾಡೋದಕ್ಕೆ ಸಂಪೂರ್ಣವಾಗಿ ಅವರು ಬೆಂಬಲವನ್ನು ಕೊಟ್ಟುಕೊಂಡು ಮಾರ್ಗದರ್ಶನವನ್ನು ಮಾಡಿಕೊಂಡು, ಇವತ್ತು ನಾವು ಪ್ರಜಾಪ್ರಭುತ್ವದಲ್ಲಿ ಬೇರೆ ಬೇರೆ ರಾಜಕೀಯ ಪಕ್ಷದವರು ಇರ್ಬೋದು, ನಮ್ಮ ದೇಹ ಧೋರಣೆಗಳು ಬೇರೆ ಆಗಿರ್ಬೋದು. ಆದರೆ ಎಲ್ಲ ಪಕ್ಷಗಳು ಸಮೇತ ಜನರ ಹತ್ರದಿಂದಲೇ ಆರಿಸಿ ಬರಬೇಕಾಗ್ತದೆ. ಜನರಿಗೆ ಒಳ್ಳೇದು ಮಾಡಿದ್ರೆ ಮಾತ್ರ ಆರಿಸಿ ಬರಲಿಕ್ಕೆ ಸಾಧ್ಯ ಇದೆ. ಸೋಲು ಗೆಲುವು ಪ್ರಜಾಪ್ರಭುತ್ವದಲ್ಲಿ ಇರುವುದೇ. ಆದರೆ ಗೆದ್ದಾಗ ಏನೋ ನಮಗೆ ದೊಡ್ಡ ಸ್ಥಾನ ಸಿಕ್ಕಿದೆ ಅಂತ ಬಿಟ್ಟು ನಾವು ಹೆಗ್ಗಳಿಕೆ ಮಾಡ್ಕೋಬೇಕಾಗಿಲ್ಲ. ನಾವು ಸೋತರು ಸಮೇತ ಜನರ ಮಧ್ಯದಲ್ಲಿ ಕೆಲಸ ಮಾಡಿದ್ರೆ ಜನ ಅದಕ್ಕೆ ಮನ್ನಣೆ ಕೊಡ್ತಾರೆ ಎಂಬಂತ ನನ್ನ ಇದರಲ್ಲಿ ಸಮೇತ ನಾನು ಹಲವಾರು ನೋಡಿದ್ದೀನಿ, ಹಲವಾರು ಗೆಲುವನ್ನು ಸಮೇತ ನೋಡಿದ್ದೀನಿ. ಗೆದ್ದರೂ ಜನರೊಟ್ಟಿಗೆ ಇರ್ತೀನಿ, ಸೋತರೂ ಜನರೊಟ್ಟಿಗೆ ಇರ್ತೀನಿ. ಜನಸೇವೆ ನಮ್ಮ ಸೇವೆ ಎಂಬುದಾಗಿ ಅರಿತುಕೊಂಡು ಮಾತಾಡ್ತಾ ಇದ್ದೀನಿ. ಅದರಿಂದ ಯಾವುದೇ ವಿಚಾರ ಬಂದರೂ, ನಮ್ಮ ಕ್ಷೇತ್ರದ ವಿಚಾರ ಹೇಳೋದಾದ್ರೆ ಅಥವಾ ಕರ್ನಾಟಕ ವಿಚಾರ ಹೇಳೋದಾದ್ರೆ, ಡೆವಲಪ್ಮೆಂಟ್ ವಿಚಾರದಲ್ಲಿ ಯಾವುದೇ ಪಕ್ಷ ಭೇದ ಇಲ್ಲದೆ ನಾವು ಕೆಲಸ ಮಾಡೋಣ. ಒಂದು ಉದಾಹರಣೆ, ನಾವು ಯಾವುದೇ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷ ಯಾವುದೇ ಗ್ಯಾರಂಟಿ ಪ್ರೋಗ್ರಾಮ್ ಮಾಡಿದ್ರು ಸಮೇತ ಅದು ಎಲ್ಲರಿಗೋಸ್ಕರ ಮಾಡ್ತೀವಿ. ಯಾವುದೇ ಪಕ್ಷಕ್ಕೆ ಬೇರೆ ಇಲ್ಲ, ಇನ್ನೊಂದು ಮಾಡೋದಿಲ್ಲ. ಎಲ್ಲ ಧರ್ಮ ಜಾತಿಯವರಿಗೆ ಸಮೇತ ನಮ್ಮ 5 ಗ್ಯಾರಂಟಿಯಲ್ಲಿ ಸಮೇತ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಈಗಾಗಲೇ ಒಂದು ಮಾತು ಹೇಳ್ತೀನಿ, ಯಾರು ಕಷ್ಟದಲ್ಲಿದ್ದಾರೆ ಅವರ ಒಂದು ನೆರವಿಗೆ ಬರುವಂಥ ಎಲ್ಲ 5 ಗ್ಯಾರಂಟಿಗಳು ಸಮೇತ ಇದೆ. ಅದರಲ್ಲಿಯೂ ನನ್ನ ಇಲಾಖೆಗೆ ಈ ಒಂದು ಗೃಹಜ್ಯೋತಿ ಕಾರ್ಯಕ್ರಮ ಕೊಟ್ಟಿದ್ದರು. ನಮ್ಮ ಮುಖ್ಯಮಂತ್ರಿ ಸಿದ್ದರಾಮಯ್ಯಜಿಯವರು ನನ್ನ ಮೇಲೆ ನಂಬಿಕೆ ಇಟ್ಟು ಕೊಟ್ಟಿದ್ದರು. ಆದರೆ ಎಲ್ಲ ನಮ್ಮ ಅಧಿಕಾರಿಗಳು, ಎಲ್ಲ ನನ್ನ ಸ್ನೇಹಿತರುಗಳು, ನಮ್ಮ ಪಕ್ಷದವರು, ನಾವು ಎಲ್ಲ ಸೇರಿ ಬೇಕಾದರೆ ವಿರೋಧ ಪಕ್ಷವರು ಸಮೇತ ಅದಕ್ಕೆ ಬೆಂಬಲ ಕೊಟ್ಟಿದ್ದಾರೆ ಎಂಬ ಮಾತನ್ನು ಹೇಳಿ ಆ ಗೃಹಜ್ಯೋತಿ ಯೋಜನೆಯಲ್ಲಿ ಸುಮಾರು 1,65,00,000 ಕುಟುಂಬಗಳಿಗೆ ಅದರ ನೇರವಾದ ಒಂದು ಪ್ರಯೋಜನ ಸಿಕ್ಕುವಂಥ ಕೆಲಸಗಳದ್ದು ಮಾಡಿದ್ದೀವಿ. ಅದು ಕೆಲವರು ಹೇಳ್ತಾ ಇದ್ರು, ನಮ್ಮ ಬಿಷಪ್ ಒಬ್ರು ಕೇಳಿದ್ರು, ಇದು ಈ ಯೋಜನೆಗಳು ಗ್ಯಾರಂಟಿಗೆಲ್ಲ ಇರ್ತದಾ ಅಥವಾ ಇದು ಮತ್ತೆ ನಿಲ್ಲಿಸ್ತದ? ಯಾವತ್ತು ನಮ್ಮ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷದ ಯೋಜನೆಗಳು ಯಾವುದು ಇಲ್ಲಿ ತನಕ ನಿಲ್ಲೇ ಇಲ್ಲ. ನಾವು ಹುಟ್ಟಿದಾಗೆ, ನಾವು ಕಾಂಗ್ರೆಸ್ ಪಕ್ಷ ಹುಟ್ಟಿದಾಗಿಂದ ಇರುವ ಯೋಜನೆಗಳು ಈಗಲೂ ಇದೆ. ಇವತ್ತು 20 ಅಂಶಗಳ ಕಾರ್ಯಕ್ರಮ ಇರ್ಬೋದು, ಇದಿರ್ಬೋದು, ಅನ್ನಭಾಗ್ಯ ಇರ್ಬೋದು, ಪ್ರತಿಯೊಂದು ಯೋಜನೆಗಳು ಸಮೇತ ಮುಂದುವರಿಸ್ಕೊಂಡು ಹೋಗ್ತೀವಿ. ಇದು ನಮ್ಮ ಯೋಜನೆ ಅಲ್ಲ, ಜನರಿಗೋಸ್ಕರ. ಈ ಜನ ಏನು ನಮಗೆ ಸಹಾಯ ಮಾಡಿದ್ದಾರೆ ಅವರಿಗೋಸ್ಕರ ನಾವು ಮಾಡ್ತೀವಿ ಮಾತನ್ನು ಹೇಳಿ, ಬಹುಶಃ ನಮ್ಮ ಈ ಬೆಳ್ತಂಗಡಿ 25 ವರ್ಷಗಳಾಯಿತು. ಇಲ್ಲಿ ತನಕ ನಮ್ಮ ಬಿಷಪ್ ಅವರು ಸಮೇತ ಒಳ್ಳೆ ಕೆಲಸಗಳು ಮಾಡಿದ. ನನಗೆ ಅವರು ಚಿರಪರಿಚಿತರು. ಬಹುಶಃ ಅವ್ರು ಬಂದು ಅವ್ರ ಕಡೆಯಿಂದ ಜನ ಬಂದು ನನಗೆ ಹೇಳಿದ್ರು, ಇವತ್ತು ಈ ಸಮಾರಂಭದಲ್ಲಿ ಭಾಗವಹಿಸಬೇಕು ಎಂದು. ನಾನು ಖಂಡಿತವಾಗಿ ಬರ್ತೀನಿ ಎಂಬ ಮಾತನ್ನು ಹೇಳಿದ್ದೆ. ಅದರ ಪ್ರಕಾರ ಬಂದಿದ್ದೀನಿ. ಮುಖ್ಯಮಂತ್ರಿಯವರು ಸಮೇತ ಬರಬೇಕಾಗಿತ್ತು. ಅವರ ಶುಭಾಶಯಗಳನ್ನು ಹೇಳಿ ಕಳಿಸಿದ್ದಾರೆ. ನಾಳೆ ಗವರ್ನರ್ ಸ್ಪೀಚ್ ಇದೆ, ಬಡ್ಜೆಟ್ ಇದೆ, ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಬರಲಿಲ್ಲ. ಅದಲ್ಲದಿದ್ದರೆ ಅವರ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಅವರು ಪಾರ್ಟಿಸಿಪೇಟ್ ಮಾಡುವಂಥ ಒಂದು ಪ್ರೋಗ್ರಾಮ್ ಹಾಕಿದರು. ಅದರಿಂದ ಅವರ ಪರವಾಗಿ ಸಮೇತ ನಾನು ತಮಗೆಲ್ಲ ಶುಭಾಶಯಗಳನ್ನು ಹೇಳಿ, ದೇವರು ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದು ಮಾಡಲಿ ಎಂಬುದಾಗಿ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ನನ್ನ ಮಾತುಗಳನ್ನು ಮುಗಿಸ್ತೀನಿ. ಜೈ ಹಿಂದ್, ಜೈ ಕರ್ನಾಟಕ. ಸನ್ಮಾನ್ಯ ಇಂಧನ ಸಚಿವರಾದ ಶ್ರೀ ಕೆ.ಜೆ. ಜಾರ್ಜ್ ಅವರು ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಮೇಲಿನ ಅಭಿಮಾನದಿಂದ ಇಂದು ಇಲ್ಲಿಗೆ ಆಗಮಿಸಿ ಹಿತ ನುಡಿಗಳನ್ನಾಡಿದ್ದಾರೆ. ಸರ್, ತಮ್ಮ ಬಿಡುವಿಲ್ಲದ ಸಮಯವನ್ನು ನಮಗಾಗಿ ಮೀಸಲಿಟ್ಟು ನಮ್ಮ ಸಂತೋಷದಲ್ಲಿ ಭಾಗಿಯಾದಿರಿ. ತಮಗೆ ವಂದನೆಗಳು ಸರ್. ಇದೀಗ ನಮ್ಮ ಇಂದಿನ
ಮತ್ತೋರ್ವ ಮುಖ್ಯ ಅತಿಥಿಗಳು ನಮ್ಮ ನೆರೆಯ ಮಂಗಳೂರು ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಧರ್ಮಾಧ್ಯಕ್ಷರಾದ ಪರಮ ಪೂಜ್ಯ ಪೀಟರ್ ಪಾಲ್ ಸಾಲ್ಡಾನಾಯವರು. ಶಾಂತಚಿತ್ತರಾಗಿ ತಮ್ಮ ಜವಾಬ್ದಾರಿಗಳನ್ನು ನಿರ್ವಹಿಸುತ್ತಿರುವ ಮಹಾನುಭಾವ ಪೂಜ್ಯರೇ, ತಮ್ಮ ಉಪಸ್ಥಿತಿಯಿಂದ ನಮಗೆ ಅತೀವ ಆನಂದವನ್ನು ಉಂಟು ಮಾಡಿದೆ. ನಿಮ್ಮ ಹಿತನುಡಿಗಾಗಿ ನಾವು ಕಾಯುತ್ತಿರುವೆವು. ಬೆಳ್ತಂಗಡಿ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ರಜತ ಮಹೋತ್ಸವದ ಈ ಶುಭ ಸಮಾರಂಭದಲ್ಲಿ ಹಾಗೂ ಬೆಳ್ತಂಗಡಿ ಧರ್ಮಾಧ್ಯಕ್ಷರಾದ ಅತಿವಂದನೀಯ ಲಾರೆನ್ಸ್ ಮುಕ್ಕುರಿ ಇವರ ದೀಕ್ಷೆಯ ರಜತ ಮಹೋತ್ಸವದಲ್ಲಿ ನಾವು ಭಾಗಿಗಳಾಗಿದ್ದೇವೆ. ಇಂತಹ ಸುಸಂದರ್ಭದಲ್ಲಿ ವೇದಿಕೆ ಮೇಲೆ ಹಾಜರಿರುವ ಪ್ರೀತಿಯ ಆರ್ಚ್ ಬಿಷಪರೇ, ಸಚಿವರೇ, ಮಂತ್ರಿಗಳೇ, ಶಾಸಕರೇ, ಮಾಜಿ ಶಾಸಕರೇ ಹಾಗೂ ವಿಧಾನ ಪರಿಷತ್ ಸದಸ್ಯರೇ, ಈಗ ತಾನೇ ಇಲ್ಲಿಂದ ಹೋಗಿದ್ದ ಮೇಜರ್ ಆರ್ಚ್ ಬಿಷಪ್ ಹಾಗೂ ಧರ್ಮಾಧಿಕಾರಿಯವರು ಹಾಗೂ ಇಲ್ಲಿ ನೆರೆದಿರುವ ಎಲ್ಲ ಧರ್ಮಾಧ್ಯಕ್ಷರೇ, ಧರ್ಮ ಭಗಿನಿಯರೇ, ಫಾದರ್ಸ್ ಅವರೇ, ಎಲ್ಲ ಹಿತೈಷಿಗಳೇ ಹಾಗೂ ಭಕ್ತಾದಿಗಳೇ, ಧರ್ಮ ಎಂಬ ವಿಷಯ ನಮಗೆ ಯಾವಾಗಲೂ ನಮ್ಮ ಹೃದಯಕ್ಕೆ ಹತ್ತಿರುವಂಥ ವಿಷಯ. ಯಾಕೆಂದರೆ ಅದು ನಮ್ಮನ್ನು ಹಾಗೂ ದೇವರನ್ನು ಜೋಡಿಸ್ತದೆ. ದೇವರ ಹೃದಯದಿಂದ ನಮ್ಮ ಹೃದಯಕ್ಕೆ ಈ ಒಂದು ಪ್ರೀತಿಯ ಸಂದೇಶ ರವಾನೆ ಆಗ್ತಾ ಇದೆ. ಆದುದರಿಂದ ನಾವು ಯಾವಾಗಲೂ ಪ್ರೀತಿ, ಕ್ಷಮೆ, ಮಮತೆ ಇಂಥ ವಿಷಯಗಳನ್ನು ಧರ್ಮದ ಬಗ್ಗೆ ಮಾತನಾಡುವಾಗ ಮಾತನಾಡುತ್ತೇವೆ. ಬೆಳ್ತಂಗಡಿ ಧರ್ಮ ಕೇಂದ್ರ ಆರಂಭವಾಗಿದ್ದರಿಂದ ಹಿಂದಿನವರೆಗೆ ಅತೀವ ಪ್ರೀತಿಯಿಂದ ಮಂಗಳೂರು ಧರ್ಮ ಪ್ರಾಂತ್ಯ ಹಾಗೂ ಬೆಳ್ತಂಗಡಿ ಪ್ರಾಂತ್ಯ ಇವುಗಳ ನಡುವೆ ಇರುವ ಸಾಮರಸ್ಯವನ್ನು ಮೆಲುಕಾಕಿ ಒಂದೆರಡು ಮಾತುಗಳನ್ನು ಹೇಳಲು ಬಯಸ್ತೇನೆ. ಪ್ರತ್ಯೇಕವಾಗಿ ಬಿಷಪ್ ಮುಕ್ಕುರಿಯವರು ಕಂಕನಾಡಿಯಲ್ಲಿ ಗುರುಗಳಾಗಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಿರುವಾಗ ಸಂತ ಅಲ್ಫೋನ್ಸ್ ಚರ್ಚ್ನಲ್ಲಿ ಅವರ ಪರಿಚಯ ಆಗಿತ್ತು ನನಗೆ. ನಾನು ಆಗ ಸೆಮಿನರಿಯಲ್ಲಿ ಪ್ರೊಫೆಸರ್ ಆಗಿ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದೆ. ಅಂದಿನಿಂದ ಇಂದಿನ ತನಕ ಈಗ ಈ ಬಿಷಪ್ ಆಗಿ ನಾನು 5 ವರ್ಷ ಸಂದಿತು ಅತೀವ ಪ್ರೀತಿಯಿಂದ ತಮ್ಮನಂತೆ ನನ್ನನ್ನು ಕಂಡುಕೊಂಡು ನಮ್ಮ ಬಾಂಧವ್ಯವನ್ನು ಯಾವಾಗಲೂ ಉಳಿಸಿಕೊಂಡು ಕಣ್ಣಲ್ಲಿ ಕಣ್ಣು ಇಟ್ಟು ನೋಡುವಂತಹ ಈ ಮಹಾನುಭಾವ ಯಾವಾಗಲೂ ಸಿಕ್ಕಿದಾಗ ನನ್ನನ್ನು ತರಬೇತಿಗೊಳಿಸಿದವರು ಅಂದಿನ ಬಿಷಪ್ರವರು ಬೇಸಿಲ್ ಡಿಸೋಜರವರು ಅಂತವರು ನನಗೆ ಹೇಳುತ್ತಿದ್ದರು. ಅವರನ್ನು ಅಪ್ಪಿ ಇವರು ನನ್ನ ಮಗ, ಇವರು ನಮ್ಮ ಹುಡುಗ, ಹಂಸೊಬರ್ಗೋ ಹೀಗೆ ಹೇಳಿ ಅವರನ್ನು ತಬ್ಬಿ ಪ್ರೀತಿಸಿ ಮುನ್ನಡೆಸಿದ ಆ ಕೀರ್ತಿ ದಿವಂಗತ ಬಿಷಪ್ ಬೇಸಿಲ್ ಡಿಸೋಜರವರು. ಅದರ ನಂತರ ನಮ್ಮ ಬಿಷಪರು ಅಲೋಷಿಯಸ್ ಪೌಲ್ ಡಿಸೋಜ ಇವರೊಂದಿಗೆ ಇರುವ ಅನ್ಯೋನ್ಯತೆ ಹಾಗೂ ನನ್ನೊಂದಿಗೆ ಕೂಡ ಇರುವ ಅನ್ಯೋನ್ಯತೆ ನಮ್ಮ ಪ್ರೀತಿಗೆ ಒಂದು ಪ್ರತೀಕವಾಗಿದೆ. ಅವರನ್ನು ಮನಸ್ಸಿನಲ್ಲಿ ನೆನೆಸುವಾಗ ನನಗೆ ಮನಸ್ಸಿಗೆ ಬರುವ ವಿಚಾರ, ಪ್ರಾಥಮಿಕ ಶಾಲೆಯಲ್ಲಿ ಮಕ್ಕಳು ಹೇಳುವ ಒಂದು ಅನ್ನದಾತ ಎಂಬ ಪದ್ಯದ ಕೆಲವು ಸಾಲುಗಳು. ಗಟ್ಟಿ ದೇಹ ದೊಡ್ಡ ಮನಸ್ಸು ದೇವರಿಂದ ಪಡೆದನು, ಯೋಗಿಯಾಗಿ ತ್ಯಾಗಿಯಾಗಿ ಅನ್ನ ನೀಡುತ್ತಿರುವನು. ಅವರದ್ದು ಗಟ್ಟಿ ದೇಹ, ದೊಡ್ಡ ಮನಸ್ಸು ದೇವರಿಂದ ಪಡೆದದ್ದು, ಯೋಗಿಯಾಗಿ ತ್ಯಾಗಿಯಾಗಿ ಜನರಿಗೆಲ್ಲರಿಗೂ ಅನ್ನವನ್ನು ನೀಡುವುದು, ಅಂದರೆ ಬಡ ಜನರ ಸೇವೆ ಮಾಡುವುದು ಹಾಗೂ ಪರಮಪ್ರಸಾದವನ್ನು ಕೂಡ ಕೊಟ್ಟು ಆಧ್ಯಾತ್ಮಿಕ ಅನ್ನವನ್ನು ಕೂಡ ಕೊಟ್ಟು ಸಾಕಿ ಸಲುವಂಥದ್ದು. ಜನರಿಗೆ ಅವರು ತಂದೆ, ದೊಡ್ಡಣ್ಣ, ಹಾಗೆ ನಮಗೆಲ್ಲರಿಗೂ ಪ್ರೀತಿಯ ಗೆಳೆಯನಂತೆ ನಡೆಸಿಕೊಡುವ ಬಿಷಪ್ ಲಾರೆನ್ಸ್ ಮುಕ್ಕುರಿ ಹಾಗೂ ಇಡೀ ಧರ್ಮ ಪ್ರಾಂತ್ಯಕ್ಕೆ ನಾನು ಚಿರಋಣಿಯಾಗಿದ್ದೇನೆ. ಈ ಧರ್ಮಸಭೆ ಇಲ್ಲಿ ಸ್ಥಾಪನೆ ಆಗುವಾಗ ಮಂಗಳೂರು ಧರ್ಮಸಭೆಯಿಂದ ತುಂಬ ಅನ್ಯೋನ್ಯತೆ ಹಾಗೂ ಸಹಕಾರ ಕೂಡ ಇಲ್ಲಿ ಸಿಕ್ಕಿದೆ.
ಇಂಥ ಸಹಕಾರ ಇಲ್ಲಿನ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಮಂಗಳೂರಲ್ಲಿ ತರಬೇತಿಗೊಳಿಸುವ ಮೂಲಕ ಅನೇಕರು ಇಲ್ಲಿಯ ವಿದ್ಯಾರ್ಥಿಗಳು ಫಾದರ್ಸ್ರವರು ಮಂಗಳೂರಿನಲ್ಲೇ ಕಲಿತವರು ನನ್ನ ವಿದ್ಯಾರ್ಥಿಗಳು ಇದ್ದಾರೆ. ಹೀಗೆ ನಮ್ಮ ಸಂಬಂಧ ಇನ್ನೂ ಕೂಡ ಬೆಳೆಯಲಿ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಸಹೋದರಿಯರೇ, ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯಕ್ಕೆ 25 ವರ್ಷ ತಾನೆ, ಅತಿ ಇಳಿ ವಯಸ್ಸು. ಅನೇಕ ವರ್ಷಗಳು ಮುನ್ನಡೆಯಬೇಕು. ಆದ ಕಾರಣ ಈ ಧರ್ಮ ಕೇಂದ್ರದ ಮೇಲೆ, ಧರ್ಮಾಧ್ಯಕ್ಷರ ಮೇಲೆ, ಎಲ್ಲ ಯಾಜಕರು, ಧರ್ಮ ಕನ್ಯಾಸ್ತ್ರೀಯರು ಹಾಗೂ ಭಕ್ತ ವಿಶ್ವಾಸಿಗಳ ಮೇಲೆ ದೇವರ ಆಶೀರ್ವಾದಗಳನ್ನು ಬೇಡಿ ನಿಮಗೆಲ್ಲರಿಗೂ ಅಭಿನಂದನೆ ಸಲ್ಲಿಸಿ ಕೊನೆಗೊಳಿಸ್ತೇನೆ. ಥ್ಯಾಂಕ್ ಯು. Thank you, His Excellency, Most Reverend Peter Salana, for sharing words of love, wishes. Bible is the Holy Scripture. Reading Bible, meditating on the divine revelations, and living accordingly is the prime responsibility of a Christian. Diocese of Belthangady has implemented various programs and competitions to enhance Bible learning amongst the laity, such as Bible reading, Bible writing, quiz, BTH course, to name a few. All these have been conducted during this year, and it is time to recognize and honor the winners of Bible Quiz Competition 23-24. 𝐻𝐸𝐻𝐸 Parish is the winner this year. To receive this award, may I request the Bible Quiz team representatives of 𝐻𝐸𝐻𝐸 Parish to come on the dais. I request His Excellency 𝐷𝐻𝐸𝐻𝐸 𝐂𝐻𝐸𝐻𝐸, Bishop of Brahmawar, to give the prize. ಅಗತ್ಯಗಳಿಂದಾಗಿ ಸನ್ಮಾನ್ಯ ಇಂಧನ ಸಚಿವರಾದ ಶ್ರೀ ಕೆ.ಜೆ. ಜಾರ್ಜ್ ಅವರು, ಅದೇ ರೀತಿಯಲ್ಲಿ ಧರ್ಮಾಧ್ಯಕ್ಷರುಗಳು ಇಲ್ಲಿಂದ ನಿರ್ಗಮಿಸುತ್ತಿದ್ದಾರೆ. ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಪರವಾಗಿ ತಮಗೆಲ್ಲರಿಗೂ ಆತ್ಮೀಯ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. Congratulations to the winners of the Bible Quiz and sincere gratitude to His Excellency 𝐷𝐸𝐻𝐸𝐻𝐸. അടുത്തതായി ബെൽത്തങ്ങടി രൂപത ചരിത്രത്തിന്റെ പ്രകാശനമാണ്. ബെൽത്തങ്ങടി രൂപതയുടെ ഇന്നലെകളിലൂടെ ഒരു ജൈത്രയാത്ര. ബെൽത്തങ്ങടി രൂപതയുടെ രജത ചരിത്രം സീറോ മലബാർ സഭയുടെയും കത്തോലിക്ക സഭയുടെയും ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെടുകയാണ്. ബെൽത്തങ്ങടി രൂപതയുടെ ചരിത്രം പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ ഐവൻ ഡസൂസ, ക്രിസ്ത്യൻ ലീഡർ ഓഫ് മാംഗ്ലൂരിനെ സവിനയം ക്ഷണിക്കുന്നു. ഇതിനായി ബെൽത്തങ്ങടി രൂപതയുടെ ജുഡീഷ്യൽ വികാർ റെവറൻഡ് ഫാദർ കുര്യാക്കോസ് വെട്ടുകുഴിയിലിനെ സാദരം ക്ഷണിക്കുന്നു. Request Mr. Ivan D'Souza to release the history of Diocese of Belthangady. ನಮ್ಮ ಕ್ಷೇತ್ರದ ಜನಪ್ರಿಯ ಶಾಸಕರಾದಂತಹ ಶ್ರೀ ಹರೀಶ್ ಪೂಂಜಾ ಸರ್ ತಾವು ಈ ಕಾರ್ಯವನ್ನು ನಿರ್ವಹಿಸಿಕೊಡಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಧನ್ಯವಾದಗಳು. ನಮ್ಮ ಬೆಳ್ತಂಗಡಿ ಕ್ಷೇತ್ರದ
ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದ ನಮ್ಮ ಜನಪ್ರಿಯ ಶಾಸಕರು, ನಮ್ಮೊಂದಿಗೆ ಧರ್ಮಾಧ್ಯಕ್ಷರೊಂದಿಗೆ ಆತ್ಮೀಯ ಒಡನಾಟ ಹೊಂದಿರುವವರು ಸರ್. ಅವರಿಗೂ ತುರ್ತು ಕಾರ್ಯಗಳೆಲ್ಲ ಇದೆ. ಈ ಕಾರಣಕ್ಕಾಗಿ ಇದೀಗ ತಮಗೆ ಭಾಷಣಕ್ಕೆ ಅವಕಾಶ ಸರ್. ಬೆಳ್ತಂಗಡಿ ಡಯಾಸಿಸ್ನ ಸಿಲ್ವರ್ ಜುಬ್ಲಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಉಪಸ್ಥಿತರಿರ್ತಕ್ಕಂಥ ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಧರ್ಮಾಧ್ಯಕ್ಷರಾಗಿರ್ತಕ್ಕಂಥ ರೆವರೆಂಡ್ ಫಾದರ್ ಲಾರೆನ್ಸ್ ಮುಕ್ಕೋಯರವರೇ, ವೇದಿಕೆಯಲ್ಲಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಧರ್ಮಗುರುಗಳೇ, ಮಾಜಿ ಶಾಸಕರಾಗಿರ್ತಕ್ಕಂಥ ಸಚಿವರಾಗಿದ್ದಂಥ ಗಂಗಾಧರ ಗೌಡ ಅವರೇ, ಮತ್ತು ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳೇ, ಸೇರಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಸಜ್ಜನ ಬಂಧುಗಳೇ, ಪತ್ರಿಕಾ ಮಾಧ್ಯಮದ ಬಂಧುಗಳೇ, ಇವತ್ತು ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯ ರಚನೆಯಾಗಿ 20-25 ವರ್ಷದ ಈ ಸಂಭ್ರಮದ ದಿನ, ಅದರ ಜೊತೆ ಇದಕ್ಕೆ ನೇತೃತ್ವವನ್ನು ವಹಿಸಿರ್ತಕ್ಕಂಥ ಧರ್ಮಾಧ್ಯಕ್ಷರು ಸಹ 25 ವರ್ಷಗಳ ಕಾಲದಿಂದ ನಿರಂತರವಾಗಿ ಬೆಳ್ತಂಗಡಿಯನ್ನು ಕೇಂದ್ರವಾಗಿ ಇಟ್ಟುಕೊಂಡು ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಸಮಗ್ರವಾಗಿರ್ತಕ್ಕಂಥ ಅಭಿವೃದ್ಧಿ ಮತ್ತು ಧಾರ್ಮಿಕ ಚಿಂತನೆಯನ್ನು ಬಿತ್ತತಕ್ಕಂಥ ಪ್ರಾಮಾಣಿಕ ಕೆಲಸವನ್ನು ಮಾಡಿರ್ತಕ್ಕಂಥದ್ದು. ಬಹುಶಃ ನನಗಿವತ್ತು ಹೆಮ್ಮೆ ಇದೆ. ನನ್ನ 2ನೇ ಅವಧಿಯಲ್ಲಿ ಧರ್ಮಾಧ್ಯಕ್ಷರ 25ನೇ ವರ್ಷದ ಸಿಲ್ವರ್ ಜುಬ್ಲಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸುವಂಥ ಒಂದು ಅವಕಾಶ ಸಿಕ್ಕಿದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಮೊದಲನೇದಾಗಿ ನಾನು ಬಹಳ ಸಂತೋಷವನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಪಡ್ತಾ ಇದ್ದೇನೆ. ನನಗೆ ಬಹಳ ಆತ್ಮೀಯ ಒಡನಾಟ ಧರ್ಮಾಧ್ಯಕ್ಷರ ಜೊತೆಯಲ್ಲಿ. ಮೊದಲು ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ನೆರೆ ಬಂದಾಗಲೂ, ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಕೊರೋನಾದ ಸಮಸ್ಯೆ ಆದಾಗಲೂ ಪ್ರತಿ ಹಂತದಲ್ಲೂ ಗುರುಗಳ ಹತ್ರ ಬಂದು ಮಾತಾಡಿದಾಗ ಈ ಕ್ಷೇತ್ರದಲ್ಲಿರ್ತಕ್ಕಂಥ ಈ ಎಲ್ಲ ಸಮಸ್ಯೆಯ ವಿರುದ್ಧ ಹೋರಾಟವನ್ನು ಮಾಡತಕ್ಕಂಥ ನಿಟ್ಟಿನಲ್ಲಿ, ಸಮಸ್ಯೆಯನ್ನು ಇತ್ಯರ್ಥ ಮಾಡತಕ್ಕಂಥ ನಿಟ್ಟಿನಲ್ಲಿ ಬಹಳ ಪ್ರಾಮಾಣಿಕವಾಗಿರ್ತಕ್ಕಂಥ ಸಲಹೆ ಸೂಚನೆಗಳನ್ನು ಕೊಟ್ಟು, ನೀವು ಮುಂದೆ ಹೋಗಿ ನಿಮ್ಮ ಜೊತೆ ಈ ಕ್ಷೇತ್ರದಲ್ಲಿರ್ತಕ್ಕಂಥ ನಮ್ಮ ಪ್ರಾಂತ್ಯದಿಂದ ಏನು ಸಹಕಾರ ಬೇಕು ಆ ಸಹಕಾರವನ್ನು ಕೊಡ್ತೇವೆ ಎನ್ನುವಂಥ ಒಂದು ಪ್ರಾಂಜಲ ಮನಸ್ಸಿನ ಧರ್ಮಾಧ್ಯಕ್ಷರು ಅದು ಲಾರೆನ್ಸ್ ಮುಕ್ಕೋಯವರು ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಬಹಳ ಸಂತೋಷವನ್ನು ಸಹ ಈ ಸಂದರ್ಭದಲ್ಲಿ ಪಡ್ತಾ ಇದ್ದೇನೆ. ಪ್ರಾಯಶಃ ಸಿರೋ ಮಲ್ಬಾರಿ ಸಮಾಜ ಕೃಷಿ ಅಂತ ಏನು ಅಂತ ಹೇಳಿದರೆ ಅದನ್ನು ಹೇಗೆ ಮಾಡೋದು ಅಂತ ಹೇಳುವಂಥ ಪ್ರಶ್ನೆ ಬಂದಾಗ, ಅದರ ಹಿಂದೆ ಎಷ್ಟು ಕಷ್ಟ ಇದೆ ಅಂತ ಹೇಳಿ ಬಂದಾಗ, ಅದಕ್ಕೆ ಇನ್ನೊಂದು ಕೃಷಿಕ ಎನ್ನುವಂಥದ್ದಕ್ಕೆ ಹೆಸರನ್ನು ಸಿರೋ ಮಲ್ಬಾರಿ ಅಂತ ಕೊಟ್ಟರು ತಪ್ಪಾಗ್ಲಿಕ್ಕಿಲ್ಲ ಅಂತ ನನ್ನ ಅನಿಸಿಕೆ ಇದೆ. ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ನಾವೆಲ್ಲರೂ ಕೃಷಿ ಮಾಡಿದರೆ ಬೆಳಿಗ್ಗೆ 9 ಗಂಟೆಗೆ ನಿಧಾನವಾಗಿ ಕೃಷಿಯ ಕಡೆಗೆ ಹೋಗುವವರು, ಆದರೆ ರಾತ್ರಿ 3 ಗಂಟೆಗೆ 2 ಗಂಟೆಗೆ ಎದ್ದು ಈ ಜಿಲ್ಲೆಗಳೆಲ್ಲೂ ರಬ್ಬರ್ ಕೃಷಿಯನ್ನು ಮಾಡಬಹುದು ಎನ್ನುವಂಥದ್ದನ್ನು ತೋರಿಸಿ ಈ 2 ಜಿಲ್ಲೆಗೆ ಕೊಟ್ಟಿದ್ರೆ ಅದು ಸಿರೋ ಮಲ್ಬಾರಿ ಸಮಾಜ ಎನ್ನುವಂಥದ್ದನ್ನು ನಾನು ಬಹಳ ಸಂತೋಷದಿಂದ ಹೇಳಲಿಕ್ಕೆ ನಾನು ಬಹಳ ಸಂತೋಷ ಪಡ್ತೇನೆ. ಬಹುಶಃ ಇಲ್ಲಿ ಬಂದು ಇಲ್ಲಿಯ ಸಮಾಜದ ಜೊತೆ ಅವಿನಾಭಾವ ಸಂಬಂಧವನ್ನು ಇಟ್ಟುಕೊಂಡು ನಾವೆಲ್ಲರೂ ಒಂದೇ, ನಾವು ಕನ್ನಡಿಗರು, ನಾವು ತುಳುವರು ಎನ್ನುವ ಕಲ್ಪನೆಯಲ್ಲಿ ಇವತ್ತು ನಮ್ಮೊಟ್ಟಿಗೆ ಸಂಬಂಧವನ್ನು ಹೊಂದಿರತಕ್ಕಂಥವ್ರು. ಇವತ್ತು ನಾವು ಕೇವಲ ಮಲಯಾಳ ಮಾತ್ರ ಮಾತಾಡೋದಲ್ಲ, ತುಳು ಮಾತಾಡಿದಾಗ ನೀವು ತುಳುವರು ಅಂತ ಅನಿಸ್ತದೆ, ಕನ್ನಡ ಮಾತಾಡಿದಾಗ ನೀವು ಕನ್ನಡಿಗರು ಅಂತ ಅನಿಸ್ತದೆ. ಎಲ್ಲವನ್ನು ನಾವು ಭಾರತೀಯರು ಎನ್ನುವ ಕಲ್ಪನೆಯಲ್ಲಿ ಇಲ್ಲಿ ನಮ್ಮ ಜೊತೆ ಬೆಳ್ತಂಗಡಿ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ತುಳುವರ ಜೊತೆ ತುಳುವರಾದವರು ಸಿರೋ ಮಲ್ಬಾರಿ ಸಮಾಜದವರು. ಅದಕ್ಕೂ ನಾನು ತುಳುವರ ಪರವಾಗಿ ನಿಮಗೆ ಅಭಿನಂದನೆಗಳನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಸಲ್ಲಿಸಲಿಕ್ಕೂ ನಾನು ಬಹಳ ಸಂತೋಷ ಪಡ್ತೇನೆ. ನಮ್ಮ ಕೆ.ಜೆ. ಜಾರ್ಜ್ ಅವರು ತೆರಳಿದ್ರು, ಇಲ್ಲಿ ಮಾತಾಡಿರ್ತಕ್ಕಂಥದ್ದವರಿಗೆ ತಿಳಿಸ್ಬೋದು ಅಂತ ಅನಿಸ್ತದೆ ನನಗೆ. ನಾವು ರಾಜಕೀಯ ಅಂತಲ್ಲ, ನಾನು ಜಾರ್ಜ್ ಅವರು ಎಲ್ಲರೂ ಸೇರಿ ಈ ಸಮಾಜಕ್ಕೆ ಶಕ್ತಿ ಬರಬೇಕಾದ್ರೆ ರಬ್ಬರ್ ಬೆಳೆಗಾರರಿಗೆ ಒಂದು ಒಳ್ಳೆ ರೀತಿಯಾಗಿರ್ತಕ್ಕಂಥ ಬೆಳೆ ಕೊಟ್ರೆ ಮಾತ್ರ ನಾವೆಲ್ಲರೂ ಸಮಾಜದಲ್ಲಿ ಒಟ್ಟಿಗೆ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಬದುಕಲಿಕ್ಕೆ ಸಾಧ್ಯ ಇದೆ. ನಾನು ಜಾರ್ಜ್ ಅವರ ಹತ್ರ ರಿಕ್ವೆಸ್ಟ್ ಮಾಡ್ತೇನೆ, ನಾವೆಲ್ಲರೂ ನಿಮ್ಮ ಜೊತೆ ಸೇರ್ತೇವೆ. ನಮ್ಮ ಈ ಜಿಲ್ಲೆಯ ರಬ್ಬರ್ ಬೆಳೆಗಾರರಿಗೆ ಶಕ್ತಿಯನ್ನು ಕೊಡತಕ್ಕಂಥ ವ್ಯವಸ್ಥೆ ನಮ್ಮ ಸಿಲ್ವರ್ ಜುಬ್ಲಿಯ ಕಾರ್ಯಕ್ರಮದ ಮೂಲಕ ಆದರೆ ಇದು ನಿರಂತರವಾಗಿ ನಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿ ನೆಲೆಪೊಳೆಯತಕ್ಕಂಥ ಕಾರ್ಯ ಆಗ್ತದೆ ಎನ್ನುವಂಥ ಮಾತನ್ನು ಸಹ ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ನಾನು ಬಹಳ ಸಂತೋಷಪಟ್ಟು, ಗುರುಗಳ ಆಶೀರ್ವಾದ, ಧರ್ಮಾಧ್ಯಕ್ಷರ ಆಶೀರ್ವಾದ ಈ ಕ್ಷೇತ್ರಕ್ಕೆ, ಈ ಜಿಲ್ಲೆಗೆ, ಈ ಡಯಾಸಿಸ್ಗೆ ನಿರಂತರವಾಗಿ ಇರಲಿ ಎನ್ನುವಂಥ ಮಾತನ್ನು ಹೇಳ್ತಾ, ಎಲ್ರಿಗೂ ಮತ್ತೊಮ್ಮೆ ಶುಭವಾಗಲಿ ಎನ್ನುವಂಥ ಮಾತನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳ್ತಾ ನನ್ನ ಮಾತಿಗೆ ಪೂರ್ಣ ವಿರಾಮ ಇಡ್ತಾ ಇದ್ದೇನೆ. ಭಾರತ್ ಮಾತಾ ಕಿ ಜೈ. ತಮ್ಮ ಹಿತನುಡಿಗಳ ಮೂಲಕ ಸನ್ಮಾನ್ಯ ಶಾಸಕ ಶ್ರೀ ಹರೀಶ್ ಪೂಜೆ ಅವರು ನಮ್ಮೊಂದಿಗೆ
ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿದ್ದಾರೆ. ಸರ್, ತಮ್ಮ ಉತ್ತಮ ನುಡಿಗಳಿಗಾಗಿ ವಂದನೆಗಳು. ಇದೀಗ ಸನ್ಮಾನ್ಯ ಶಾಸಕರು ಪರಮ ಪೂಜ್ಯ ಧರ್ಮಾಧ್ಯಕ್ಷರಿಗೆ ಶಾಲು ಓದಿಸಿ ಸನ್ಮಾನವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ധന്യവാദങ്ങൾ സർ. ഇടയൻ അഭിമന്യ ഗീവർഗീസ് മക്കാരിയോസ് പിതാവിനെ സവിനയം ക്ഷണിക്കുന്നു. ದೈವತಿರುನಾಮത്തിൽ ಮಹತ್ವ ಉಂಟಾಗಟ್ಟೆ. ಈ ಒಂದು ಪ್ರಧಾನ ವೇದಿಕೆ ಖಾಲಿಯಾಗಿದೆ, ಅದೇ ರೀತಿ ಮುಂಭಾಗ ಕೂಡ ಖಾಲಿ ಆಗ್ತಾ ಬರ್ತಾ ಇದೆ. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ബെൽത്തങ്കടി രൂപതയുടെ സിൽവർ ജൂബിലി ആഘോഷം, പ്രഥമ ഇടയൻ അഭിമന്യ ലോറൻസ് മുക്കുഴി പിതാവിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം. ഒന്നായി പിതാവിനോട് ചേർന്ന് പ്രവർത്തിച്ച് ഈ കഴിഞ്ഞ 25 വർഷമായി ഈ പ്രദേശത്തെ നമ്മായിരിക്കുന്ന ഓരോ പ്രദേശങ്ങളെയും ദൈവഹിതമനുസരിച്ച് മാറ്റിയെടുക്കുവാൻ സാധിച്ചത് പിതാവിൻ്റെ ആ വലിയ ആത്മീയ, അതോടൊപ്പം തന്നെ നിങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തിയ ആ വലിയ മാതൃകയാണ്. രൂപതയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുമ്പോൾ പുത്തൂർ രൂപതയും ബെൽത്തങ്കടി രൂപതയും ഞാൻ 2010 മുതൽ പിതാവിനോട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു വൈദിക മേലധ്യക്ഷനായതിനു ശേഷം ഒരു സഹോദര തുല്യ സ്നേഹത്തോടെ പിതാവ് എന്നെ പല രീതിയിൽ നടത്തുന്നുണ്ട്. അതിനും ഞാൻ നന്ദിയുള്ള ഹൃദയത്തോട് ഈ ഒരു വേദിയിലായിരുന്നുകൊണ്ട് പുത്തൂർ ഭദ്രാസനത്തിൻ്റെ വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിൻ്റെയും പേരിലുള്ള ജൂബിലി മംഗളങ്ങൾ പിതാവിനും പിതാവിൻ്റെ രൂപതയ്ക്കും പ്രത്യേകമായി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ ആശംസാ വചസ്സുകൾക്ക് നന്ദി പിതാവേ. Grace, 25 years of Diocese of Belthangady, the souvenir book, is a keepsake document to look back into the last 25 years of our dioceses. Grace also includes 25 years of graceful leadership of our beloved shepherd, my Lawrence Mukkuzhy. Grace is prepared to cherish our memories of last 25 years and thank God for His abundant blessings. May I invite Sri Gangadhar Gowda, senior leader in Belthangady, to release the souvenir Grace. Thank you all the dignitaries for graciously releasing Grace. സഭയിലെ സന്യസ്തരെ പ്രതിനിധീകരിച്ച് ആശംസകൾ അർപ്പിക്കുന്നതിനായി റെവറൻഡ് സിസ്റ്റർ ഡെയ്സി FCCയെ സാദരം ക്ഷണിക്കുന്നു. We know that in all things God works for good with those who love Him. His Grace, Most Archbishop, His Excellency, Most Reverend Bishops, Honorable Ministers, MLAs, dignitaries on the dais and off the dais. ದೇವರೆಂದರೆ ಕೇವಲ ಗುಡಿಯೊಳಗಿನ ಮೂರ್ತಿಯಲ್ಲ, ಮನುಷ್ಯ ಹೃದಯದೊಳಗಿನ ಪ್ರೀತಿ.
ಹಳೆಯ ಬೇರು ಹೊಸ ಚಿಗುರು ಕೂಡಿರಲು ಮರ ಸೊಬಗು ಎಂಬ ಮಾತಿನಂತೆ ದೇವರಿಗೆ ಯೋಗ್ಯವಾದ ವ್ಯಕ್ತಿಯಾಗಿ ಸಾವಿರಾರು ಜನರನ್ನು ಕರ್ತನೊಡಗೆ ಕರೆದೊಯ್ಯುವ ಸದಾ ಲವಲವಿಕೆಯಿಂದ ಕಾರ್ಯನಿರತರಾಗಿರುವ ನಮ್ಮ ಧರ್ಮಾಧ್ಯಕ್ಷರು ಮಾರ್ ಲಾರೆನ್ಸ್ ಮುಕ್ಕುಳಿ ಅವರೇ, ತಮಗೂ ಧರ್ಮ ಪ್ರಾಂತ್ಯಕ್ಕೂ ಬೆಳ್ಳಿ ಹಬ್ಬದ ಶುಭಾಶಯಗಳು. ಬೆಳ್ತಂಗಡಿ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಪ್ರೇಮವನ್ನು ತನ್ನ ರಕ್ತದ ಕಣಕಣಗಳಲ್ಲೂ ಉಸಿರಾಗಿಸಿಕೊಂಡು ನಿಮ್ಮ ಜೀವನವು ಇಲ್ಲಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಿರುವ ಧರ್ಮ ಗುರುಗಳಿಗೂ ಧರ್ಮ ಭಗಿನಿಯರಿಗೂ ದೇವ ಜನತೆಗೂ ಒಂದು ಮಾರ್ಗದೀಪವೇ ಎನ್ನುವುದರಲ್ಲಿ ಸಂದೇಹವಿಲ್ಲ. ಇತರ ಧರ್ಮ ಪ್ರಾಂತ್ಯಗಳಲ್ಲಿ ಎಲ್ಲೂ ಕಂಡುಬರದಂಥ ಒಂದು ಅಚ್ಚರಿಯ ಸಂಗತಿ ಎಂದರೆ ಇಲ್ಲಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಿರುವ ಧರ್ಮ ಭಗಿನಿಯರನ್ನೆಲ್ಲ ಪ್ರತಿ ವರ್ಷವೂ ಒಮ್ಮೆಯಾದರೂ ಒಟ್ಟುಗೂಡಿಸಿ ಬೇಕಾದ ಸಲಹೆ ಸೂಚನೆಗಳನ್ನು ನೀಡಿ ಮುನ್ನಡೆಸುತ್ತಿರುವ ನಿಮ್ಮ ತ್ಯಾಗದ ಫಲವೇ ಬೆಳ್ತಂಗಡಿ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಮೆಚ್ಚುಗೆಯ ವಿಷಯ. ನಿಮ್ಮ ಜೀವನವು ನಮಗೆ ನೀಡುವ ಒಂದು ಕಿವಿ ಮಾತು ಎಂದರೆ, ಸೋತೆ ಎಂದು ನೀ ಮುಂದಿಟ್ಟ ಹೆಜ್ಜೆ ಹಿಂದಿಡಬೇಡ, ಏಕೆಂದರೆ ಯಾರಿಗೆ ಗೊತ್ತು ಆ ಹೆಜ್ಜೆ ನಿನ್ನ ಇತಿಹಾಸವನ್ನೇ ಸೃಷ್ಟಿ ಮಾಡುವ ಹೆಜ್ಜೆಯಾಗಿರಬಹುದು ಎಂದು. ಎಲ್ಲರನ್ನೂ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವ ಮನಸ್ಸು, ಕ್ಷಮಿಸುವ ಗುಣ, ಕೈ ಜೋಡಿಸುವ ಪ್ರೀತಿ, ಸಮಾಧಾನ ಪಡಿಸುವ ಒಂದು ಹೃದಯ, ಎಸ್, ಇದುವೇ ನಿಮ್ಮ ಜೀವನದ ನಿಜವಾದ ಆಸ್ತಿಯು. ಕಳೆದ 25 ವರ್ಷಗಳಲ್ಲೂ ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಬೆಳವಣಿಗೆಯಲ್ಲಿ ಕೈ ಜೋಡಿಸಿದ ನಿಮಗೆಲ್ಲರಿಗೂ ಧನ್ಯವಾದಗಳು. ನಿಮ್ಮ ಆತ್ಮೀಯ ಸಹಕಾರವೇ ನಮ್ಮ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಹಾಗೂ ಧರ್ಮಾಧ್ಯಕ್ಷರ ಪ್ರಗತಿಯ ಬೆನ್ನೆಲುಬು. ಭಗವಂತನ ಆಶೀರ್ವಾದ ನಿಮ್ಮೊಂದಿಗೆ ഇരലി ಎಂದು ഹാരയിಸುತ್ತೇನೆ. ബെൽത്തങ്ങടി രൂപതയിൽ സേവനം ചെയ്യുന്ന എല്ലാ സമർപ്പിതരുടെയും നാമത്തിൽ സിൽവർ ജൂബിലിയുടെ മംഗളങ്ങൾ ഏവർക്കും ഹൃദ്യമായി നേർന്നുകൊള്ളുന്നു. നമുക്കും ഭാവി തലമുറയ്ക്കും ഈ സുദിനം നൽകുന്ന സന്ദേശം: നിങ്ങൾക്കറിയില്ല നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങൾ അറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നന്ദിയോടെ നാം ഒന്നായി നമുക്ക് മുന്നേറാം. ಮಗದೊಮ್ಮೆ ಬೆಳ್ಳಿ ಹಬ್ಬದ ಶುಭಾಶಯಗಳೊಂದಿಗೆ ನನ್ನ ಚಿಕ್ಕ ಮಾತಿಗೆ ಚೊಕ್ಕ ವಿರಾಮ ನೀಡುತ್ತೇನೆ. ಜೈ ಕ್ರೈಸ್ಟ್. Thank you, Reverend Sister Daisy. Representing Mangalore Latin Diocese, Reverend Father Vicar and representatives of Holy Redeemer Church, Belthangady, wish to honor His Excellency Most Reverend Lawrence Mukkuzhy. May I request them to come on the dais for felicitation. May I request our gracious Bishop, His Excellency Lawrence Mukkuzhy, to kindly accept the honoring. ನಮ್ಮ ನೆರೆಯ ಪುತ್ತೂರು ತಾಲೂಕಿನ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದ ಶಾಸಕರಾದಂಥ ಅಶೋಕ್ ಕುಮಾರ್ ರೈ ಇದೀಗ ನಮ್ಮ ಈ ಸಂಭ್ರಮದಲ್ಲಿ ಭಾಗಿಯಾಗಲು ಆಗಮಿಸಿದ್ದಾರೆ. ಸರ್, ತಾವು ದಯವಿಟ್ಟು ವೇದಿಕೆಗೆ ಆಗಮಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ. Thank you for the loving wishes. തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയും ദൈവശാസ്ത്ര പണ്ഡിതനും വാഗ്മിയും ആത്മാഭിഷേകത്താൽ നിറഞ്ഞ് സഭയെ ധീരമായി നയിക്കുകയും ചെയ്യുന്ന അഭിവന്യ ജോസഫ് പാംപ്ലാനി പിതാവിനെ ഈ വേദിയിൽ അധ്യക്ഷനായി ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ്. പിതാവിൻ്റെ അനുഗ്രഹ വചസ്സുകൾക്കായി നമുക്ക് കാതോർക്കാം. Bishop Mar Lawrence Mukkuzhy, the cause of our joy for today, and all other dignitaries, I am honored because I don't have to mention so many on or off the dais, because when I was asked to be the president of this session,
According to the custom in Kerala, the president is supposed to speak as the first speaker. But I remember in Karnataka, the president will be allotted the last chance to speak, to ensure that at least the president will be there upon the stage towards the end of the meeting. I think that is the reason why. Anyway, I take it as a great opportunity to thank everyone who is here and to congratulate our great bishop, Mar Lawrence Mukkuzhy. I was thinking about the very name Lawrence itself is something conveying the deep meaning of his personality. The term Lawrence simply signifies one who is originated from light. Yes, he is someone who is originated from light, or in other words, he is a shining star. There is nothing dark in his personality. That is the most significant thing with regard to Bishop Mar Lawrence. He is a transparent person, he is a holy one, and he represents the episcopal excellence and eminence. Thank you, Bishop Lawrence, for guiding this diocese from the very time of its inception to this great majesty. തലശ്ശേരി അതിരൂപതയിൽ സൗത്ത് കാനറ മിഷൻ അതാരംഭിച്ചിട്ട് തലശ്ശേരി അതിരൂപതയോളം തന്നെ പഴക്കമുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ അഭിവന്യ ലോറൻസ് പിതാവ് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത നാൾ മുതൽ നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു 10-15 വർഷം, ഈ രൂപത സ്ഥാപിച്ചൊരു 10-15 വർഷം കൊണ്ട് തലശ്ശേരി അതിരൂപത 60 കൊല്ലം കൊണ്ടല്ലേ 70 കൊല്ലം കൊണ്ട് വളർന്ന അത്രയും വളർച്ച ബെൽത്തങ്ങാടി രൂപത ആർജിച്ചു എന്ന് പറയുന്നത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ കാര്യമാണ്. കാരണം ഈ രൂപതയെ നയിക്കുന്നത് ലോറൻസ് പിതാവാണ്. ലോറൻസ് പിതാവിനെ ഓർക്കുമ്പോഴൊക്കെയും ഞാനൊരു സങ്കീർത്തനമാണ് ഓർക്കുക. പള്ളി കൂദാശ ചെയ്യുമ്പോൾ ചൊല്ലുന്ന ഒരു സങ്കീർത്തനമാണ്, കർത്താവേ ദാവീദിനെ ഓർക്കണമേ, അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ മറന്നു കളയരുതേ എന്ന്. ഈ രൂപതയെ ശൂന്യതയിൽ നിന്ന് അത്ഭുതാവഹമായി വളർത്തിയെടുത്തത് ലോറൻസ് പിതാവാണ്. ഞാൻ നിങ്ങളുടെ രൂപതാ ചരിത്രം ഇപ്പോൾ മറിച്ചു നോക്കിയുണ്ടായി. പിതാവ് രൂപതാധ്യക്ഷനായ ശേഷം ഈ ബെൽത്തങ്കടി രൂപതയിൽ 42 പള്ളികൾ പുതുതായി നിർമ്മിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇറ്റ് ഈസ് അമേസിംഗ്, ഇറ്റ് ഈസ് അൺപാരലൽ. കൺഗ്രാജുലേഷൻസ് ഡിയർ ബിഷപ്പ് ലോറൻസ്. 16 സ്കൂളുകൾ ഇവിടെ സ്ഥാപിച്ചു, 22 പള്ളിമേടകൾ പുതുതായി നിർമ്മിക്കപ്പെട്ടു. ഈ രൂപത ചെയ്തു തീർത്ത വലിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന വളർച്ചയാണ് ബെൽത്തങ്ങാടി രൂപത ഈ നാളുകൾ കൊണ്ട്. അഭിവന്യമാർ ലോറൻസ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ 3 വാചകങ്ങളിൽ ഞാൻ അത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലോറൻസ് പിതാവ് ആരോടും കലഹിക്കുക, അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധികളും കാർക്കശ്യങ്ങളും ഉണ്ട് എങ്കിലും ആരോടും തർക്കിക്കാനും കലഹിക്കാനും അദ്ദേഹം ഒരിക്കലും മുതിരുന്നില്ല. എല്ലാവരോടും സൗഹൃദമാണ്. കാരണം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ചില ജീവികളെ കല്ലെറിഞ്ഞാൽ അത് കുരച്ചുകൊണ്ട് നമ്മൾക്കെതിരായി കടിക്കാൻ വേണ്ടി വരും. ഏത് ജീവിയാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാവുന്നു. അതേസമയം നിങ്ങളൊരു പക്ഷിയുടെ നേരെ കല്ലെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? പക്ഷി നിങ്ങളെ കൊത്താൻ വേണ്ടി പാഞ്ഞു വരുമൊന്നുമില്ല. ഇറ്റ് വിൽ ഫ്ലൈ ഇൻ ടു സച്ച് എ ഹൈറ്റ് വേർ നോ സ്റ്റോൺസ് വുഡ് എവർ റീച്ച്. That is the significance of Bishop Lawrence. Whenever you raise some criticism against the bishop, whenever you wanted to enter into a quarrel with the bishop, you will be amazed to see the height of his personality. He will raise into such a height so that
it becomes almost impossible for you to knock him down. Dear Bishop Lawrence, we are really proud of you. രണ്ടാമതായിട്ട് എനിക്ക് ലോറൻസ് പിതാവിനെ കുറിച്ച് ഒരു അരിസ്റ്റോട്ടീലിയൻ ചിന്തയാണ്. അരിസ്റ്റോട്ടിൽ പറഞ്ഞു, think about a bird. It will never trust the ability of the branches to which it is going to sit down. Rather, it will be comfortable with the power of its wings. ഒരു പക്ഷിയും താനിരിക്കുന്ന മരത്തിന്റെ കമ്പിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നില്ല. മരത്തിന്റെ കമ്പൊടിഞ്ഞതിന്റെ പേരിൽ ഒരു പക്ഷിയും താഴെ വീണ് കാലൊടിഞ്ഞതായിട്ടോ നടുവൊടിഞ്ഞതായിട്ടോ നമ്മൾ കേട്ടിട്ടില്ല. ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ടു പവർഫുൾ വിങ്സ്. ലോറൻസ് പിതാവ് തന്നെയാണ് ദൈവപരിപാലനയുടെ അത്ഭുതാവഹമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പിതാവ് ദൈവപരിപാലനയിൽ ആഴമായി ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പിതാവ് അജയ്യനായി നിലകൊള്ളുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ കാര്യമാണ്. പ്രിയപ്പെട്ട ലോറൻസ് പിതാവ് തൊട്ടതെല്ലാം വിശുദ്ധമാക്കാനും വിജയമാക്കാനും ദൈവത്തിന്റെ വരം കിട്ടിയവനാണ്. അങ്ങനെ ഒരു ദേവനെ കുറിച്ച് ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നുണ്ട്. മിഡാസ് എന്ന് പറയുന്ന ഒരു ദേവനാണ്. Whenever he touches something, it will be turned into gold. That was his ability. I don't know whether such a capacity is given to Bishop Lawrence, but I am certain that whenever he touches, everything becomes blessed, everything becomes gracious. That is his meritorious presence. Thank you, Bishop Lawrence, for being the wonderful shepherd of this great people. Seeing this great multitude coming from all over the South Canara, I was amazed. നിങ്ങൾ ആളെണ്ണത്തിൽ മറ്റു രൂപതകളെക്കാളും ചെറുതായിരിക്കും. സാമ്പത്തികമായി മറ്റ് സിറോ മലബാർ രൂപതകൾ പലതും നിങ്ങൾക്ക് മുമ്പിലുണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ട ബെൽത്തങ്കടിയിലെ ദൈവവിശ്വാസികളെ, ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം. നിങ്ങളെപ്പോലെ കൂട്ടായ്മയുള്ള സഭാ സ്നേഹമുള്ള മറ്റൊരു രൂപതയും നമ്മുടെ സഭയിൽ ഇല്ല എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്, അഭിമാനകരമാണ്. നിങ്ങൾക്ക് മാത്രമേ ഇത്രമേൽ സുന്ദരമായി രൂപതയുടെ ജൂബിലി സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. I congratulate everyone who had worked hard to materialize this Jubilee celebration. It was amazing, wonderful, it was great. Thank you. Congratulations to everyone. അഭിവന്യ പിതാവിന്റെ അനുഗ്രഹവചസ്സുകൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ಸನ್ಮಾನ್ಯ ಯುಟಿ ಖಾದರ್ ಅವರು ಕರ್ನಾಟಕ ವಿಧಾನಸಭೆಯ 23ನೇ ಸಭಾಪತಿಗಳಾಗಿರುವ ಇವರು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯವರಾದ ನಮಗೆ ಬಹಳ ಹೆಮ್ಮೆಯ ವಿಚಾರ. ಮಂಗಳೂರು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದಿಂದ ಆಯ್ಕೆಯಾದ ಇವರು ಹಿಂದಿನ ಹಲವು ಸರ್ಕಾರದ ಅವಧಿಯಲ್ಲಿ ವಸತಿ ಮತ್ತು ನಗರಾಭಿವೃದ್ಧಿ, ಆರೋಗ್ಯ, ಆಹಾರ ಸರಬರಾಜು ಮತ್ತು ಗ್ರಾಹಕ ವ್ಯವಹಾರಗಳು ಮುಂತಾದ ಇಲಾಖೆಗಳಲ್ಲಿ ತಮ್ಮ ಸಾಮರ್ಥ್ಯವನ್ನು ತೋರಿಸಿಕೊಟ್ಟವರು. ಇಂದಿನ ಈ ಸಮಾರೋಪಕ್ಕೆ ಆಗಮಿಸಿ ನಮಗೆ ಶುಭ ಕೋರಲು ಇಲ್ಲಿಗೆ ಅವರು ಆಗಮಿಸಿದ್ದಾರೆ. ನಾಳೆ ಅಧಿವೇಶನ ಶುರುವಾಗುತ್ತಿದೆ. ಬಹಳ ಒತ್ತಡ ಇದ್ದು ಕೂಡ ಅವರು ಇಲ್ಲದ ಸಮಯವನ್ನು ಹೇಗಾದರೂ ಮಾಡಿ ಸರಿಪಡಿಸಿಕೊಂಡು ನಮ್ಮ ಮಧ್ಯೆ ಬಂದಿದ್ದಾರೆ. ಈ ಸಮಾರಂಭಕ್ಕೆ ಶುಭ ಕೋರಲಿರುವ ಕರ್ನಾಟಕ ವಿಧಾನಸಭೆಯ ನಮ್ಮ ಹೆಮ್ಮೆಯ ಸಭಾಪತಿಗಳಾಗಿರುವ ಸನ್ಮಾನ್ಯ ಯುಟಿ ಖಾದರ್ ಅವರಿಗೆ ಹಾರ್ದಿಕ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. കർണാടക നിയമസഭാ സ്പീക്കർ ബഹുമാന്യനായ ശ്രീ യുടി ഖാദറിനെ സ്വാഗതം ചെയ്യുന്നതിനായി ബെൽത്തങ്കടി രൂപതയുടെ പ്രൊക്യുറേറ്റർ റവറൻഡ് ഫാദർ അബ്രഹാം പട്ടേലിനെ സാദരം ക്ഷണിക്കുന്നു. ಇನ್ನೋರ್ವ ಅತಿಥಿಗಳು ನಮ್ಮ ನೆರೆಯ ಪುತ್ತೂರಿನ ಶಾಸಕರಾಗಿರುವಂತಹ ಶ್ರೀ ಅಶೋಕ್ ಕುಮಾರ್ ರೈ ಅವರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಅವರು ಕೂಡ ಬಹಳ
ತುರ್ತು ರೀತಿಯಲ್ಲಿ ಕಾರ್ಯಕ್ರಮದ ಒತ್ತಡದ ಮಧ್ಯೆ ಕೂಡ ನಮ್ಮ ಮಧ್ಯೆ ಬಂದಿದ್ದಾರೆ. ಅವರಿಗೆ ಇಲ್ಲಿ ಸೇರುವ ಎಲ್ಲರ ಪರವಾಗಿ ಬಹಳ ಪ್ರೀತಿಯಿಂದ ನಾನು ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. I request Reverend Father Matthew Vellachalil to graciously welcome Mr. Ashok Kumar Rai. ಕರ್ನಾಟಕ ವಿಧಾನಸಭಾಧ್ಯಕ್ಷರಾದ ಸನ್ಮಾನ್ಯ ಶ್ರೀ ಯುಟಿ ಖಾದರ್ ಅವರು, ಸರ್, ತಾವು ನಮ್ಮನ್ನುದ್ದೇಶಿಸಿ ಹಿತನುಡಿಗಳನ್ನು ಆಡಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಉನ್ನತ ಹುದ್ದೆಯಲ್ಲಿದ್ದರು, ಸರಳ ಸಜ್ಜನತೆಯ ಪ್ರತಿರೂಪ ಇವರು, ಸಜ್ಜನ ವ್ಯಕ್ತಿತ್ವ ಇವರದು. ಸರ್, ತಮ್ಮ ಹಿತನುಡಿಗಳಾಗಿ ಕಾಯ್ದಿರುವೆವು. ಇತಿಹಾಸ ಪ್ರಸಿದ್ಧ ಹಾಗೂ ಪವಿತ್ರವಾದ ಬೆಳ್ತಂಗಡಿ ಡಯಾಸಿಸ್ನ 25ನೇ ವರ್ಷದ ಬೆಳ್ಳಿ ಸಂಭ್ರಮಣೆ ಆಚರಣೆ ಹಾಗೂ ಬಹುಶಃ ತಮ್ಮ ಬಿಷಪರಾಗಿ ಜವಾಬ್ದಾರಿ ಸ್ವೀಕರಿಸಿಕೊಂಡು ತನ್ನ 25 ವರ್ಷನೂ ಕೂಡ ಅತ್ಯಂತ ಯಶಸ್ವಿಯಾಗಿ ಪೂರೈಸಿ ಇವತ್ತು ನಿಮ್ಮೆಲ್ಲರ ಪ್ರೀತಿಪೂರ್ವಕ ಗೌರವ ಸ್ವೀಕರಿಸುವಂತಹ ಈ ಒಂದು ಅರ್ಥಪೂರ್ಣ ಸಮಾರಂಭದ ಕೇಂದ್ರ ಬಿಂದು ಬೆಳ್ತಂಗಡಿಯ ಬಿಷಪರಾಗಿರುವಂತಹ ಮೋಸ್ಟ್ ರೆವರೆಂಡ್ ಲಾರೆನ್ಸ್ ಮುಕ್ಕಜ್ಜಿ ಅವರ ಆಶೀರ್ವಾದ ಬೇಡಿಕೊಂಡು ಈ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷಸ್ಥಾನ ವಹಿಸಿ ಈಗ ತಾನೇ ನಮ್ಮ ಗದ್ದಲಲ್ಲಿ ಕೂಡ ಅಧ್ಯಕ್ಷ ಸಂದೇಶ ನೀಡಿದಂತಹ ನಮಗೆ ಅತ್ಯಂತ ಗೌರವಿತರಾಗಿರುವಂತಹ ತಲಶೇರಿಯ ಆರ್ಚ್ ಬಿಷಪರಾಗಿರುವಂತಹ ಮೋಸ್ಟ್ ರೆವರೆಂಡ್ ಜೋಸೆಫ್ ಅಪ್ಲನ್ ಅವರ ಆಶೀರ್ವಾದ ಬೇಡಿಕೊಳ್ಳುತ್ತಾ ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತರಂತಹ ಪುತ್ತೂರಿನ ಬಿಷಪರಾಗಿರುವಂತಹ ಮೋಸ್ಟ್ ರೆವರೆಂಡ್ ಜಿ ವರ್ಗೀಸ್ ಮಾರ್ಕಿಸ್ ಅವರ ಆಶೀರ್ವಾದ ಬೇಡಿಕೊಂಡು ಅದೇ ರೀತಿ ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತರಂತಹ ಬಿಷಪರಾದ ಎಲಿಯಾಸ್ ಅವರ ಆಶೀರ್ವಾದ ಬೇಡಿಕೊಳ್ಳುತ್ತಾ ಈ ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತವಂತಹ ನನ್ನ ಶಾಸಕ ಮಿತ್ರರಾಗಿರುವಂತಹ ಅಶೋಕ್ ಕುಮಾರ್ ರೈ ಅವರೇ, ಅತ್ಯಂತ ಗೌರವಿತರು, ಹಿರಿಯ ನಾಯಕರು, ಮಾಜಿ ಸಚಿವರಾಗಿರುವ ಸನ್ಮಾನ್ಯ ಗಂಗಾಧರ್ ಗೌಡ್ರವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತವಾದ ಎಲ್ಲ ನಮ್ಮ ಹಿರಿಯ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳೇ, ನನ್ನ ಮುಂದಿರೋ ಗುರು ಹಿರಿಯರೇ, ಸೋದರರೇ, ಆತ್ಮೀಯರೇ, ವಿವಿಧ ಪ್ರದೇಶದಿಂದ ಬಂದಂತ ಎಲ್ಲ ನಮ್ಮ ಧರ್ಮ ಗುರುಗಳೇ, ಸಿಸ್ಟರ್ಸ್ನವರೇ, ಹಾಗೂ ಈ ಬಿಷಪ್ ಮತ್ತು ಡಯಾಸಿಸ್ಗೆ ಸಂಬಂಧಪಟ್ಟಂತ ಎಲ್ಲ ನಮ್ಮ ಹಿತೈಷಿಗಳೇ, ಮಾಧ್ಯಮದ ಮಿತ್ರರೇ, ಪ್ರಪ್ರಥಮವಾಗಿ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಹುಶಃ 10 ಗಂಟೆಗೆ ಬರ್ಬೇಕಂತೇಳಿ ಬಿಷಪ್ ಅವರು ಒಂದು ಆದೇಶ ಮಾಡಿದ್ರು. ನಾನು ಕೂಡ ಅವತ್ತು ಒಪ್ಪಿದ್ದೆ. ಒಂದು, ನನ್ನ ಕ್ಷೇತ್ರದ ಕಾರ್ಯಕರ್ತರ ಒತ್ತಡ ಕಾರ್ಯಕ್ರಮದ, ಎರಡನೇದು ನಾನು ನಾಳೆ ಬೆಳಿಗ್ಗೆ ಮತ್ತೆ ಅಧಿವೇಶನ ಪ್ರಾರಂಭ ಆಗುವ ಸಂದರ್ಭದಲ್ಲಿ ಅಲ್ಲಿಗೆ ಬೇಕಾದಂಥ ಅರೇಂಜ್ಮೆಂಟ್ನ ಮೀಟಿಂಗ್ ಅಲ್ಲಿ ಇದ್ದ ಕಾರಣ ನಾನು ಬಿಷಪ್ ಹೇಳಿದೆ, ನಾನು ಬೇಗ ಬಂದು ಹೋಗ್ತೇನಂತಿದೆ. ಬಿಷಪ್ ಹೇಳಿದ 8:30 ಗಂಟೆ ಸ್ಟಾರ್ಟ್ ಆಗ್ತದೆ ಮತ್ತು 11:30 ಗಂಟೆಗೆ ಯಾರು ಕೂಡ ಇರುವುದಿಲ್ಲ, ಅದರ ನಂತರ ಆ ಒಂದು ವ್ಯವಸ್ಥೆ ಆದರೆ ಚೆನ್ನಾಗಿತ್ತಂತೇಳಿ. ಸೊ ಬರುವಾಗ ಸ್ವಲ್ಪ ತಡವಾದಕ್ಕೆ ನಿಮ್ಮೆಲ್ಲರ ಕ್ಷಮೆಯನ್ನು ಯಾಚಿಸಲಿಕ್ಕೆ ನಾನು ಬಯಸ್ತೇನೆ. ನನಗೆ ಅತ್ಯಂತ ಸಂತೋಷವಾಗ್ತಿದೆ. ಬೆಳ್ತಂಗಡಿ ಡಯಾಸಿಸ್ ಅವರಿಗೆ ಇವತ್ತು ಡಯಾಸಿಸ್ಗೆ 25 ವರ್ಷ ಇವತ್ತು ಪೂರ್ಣಗೊಂಡಿದೆ. 25 ವರ್ಷ ಪೂರ್ಣಗೊಂಡ ಸಂದರ್ಭದಲ್ಲಿ ಇಡೀ ಬೆಳ್ತಂಗಡಿಯ ಜನತೆ ಇವತ್ತು ಆಲೋಚನೆ ಮಾಡಬೇಕಾದದ್ದು ಬರೀ 25 ವರ್ಷ ಮುಗಿದಂತ ಮಾತ್ರ ಅಲ್ಲ, ಈ 25 ವರ್ಷಗಳಲ್ಲಿ ರೆವರೆಂಡ್ ಬಿಷಪ್ ಅವರ ಮಾರ್ಗದರ್ಶನದಲ್ಲಿ ಇಲ್ಲಿರುವಂತೆಲ್ಲ ಧರ್ಮಗುರುಗಳು, ಸಿಸ್ಟರ್ನವರು, ಸಮಿತಿಯವರು ಆ ಮಾಡಿದಂತ ತ್ಯಾಗ, ತಾಳ್ಮೆ, ಸಹನೆ ಮತ್ತು ಈ ನಮ್ಮ ಸಮಾಜಕ್ಕೆ ಕೊಟ್ಟಂತ ಕೊಡುಗೆಯನ್ನು ನಾವು ಇವತ್ತು ಆಲೋಚನೆ ಮಾಡಬೇಕಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ನಾವೇನಾದರೂ ಬಹುಶಃ ಇವತ್ತು 25 ವರ್ಷದ ಈ ಡಯಾಸಿಸ್ನ ಸೇವೆಯನ್ನು ನಾವು ಆತ್ಮಲೋಕನ ಮಾಡಿಕೊಂಡು ಇವರು ಮಾಡಿದಂತ ಒಂದು ತಾಳ್ಮೆ ಮತ್ತು ತ್ಯಾಗದ ಮುಖಾಂತರ ಕೊಟ್ಟಂತ ಸೇವೆ ಏನಾದ್ರೂ ನಾವು ಎನಿಸಿಕೊಂಡು ಹೋದ್ರೆ ಅದೇ ನಿಜವಾದ ದೇಶ ಪ್ರೇಮದ ಸಂದೇಶ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಆದ ಕಾರಣ ನಾನು ಯಾವಾಗಲೊಂದು ಮಾತು ಹೇಳುವುದಿದೆ, ಮಾರ್ಗದ ಬದಿಯಲ್ಲಿ ನಿಂತು ಮೈಕ್ ತೆಗೆದು 4 ಯಾರಿಗೆ ಬೈದ ತಕ್ಷಣ ಯಾರು ಕೂಡ ದೇಶಭಕ್ತರಾಗುವುದಿಲ್ಲ. ನಿಜವಾದ ದೇಶಭಕ್ತರಾಗುವುದೇ ಅಂತ ಹೇಳಿದರೆ ಇಂಥ ಗ್ರಾಮೀಣ ಮಟ್ಟದಲ್ಲಿ ಧಾರ್ಮಿಕ, ಶೈಕ್ಷಣಿಕ, ಆರೋಗ್ಯ ಕ್ಷೇತ್ರದ ಸೇವೆಯನ್ನು ತೊಡಗಿಸಿಕೊಂಡು ಸಮಾಜ ಕಟ್ಟ ಕಡೆ ಜನರು ಕೂಡ ಈ ದೇಶದ ಅತ್ಯಂತ ಸತ್ಪ್ರಜೆಗೆ ಮಾಡಲಿಕ್ಕೆ ತಮ್ಮದೇ ಆದ ಸೇವೆ ಕೊಡ್ತೀರಲ್ಲ, ಇದು ನಿಜವಾದ ದೇಶ ಪ್ರೇಮ ಮತ್ತು ದೇಶಭಕ್ತಿ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸಿ ಇಡೀ ರಾಜ್ಯದ ಪರವಾಗಿ ಅಭಿನಂದನೆ ಶುಭಾಶಯ ನಾನು ಸಲ್ಲಿಸಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ.
ಕಳೆದ 25 ವರ್ಷಗಳಲ್ಲಿ ತಮ್ಮ ಸೇವೆ ಇಡೀ ಬಹುಶಃ ಸಮಾಜಕ್ಕೆ ಮಾತ್ರ ಅಲ್ಲ, ಈ ಪ್ರದೇಶದಲ್ಲಿರುವಂತ ಎಲ್ಲಾ ಜಾತಿ ಎಲ್ಲ ಮತ್ತೆಲ್ಲ ವರ್ಗದವರಿಗೂ ಕೂಡ ಅದರ ಪ್ರಯೋಜನ ಸಿಕ್ಕಿದೆ ಅಂತ ಹೇಳಿ ಬಲ ಆತ್ಮವಿಶ್ವಾಸ ಮತ್ತು ಧೈರ್ಯದಿಂದ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಅದು ಶೈಕ್ಷಣಿಕ ಕ್ಷೇತ್ರದಲ್ಲಿ, ಆರೋಗ್ಯ ಕ್ಷೇತ್ರದಲ್ಲಿ, ಮಾನವೀಯತೆ ಮತ್ತು ಕರುಣೆ ಇನ್ನಿತರ ಕಾರ್ಯಕ್ರಮ ಇರಲಿ, ಇದೆಲ್ಲ ಕೂಡ ಪರೋಕ್ಷವಾಗಿ ಜನರಿಗೆ ಸಹಕಾರ ಮಾಡುವ ಮೂಲಕ ಈ ಸಮಾಜಕ್ಕೆ ಕೊಟ್ಟಂತ ಅತ್ಯಂತ ದೊಡ್ಡ ಕೊಡುಗೆ. ಇದನ್ನು ಶಾಶ್ವತವಾಗಿ ಎಲ್ಲರೂ ಕೂಡ ನೆನಪು ಇಟ್ಕೊಳ್ತಾರೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಆದಾಗ ಬೆಳ್ತಂಗಡಿ ಡಯಾಸಿಸ್ ನ 25ನೇ ವರ್ಷದ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಈ ಸಮಾಜಕ್ಕೆ ಕೊಟ್ಟಂತ ಮತ್ತು ದೇಶಕ್ಕೆ ಕೊಟ್ಟಂತ ಕೊಡುಗೆ ಅಪಾರವಾಗಿದ್ದುಕೊಂಡು ಭವಿಷ್ಯದ 25 ವರ್ಷಗಳು ಹೇಗಿರ್ಬೇಕಂತ ಹೇಳಿ ಕೂಡ ತಾವೆಲ್ಲ ಈ ಆಲೋಚನೆ ಮಾಡಿದಿರಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಬಯಸುವಂತದ್ದು. ಯಾಕಂದ್ರೆ ತಮ್ದೆಲ್ಲ ದೂರದರ್ಶನ ಆಲೋಚನೆ ಮುಖಾಂತರ ಈಗ ಕೊಟ್ಟಂತ ಕೊಡುಗೆ ಇನ್ನಷ್ಟು ಅತ್ಯುತ್ತಮವಾಗಿ ಸಮಾಜಕ್ಕೆ ಬರುವಂತ ಅವಕಾಶ ಹೊತ್ತು ಖಂಡಿತವಾಗಿ ಮಾಡ್ತೀರಿ. ಅದಕ್ಕೆ 25ನೇ ವರ್ಷದ ಡಯಾಸಿಸ್ ನ ಒಂದು ಕಾರ್ಯಕ್ರಮ ಅದು ಬರೀ ನಿಮ್ಮ ಸಮಾಜ ಅಲ್ಲ, ಇವತ್ತು ಈ ಪ್ರದೇಶದ ಎಲ್ಲಾ ಜಾತಿ ಎಲ್ಲ ಮತ್ತೆಲ್ಲ ವರ್ಗದವರು ಕೂಡ ಸಂತೋಷದಿಂದ ಆಚರಿಸುವಂತ ಒಂದು ಕಾರ್ಯಕ್ರಮ ಎಂದು ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸುವಂತದ್ದು. ಸೊ ನೀವು ಮಾಡಿದಂತ ಸೇವೆಯನ್ನು ಎಲ್ಲರೂ ಕೂಡ ಯಾವಾಗಲೂ ಕೂಡ ಇಟ್ಟುಕೊಳ್ತಾರೆ. ಅದಕ್ಕೆ ವಿಶೇಷವಾದ ಇವತ್ತು ಒಂದು ಶಕ್ತಿ ಮತ್ತು ಸಂದೇಶ ಇದೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಈಗಾಗಲೇ ಹೇಳ್ತಾರೆ ಬೆಳ್ತಂಗಡಿ ಸೂಕ್ತವಾದ ರಸ್ತೆ ಇಲ್ಲ, ನೀರಿನ ವ್ಯವಸ್ಥೆ ಇಲ್ಲ ಅಥವಾ ಮೂಲಭೂತ ಸೌಕರ್ಯ ಕಡಿಮೆ ಅಂತ ಇದೆ. 25 ವರ್ಷಗಳ ಹಿಂದೆ ಈ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಏನಿರ್ಬೋದು? ಯಾವುದೇ ಒಂದು ಮೂಲಭೂತ ಸೌಕರ್ಯ ಇಲ್ಲದಂತ ಸಂದರ್ಭದಲ್ಲಿ, ಅದು ಯಾವುದೇ ಒಂದು ಆರ್ಥಿಕವಾದ ಪರಿಸ್ಥಿತಿಯ ಸಂಕಷ್ಟದ ಕಾಲಘಟ್ಟದಲ್ಲಿ ಕೂಡ ಇವತ್ತು ಅತ್ಯಂತ ಗ್ರಾಮೀಣ ಮಟ್ಟ ಮತ್ತು ಅತ್ಯಂತ ಅವತ್ತಿನ ಕಾಲದ ಒಂದು ಕುಗ್ರಾಮ ಮಟ್ಟದಂತಹ ಈ ಪ್ರದೇಶದಲ್ಲಿ ಬಂದು ನೆಲೆ ನಿಂತು ನೀವು ಬಹುಶಃ ಇವತ್ತು ಏನಾದರೂ ಈ ಪ್ರದೇಶ ಜನರಿಗೆ ಸೇವೆ ಮಾಡುವ ಇಚ್ಛೆ ವ್ಯಕ್ತಪಡಿಸಿದ್ರೆ ಅದು ಮತ್ತು ಮಾನವೀಯತೆ ಮತ್ತು ಕರುಣೆಯ ಸಂದೇಶವಾಗಿ ಇವತ್ತು ಬಂದಿದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಇಚ್ಛಿಸುವಂಥದ್ದು. ಆ ಒಂದು ದೊಡ್ಡ ಮಟ್ಟದ ಸೇವೆ ಇವತ್ತು ಎಲ್ಲರಿಗೂ ಕೂಡ ಒಂದು ದಿಕ್ಸೂಚಿ ಆಗಲಿದೆ ಮುಂದಿನ ದಿನಕ್ಕೆ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಆದ ಕಾರಣ ಸಮಸ್ತ ಇಡೀ ಊರವರು ಕೂಡ ಇವತ್ತು ನಿಮ್ಮ ವಿಶೇಷವಾದ ಸೇವೆಯನ್ನು ಯಾಗೂ ನೆನಪಿಸಿಕೊಂಡು ನಾವೆಲ್ಲರೂ ಕುರಿತು ಚಿರಋಣಿಯಾಗಿದ್ದೇವೆ ಅಂತ ನಾನು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಅದಕ್ಕಾಗಿ ಬಹುಶಃ ನಿಮ್ಮೆಲ್ಲ ಬಹುಶಃ ನಮ್ಮ ಬಿಷಪ್ ಅವರ ವ್ಯಕ್ತಿತ್ವದ ಬಹುಶಃ ಅವರು 25 ವರ್ಷದ ಆ ಯಶಸ್ವಿ ಇವತ್ತು ಎಲ್ಲರಿಗೂ ಕೂಡ ಅವರ ವ್ಯಕ್ತಿತ್ವದ ನೋಡಿಕೊಂಡು ಕಲೀಲಿಕ್ಕಿರುವಂತ ಒಂದು ವ್ಯಕ್ತಿತ್ವ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಇಚ್ಛಿಸುವಂಥದ್ದು. ಅತ್ಯಂತ ತಾಳ್ಮೆಯಿಂದ ಅತ್ಯಂತ ಸಮಾಧಾನದಿಂದ ಎಲ್ಲರೂ ಕೂಡ ಸಕಾರಾತ್ಮಕವಾಗಿ ಸ್ವೀಕರಿಸಿಕೊಂಡು ಎಲ್ಲರೂ ಕೂಡ ಸಂತೋಷದಿಂದ ವಾತಾವರಣ ನಿರ್ಮಾಣ ಮಾಡಬೇಕೆಂಬ ಆ ಒಂದು ನೇತೃತ್ವವನ್ನು ವಹಿಸಿಕೊಂಡು ಇಡೀ ಊರಿಗೆ ಇವತ್ತು ಅತ್ಯಂತ ಪ್ರೀತಿಗೆ ಪಾತ್ರರಾದ ವ್ಯಕ್ತಿತ್ವ ಬಿಷಪ್ ಆಗಿರುವುದು, ಈ ಒಂದು ವ್ಯಕ್ತಿತ್ವ ನಮ್ಮೆಲ್ಲ ಯುವ ಜನಾಂಗಕ್ಕೆ ಬರುವಂತ ಅವಕಾಶ ಆಗಲಿ ಎಂದು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಇಚ್ಛಿಸುವಂಥದ್ದು. ಸೌಹಾರ್ದದ ಸಮಾಜ ಮತ್ತು ಬಲಿಷ್ಠವಾದ ಭಾರತ ನಿರ್ಮಾಣ ಮಾಡೋ ಜವಾಬ್ದಾರಿ ಬಹುಶಃ ನಮ್ಮೆಲ್ಲರ ಇವತ್ತು ಜವಾಬ್ದಾರಿ ಇವತ್ತು ಆಗಿದೆ. ಆ ಒಂದು ಕೆಲಸದಲ್ಲಿ ನಮ್ಮ ಡಯಾಸಿಸ್ ಇವತ್ತು ಕೆಲಸ ಮಾಡ್ತಿರೋದು ಅತ್ಯಂತ ಸಂತೋಷ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಬಹುಶಃ ನಾನೆಲ್ಲ ಈ ಊರಿನ ಜನತೆ ಕರೆಯುವ ಮತ್ತು ಸರ್ವ ಧರ್ಮದ ಜಾತಿಯವರಿಗೂ ಮತ್ತು ಎಲ್ಲ ವರ್ಗದವರಿಗೂ ಹೇಳುದು ಇಷ್ಟೇ, ಪ್ರೀತಿ ಸೋದರ ಸಮಾನತೆಯ ಒಂದು ಸಮಾಜ ನಿರ್ಮಾಣ ಮಾಡಲಿಕ್ಕೆ ನಾವೆಲ್ಲರಿಗೂ ಒಂದು ಹೆಜ್ಜೆಯನ್ನು ಮುಂದೆ ಇಡಬೇಕಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಬಹುಶಃ ನಾವು ಯಾಕೆ ಸೋದರ ಸಮಾಜ ನಿರ್ಮಾಣ ಮಾಡಲಿಕ್ಕೆ ಯಾವುದೇ ತ್ಯಾಗಕ್ಕೆ ಸಿದ್ಧರಾಗಬೇಕಂತ ಹೇಳಿದ್ರೆ ಅದು ನಮಗಾಗಿ ಅಲ್ಲ. ಇವತ್ತು ನಾವು ಮಾತ್ರ ಸಮಾಜದಲ್ಲಿ ಬದುಕುವುದಲ್ಲ, ಇನ್ನು ಹುಟ್ಟಿ ಬರಲಿಕ್ಕೆ ಕೋಟ್ಯಾಂತರ ಮಕ್ಕಳಿದ್ದಾರೆ, ಅವರಿಗೆ ಅತ್ಯುತ್ತಮವಾದ ಸಮಾಜ ನಿರ್ಮಾಣ ಮಾಡಿಕೊಡೋ ಜವಾಬ್ದಾರಿ ಅದು ನಮ್ಮೆಲ್ಲರ ಜವಾಬ್ದಾರಿ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸುವಂಥದ್ದು. ಅದಕ್ಕಾಗಿ ಈ ಕಾರ್ಯಕ್ರಮ ಇವತ್ತು ಅತ್ಯಂತ ಯಶಸ್ವಿ ಆಗುವಂಥ ಅವಕಾಶ ಇವತ್ತು ಆಗಲಿ. ಭವಿಷ್ಯದ 25 ವರ್ಷದ ಕಾರ್ಯಕ್ರಮಗಳಲ್ಲಿ ಬಹುಶಃ ಮತ್ತೆ ನೀವೇ ಬಹುಶಃ ವಿಶ್ವರಾಗಿ ಕಂಟಿನ್ಯೂ ಆಗುವಂಥ ಅವಕಾಶ ದೇವರು ಕಲ್ಪಿಸಲಿ. ಆ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬರಲಿಕ್ಕೆ ಒಂದು ಭಾಗ್ಯಗಳು ನಮಗೆ ಸಿಕ್ಕಲಿ ಅಂತ ಕೂಡ ನಾನು ಇವತ್ತು ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಇಚ್ಛಿಸ್ತೇನೆ. ಇವತ್ತು ಎಲ್ಲ ಊರವರ ಶುಭಾಶಯ ನಾನು ಇವತ್ತು ಸಲ್ಲಿಸಿಕೊಳ್ಳುತ್ತಾ ನಿಮ್ಮ ಸಾಮಾಜಿಕ, ಧಾರ್ಮಿಕ, ಶೈಕ್ಷಣಿಕ ಮತ್ತು ಆರೋಗ್ಯ ಕ್ಷೇತ್ರದಲ್ಲಿ ಮತ್ತು ಸಂಸ್ಕೃತಿ ಕ್ಷೇತ್ರದಲ್ಲಿ ತಾವು ಸಮಾಜಕ್ಕೆ ಕೊಡುವಂಥ ಕೆಲಸ ಕಾರ್ಯಗಳಲ್ಲಿ ನಮ್ಮಿಂದ ಏನಾದರೂ ಕೆಲಸ ಆಗಬೇಕಾದ್ರೆ ನಮ್ಮ ಸ್ಪೀಕರ್ ಕಚೇರಿ ಮತ್ತು ನಾವೆಲ್ಲ ಶಾಸಕ ಮಿತ್ರರು ಮುಂದೆ ನಿಂತು ನಿಮ್ಮ ಸೇವೆ ಮಾಡಲಿಕ್ಕೆ ನಾವೆಲ್ಲ ಕೂಡ ತಯಾರಿದ್ದೇವೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಅದಕ್ಕಾಗಿ ನಾನು ನಿಮ್ಗೆಲ್ಲ ನನ್ನ ಮತ್ತೊಮ್ಮೆ ಅಭಿನಂದನೆ ಶುಭಾಶಯ ಸಲ್ಲಿಸಿಕೊಂಡು ತಮ್ಮ ವಿಶೇಷವಾದ ಪ್ರಾರ್ಥನೆ ಸಹಕಾರ ಮುಖಾಂತರ ಇವತ್ತು ಬಹುಶಃ ಕ್ಷೇತ್ರದ ಶಾಸಕನಿಗೆ ಮಾತ್ರ ರಾಜ್ಯ ವಿಧಾನಸಭೆಯ ಅಧ್ಯಕ್ಷ ಕೂತ್ಕೊಂಡು ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟಿದ್ದೀರಿ. ಈ ಒಂದು ಸಂವಿಧಾನಬದ್ಧವಾದಂಥ ಸ್ಥಾನವನ್ನು ಸಮರ್ಪಕ ಕೆಲಸ ಮಾಡಿ ಅದಕ್ಕೆ ಗೌರವ ಉಳಿಸಲಿಕ್ಕೆ ಕೆಲಸ ತಮ್ಮೆಲ್ಲರ ಆಶೀರ್ವಾದ ಮತ್ತು ನಮ್ಮ ಸಹಕಾರ ಇವತ್ತು ಅತಿ ಅಗತ್ಯ ಅಂತ ನಾನು ಇವತ್ತು ಕೇಳಿಕೊಳ್ಳುತ್ತಾ, ನೀವೆಲ್ಲ ಅಧಿವೇಶನ ಆಗುವ ಸಂದರ್ಭದಲ್ಲಿ ನೀವೆಲ್ಲರೂ ಕೂಡ ಒಮ್ಮೆ ಬಹುಶಃ ಇವತ್ತು ಅಧಿವೇಶನ ನೋಡಲಿಕ್ಕೆ ಬರಬೇಕು. ಅಲ್ಲಿ ಏನು ಅರೇಂಜ್ಮೆಂಟ್ ಆಗಬೇಕು ಅದನ್ನು ನಾವೆಲ್ಲ ಸೇರಿ ಅರೇಂಜ್ ಮಾಡಿ ಕೊಡ್ತೇವೆ ಅಂತ ಕೂಡ ನಾನು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ನಿಮ್ಮ ಡಯಾಸಿಸ್ ಅಂದರೆ ಒಂದು ಟೀಮನ್ನು ಕಳಿಸಿದ್ರು ಕೂಡ ಸ್ವಾಗತಿಸಿಕೊಂಡು ಎಲ್ಲ ಅಲ್ಲಿ ಸುಧಾರಿಸಿ ಅರೇಂಜ್ಮೆಂಟ್ ಮಾಡಿ ಕೊಡ್ತೇವೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸುವಂಥದ್ದು. ಆಗ ಮಾತ್ರ ನಿಮಗೆ ಅಶೋಕ್ ರೈ
ಪುತ್ತೂರಿನ ಬಗ್ಗೆ ಎಷ್ಟು ಬೊಬ್ಬೆ ಆಗ್ತದೆ ಅಂತ ಹೇಳಿ ಬಹಳ ಸ್ಪಷ್ಟವಾಗಿ ನೋಡೋದು ಅವಕಾಶ ಕೂಡ ಆಗ್ತದೆ ಕೂಡ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಅದು ಮತ್ತೊಮ್ಮೆ ನಿಮಗೆಲ್ಲ ಶುಭಾಶಯ ಸಲ್ಲಿಸಿ ದೀರ್ಘವಾಗಿ ಮಾತಾಡದೆ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮ ಅತ್ಯಂತ ಯಶಸ್ವಿಯಾಗಿ ಕೇಳಿಕೊಳ್ತಾ ನಿಮ್ಮೆಲ್ಲರ ಆಶೀರ್ವಾದ ನಾನು ಇವತ್ತು ಕೇಳಿಕೊಂಡು ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತ ಪರಪೂಜೆ ಎಲ್ಲ ನಮ್ಮ ಗುರುಗಳ ಆಶೀರ್ವಾದ ಬೇಡಿಕೊಳ್ಳುತ್ತಾ ನನ್ನ ಮಾತು ಮುಗಿಸ್ನಿ. ಜೈ ಹಿಂದ್, ಜೈ ಕರ್ನಾಟಕ. ಧನ್ಯವಾದಗಳು ಸರ್ ತಮ್ಮ ಹಿತನುಡಿಗಳಿಗಾಗಿ. ಇದೀಗ ನಮ್ಮ ನೆರೆಯ ಪುತ್ತೂರು ಶಾಸಕರಾದಂಥ ಶ್ರೀ ಅಶೋಕ್ ಕುಮಾರ್ ರೈ ಅವರು ಹಿತನುಡಿಗಳನ್ನ ಆಡಬೇಕಾಗಿ ವಿನಂತಿ. നമ്മുടെ കണ്ണിനും കാതിനും കുളിരേകുന്ന വിവിധ കലാപരിപാടികൾ ബെൽത്തങ്ങാടി രൂപതയിലെ കലാകാരന്മാർ നമുക്കായി കാഴ്ചവെക്കുന്നു. ഈ സ്റ്റേജ് പ്രോഗ്രാമിന് ശേഷം ഭക്ഷണത്തോടൊപ്പം ഈ കലാപരിപാടികളും നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ಬೆಳ್ತಂಗಡಿ ಡಯಾಸಿಸ್ನ 25ನೇ ವರ್ಷದ ಮತ್ತೆ ಲಾರೆನ್ಸ್ ಅವರ 25ನೇ ವರ್ಷದ ಈ ಕಾರ್ಯಕ್ರಮದ ಸಭಾ ವೇದಿಕೆಯಲ್ಲಿರುವಂಥ ಲಾರೆನ್ಸ್ ಅವರೇ, ವೇದಿಕೆಯ ಮೇಲಿರುವಂಥ ಎಲ್ಲ ಗಣ್ಯರೇ, ವೇದಿಕೆಯ ಎದುರುಗಡೆ ಇರುವಂಥ ಪ್ರೀತಿಯ ಬಂಧುಗಳೇ, ಹೆಚ್ಚಿನ ಸಮಯ ಇಲ್ಲ ಅಂತ ಹೇಳಿದ್ದಾರೆ. ನೀವು ಕೂಡ ತುಂಬ ಭಾಷಣವನ್ನು ಕೇಳಿ ಬೆಳಗಿಂದ ಆಯಾಸ ಆಗಿರಬೇಕು. ಊಟದ ಸಮಯ, ನಾವು ಬರುವಾಗ ತಡ ಆಗಿದೆ. ಇವತ್ತು ಒಂದು ಈ ಸುಂದರವಾದ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಲಿಕ್ಕೆ ಅತ್ಯಂತ ಸಂತೋಷ ಆಗ್ತಾ ಇದೆ. ನಾನು ಇಷ್ಟೊಂದು ಜನ ಸೇರ್ತಾರೆ, ಇಷ್ಟೊಂದು ದೊಡ್ಡ ಕಾರ್ಯಕ್ರಮವನ್ನು ಆಯೋಜನೆ ಮಾಡಿದ್ದಾರೆ ಅಂತ ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ಒಳ್ಳೆಯ ಕಾರ್ಯಕ್ರಮ. ಬಿಷಪ್ ಅವರು ಎಲ್ಲರನ್ನು ಒಂದು ಚಪ್ಪರದ ಅಡಿಗೆ ತಂದು ನಾವೆಲ್ಲ ಒಂದೇ ತಾಯಿಯ ಮಕ್ಕಳು ಅನ್ನುವ ಭಾವನೆಯಿಂದ ಈ ಒಂದು ಒಳ್ಳೆಯ ರೀತಿಯ ಕಾರ್ಯಕ್ರಮವನ್ನು ಆಯೋಜನೆ ಮಾಡಿದ ಬಿಷಪ್ ಅವರಿಗೆ ನಮ್ಮೆಲ್ಲ ಪುತ್ತೂರು ಜನತೆಯ ಪರವಾಗಿ ಅಭಿನಂದನೆಯನ್ನು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇಚ್ಛೆ ಪಡ್ತಾ ಇದ್ದೇನೆ. ನಮಗೆ 2 ನಿಮಿಷ ಬಂದು ಭಾಷಣ ಮಾಡಿ ಹೋಗ್ಲಿಕ್ಕೆ ಸುಲಭದ ಕೆಲಸ. ಇಷ್ಟೊಂದು ದೊಡ್ಡ ಕಾರ್ಯಕ್ರಮವನ್ನು ಆಯೋಜನೆ ಮಾಡಬೇಕಿದ್ರೆ ಅವರ ಪ್ರಯತ್ನ ಬಹುಶಃ ಒಂದು 3-4 ತಿಂಗಳಿನಿಂದ ಪ್ರಯತ್ನವನ್ನು ಮಾಡಿ ನಮ್ಮೆಲ್ಲರನ್ನು ಕೂಡ ಕರೆಸಿಕೊಂಡು ಈ ಎಲ್ಲ ಜಾತಿ ಧರ್ಮದವರನ್ನು ಸೇರಿಸಿ ಒಂದು ಒಳ್ಳೆಯ ಕಾರ್ಯಕ್ರಮವನ್ನು ಮಾಡಿದಿರಿ. ಸಮಾಜಕ್ಕೆ ಒಳ್ಳೆಯ ಸಂದೇಶವನ್ನು ಕೊಡುವಂತಹ ಕೆಲಸವನ್ನು ಬಿಷಪ್ ಮಾಡಿದ್ದಾರೆ. ನಮ್ಮ ಖಾದರ್ ಅವರು ಮಾತಾಡುವಾಗ, ವಿಧಾನಸಭೆಯ ಅಧ್ಯಕ್ಷರು ಮಾತಾಡುವಾಗ ಒಂದು ವಿಚಾರವನ್ನು ಉಲ್ಲೇಖ ಮಾಡಿದರು. ನಾವೆಲ್ಲ ಈ ದೇಶ ವಿಶ್ವಗುರು ಆಗಬೇಕು ಅನ್ನೋ ನಮ್ಮ ಕಲ್ಪನೆಗಳು ಇದೆ. ಈ ದೇಶ ವಿಶ್ವಗುರು ಆಗಬೇಕಿದ್ರೆ ನಾವು ಒಬ್ಬೊಬ್ಬರು ಯಾವೇ ಪ್ರಯತ್ನವನ್ನು ಮಾಡಿದ್ರೆ ಸಾಧ್ಯ ಇಲ್ಲ. ರಾಜಕಾರಣಿಗಳು ಭಾಷಣ ಕೊಟ್ಟರೆ ಆಗ್ಲಿಕ್ಕಿಲ್ಲ, ಅಧಿಕಾರಿಗಳು ಆದೇಶ ಮಾಡಿದ್ರೆ ಆಗ್ಲಿಕ್ಕಿಲ್ಲ. ಬಹುಶಃ ಎಲ್ಲ ಜಾತಿ ಧರ್ಮದ ಗುರುಗಳು ಒಟ್ಟು ಸೇರಿ ಸಮಾಜದಲ್ಲಿ ಧರ್ಮದ ಬಗ್ಗೆ ಯಾವ ವ್ಯತ್ಯಾಸಗಳಿದಾವೆ ಅದನ್ನು ಸರಿ ಮಾಡಿದ್ರೆ ಮಾತ್ರ ಮುಂದಿನ ಪೀಳಿಗೆ ಮಕ್ಕಳು ಒಂದೇ ತಾಯಿಯ ಮಕ್ಕಳಂತೆ ಬದುಕಿ ಈ ದೇಶ ವಿಶ್ವಗುರು ಆಗಲಿಕ್ಕೆ ಸಾಧ್ಯ. ಆ ರೀತಿಯಲ್ಲಿ ಬಹುಶಃ ಬಿಷಪ್ ಅವರು ಈ ಕೆಲಸವನ್ನು ಮಾಡಿದ್ದಾರೆ. ನಮ್ಮ ಕ್ರಿಶ್ಚಿಯನ್ ಧರ್ಮದವರು, ಅವರು ಸೇವೆಯಲ್ಲಿ ತೊಡಗಿಸಿಕೊಂಡವರು. ನಾವು ಎಲ್ಲಿ ಹೋದ್ರು ಕ್ರಿಶ್ಚಿಯನ್ ಧರ್ಮ ಅಂತ ಹೇಳಿದ್ರೆ, ಇವತ್ತು ಎಜುಕೇಶನ್ ಫೀಲ್ಡ್ ನೋಡಿದ್ರೆ, ಇವತ್ತು ಆಸ್ಪತ್ರೆ, ಯಾವುದೇ ಒಂದು ಕಷ್ಟದಲ್ಲಿ ಸ್ಪಂದನೆ ಮಾಡುವಂತ ಒಂದು ಧರ್ಮ ಇದ್ರೆ, ನಾನು ಕಂಡಿರುವಂತಹ ಧರ್ಮ ಇದ್ದರೆ, ಎಲ್ಲ ಧರ್ಮಗಳಲ್ಲೂ ಮೇಲ್ಪಟ್ಟು ಕ್ರಿಶ್ಚಿಯನ್ ಧರ್ಮದವರು ಸೇವೆ ಕೊಡುವುದರಲ್ಲಿ ಅತ್ಯಂತ ಪ್ರಮುಖ ಸ್ಥಾನದಲ್ಲಿ ನಿಂತಿದ್ದಾರೆ ಅಂತ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛೆ ಪಡ್ತಾ ಇದ್ದೇನೆ. ಒಳ್ಳೆಯ ರೀತಿಯ ಕಾರ್ಯಕ್ರಮವನ್ನು ಕೂಡ ಆಯೋಜನೆ ಮಾಡಿದಿರಿ. ನನ್ನನ್ನು ಕೂಡ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಲು ಅವಕಾಶ ಕೊಟ್ಟಂತ ನಿಮಗೆಲ್ಲ ವಂದಿಸಿ, ಜೊತೆಯಲ್ಲಿ ನಾನು ಕೂಡ ಶಾಸಕನಾಗಿದ್ದೇನೆ. ನಿಮ್ಮ ಯಾವುದೇ ಕೆಲಸಗಳಿದ್ದಾರೆ, ಯಾವುದೇ ವಿಚಾರಗಳಿದೆ, ನಿಮ್ಮ ಧರ್ಮದವರು ಎಲ್ಲ ಧರ್ಮದವರು ಸೇರಿ ಕ್ರಿಶ್ಚಿಯನ್ ಧರ್ಮದವರು ಕೂಡ ನಮಗೆ ಆಶೀರ್ವಾದ ಮಾಡಿದಿರಿ. ಇವತ್ತು ಇಲ್ಲಿ ನಿಂತು ಮಾತಾಡಲಿಕ್ಕೆ ಆ ದೇವರು ಅವಕಾಶ ಕಲ್ಪಿಸಿದ ಜೊತೆಗೆ ನೀವು ಕೂಡ ಆಶೀರ್ವಾದ ಮಾಡಿದ್ರಿಂದ ನಾನು ಶಾಸಕನಾಗಿ ಇಲ್ಲಿ ನಿಂತು ಮಾತಾಡುವಂತ ನಮಗೆ ಅವಕಾಶ ಒದಗಿಸಿಕೊಟ್ಟಿದೆ. ಖಂಡಿತ ಅಶೋಕ್ ರೈ ನಿಮ್ಮ ಪರವಾಗಿ ಯಾವುದೇ ಸೇವೆ ಮಾಡಲಿಕ್ಕೆ ಬದ್ಧನಿದ್ದೇನೆ ಅನ್ನುವ ಮಾತನ್ನು ಹೇಳುತ್ತಾ ನಿಮಗೆಲ್ಲರ ವಂದಿಸಿ ನನ್ನ ಮಾತನ್ನು ಮುಗಿಸ್ತೀನಿ. ಜೈ ಹಿಂದ್. ಸರ್, ತಮ್ಮ ಹಿತನುಡಿಗಳಿಗಾಗಿ ಧನ್ಯವಾದಗಳು. ಇದೀಗ ಧರ್ಮಾಧ್ಯಕ್ಷರ ಧನ್ಯತೆಯ ನುಡಿಗಳು. ಸ್ಫೂರ್ತಿಯ ಚಿಲುಮೆ, ಸದಾ ಹಸನ್ಮುಖಿ
ಕಾಯಕದ ಶ್ರದ್ಧೆಯಲ್ಲಿ ದೇವರನ್ನು ಕಾಣುವ ಸದಾ ಕರ್ಮನಿರತ ವ್ಯಕ್ತಿತ್ವ. ದೇವ ಜನತೆಯ ಆಧ್ಯಾತ್ಮಿಕ ಬೆಳವಣಿಗೆಯಲ್ಲಿ ಎಳ್ಳಷ್ಟು ಲೋಪವಾಗದಂತೆ ಮುನ್ನಡೆಸುವ ಧಾರ್ಮಿಕ ನೇತಾರ. ಸ್ಥಳೀಯ ಎಲ್ಲ ಧರ್ಮೀಯರೊಂದಿಗೂ ಆತ್ಮೀಯ ಒಡನಾಟದೊಂದಿಗೆ ಸರ್ವರನ್ನು ಪ್ರೀತಿಸುವ ಜನಸ್ನೇಹಿ ಧರ್ಮಾಧ್ಯಕ್ಷರು. ಪರಮ ಪೂಜ್ಯರೇ, ತಾವು ಧನ್ಯತಾ ನುಡಿಗಳನ್ನಾಡಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ನಮ್ಮ ಪ್ರೀತಿಯ ಬೆಳ್ತಂಗಡಿ ಧರ್ಮ ಪ್ರಾಂತದ ಬೆಳ್ಳಿ ಹಬ್ಬ, ದೇವರ ಸೇವಕನಾದ ನನ್ನ ಧರ್ಮದೀಕ್ಷೆಯ ಬೆಳ್ಳಿ ಹಬ್ಬ, ಇದು ಎರಡೂ ಜಂಟಿಯಾಗಿ ಆಚರಿಸಿರುವ ಸಂದರ್ಭದಲ್ಲಿ ದೇವರಿಗೆ ಸ್ತುತಿ ಸ್ತೋತ್ರವನ್ನು ಅರ್ಪಿಸ್ತೇನೆ. ಈ ವೇದಿಕೆಯಲ್ಲಿ ಈಗಾಗಲೇ ತುಂಬಿ ತುಳುಕಿದ್ದ ನಮ್ಮ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳು ಹಲವರು ತುರ್ತು ಕಾರ್ಯದಿಂದ ನಿರ್ಗಮಿಸಿದ್ದಾರೆ. ಅವರೆಲ್ಲರನ್ನು ನಾನು ನೆನೆಸ್ತೇನೆ. ಈಗ ನಮ್ಮ ಸಭಾಧ್ಯಕ್ಷರಾದ ಆರ್ಚ್ ಬಿಷಪ್ ಪಾಂಬ್ಲಾನಿ ಅವರೇ, ಹಾಗೂ ನಮ್ಮ ಸ್ನೇಹಿತರಾದ ಮಾಜಿ ಶಾಸಕರಾದ ಶ್ರೀ ಇಮಾನ್ ಗಂಗಾಧರ ಗೌಡ್ರವರೇ, ಪರಮ ಪೂಜ್ಯ ಎಲಿಯಾಸ್ ಜಾಕೋಬ್ರವರೇ, ನಮ್ಮ ಶ್ರೇಷ್ಠ ಗುರುಗಳಾದ ಜೋಸ್ ಬಲಿಮರವರೇ, ಹಾಗೂ ಬಿಟ್ಟಿ ಮತ್ತು ಪಾಲೇಲಿ ಅವರೇ, ಹಾಗೂ ಲಿಲ್ಲಿ ಅವರೇ. ಈಗ ತಾನೇ ಎದ್ದು ಬರುವಾಗ ನಮ್ಮ ಗಂಗಾಧರ ಗೌಡ್ರು ಹಿರಿಯರು ನನಗೆ ಒಂದು ಕಿವಿ ಮಾತು ಹೇಳಿದರು. ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಒಂದು ಬದಲಾವಣೆ ಮಾಡಬೇಕಿತ್ತು, ಅಂದರೆ ನಾನು ಮೊದಲು ಮಾತನಾಡಬೇಕು ಇತ್ತು, ಇಲ್ಲಿ ಜನರಿರುವಾಗ ಮಾತನಾಡಬೇಕಿತ್ತು ಅಂತ ಅವ್ರು ಹೇಳಿದ್ರು. ನನಗೀಗ ಅದು ಸರಿ ಅಂತ ಕಾಣ್ತದೆ. ಅಂದರೆ ನನ್ನ ಸಂದೇಶವನ್ನು ಕೇಳುವಾಗ ಎಲ್ಲಿ ಅನೇಕರು ಇಲ್ಲ, ಹೋಗಿದ್ದಾರೆ. ಮಾತ್ರವಲ್ಲ, ನೀವು ಸಹ ಒಂದು ಕೇಳುವ ಮೂಡಲ್ಲಿ ಇಲ್ಲ. ಆದರೂ ಸಹ ನಾನು ಬಹಳ ಸಂತೋಷ ಪಡ್ತದೆ. ನನಗೆ ಇವತ್ತು ಈ ಬೆಳ್ಳಿ ಹಬ್ಬದ ಸಂದರ್ಭ ಸಂತೋಷ ತುಂಬಿದೆ. ಕೃತಜ್ಞತಾ ಭಾವದಿಂದ ಮತ್ತು ಧನ್ಯತೆ ಎದೆ ತುಂಬಿ ತುಳುಕುತ್ತಿದೆ. ಕಳೆದ 25 ವರ್ಷಗಳಲ್ಲಿ ನಮ್ಮನ್ನು ಪರಿಪಾಲಿಸಿದ ಸರ್ವಶಕ್ತ ದೇವರಿಗೆ ಶ್ರೀ ಯೇಸು ಕ್ರಿಸ್ತರ ಮುಖಾಂತರ ಸಾಷ್ಟಾಂಗ ಪ್ರಣಾಮ ನಾನು ಮಾಡ್ತೇನೆ. ಈ ವರ್ಷಗಳಲ್ಲಿ ನಮಗಾಗಿ ಉದಾರ ಸಹಕಾರ ಮತ್ತು ಸಹಾಯವನ್ನೆತ್ತ ಎಲ್ಲರನ್ನು ಪ್ರೀತಿಯಿಂದ ಸ್ಮರಿಸುತ್ತೇನೆ. ಇವತ್ತು ಇಲ್ಲಿಗೆ ಪ್ರೀತಿಯಿಂದ ಆಗಮಿಸಿದ ನಿಮಗೆಲ್ಲರಿಗೂ ನಾನು ಅನಂತ ಪ್ರಣಾಮಗಳನ್ನು ಮತ್ತು ಹೃದಯಾಂತರದ ಅಭಿನಂದನೆಗಳನ್ನು ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಒಂದು ವೇಳೆ ಇಲ್ಲಿ ಆಗಮಿಸಿದವರು ಇಲ್ಲಿ ಇಲ್ಲದ್ರೂ ಸಹ ಅವರ ಅನುಪಸ್ಥಿತಿಯಲ್ಲಿ ಅವರಿಗೆ ಧನ್ಯವಾದ ಅಂತ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಲೋಕರಕ್ಷಕನಾದ ಯೇಸು ಸ್ವಾಮಿಯವರು ಹೀಗೆಂದರು, ನಾನು ಬಂದದ್ದಾದರೂ ಜೀವ ನೀಡಲು ಯಥೇಚ್ಛವಾಗಿ ನೀಡಲು, ದುರ್ಬಲರು ಬಲಹೀನರಾದ ನಮಗೆ ಸಮೃದ್ಧವಾಗಿ ಜೀವ ಕೊಡಲು ಸ್ವರ್ಗದಿಂದ ಇಳಿದು ಬಂದ ಶ್ರೀ ಯೇಸು ಸ್ವಾಮಿ ತಮ್ಮ ಜೀವನದ ಮತ್ತು ಬೋಧನೆಯ ಮೂಲಕ ಜೀವೋದ್ಧಾರದ ಸಂದೇಶವನ್ನು ನಮಗಿತ್ತರು. ಇದನ್ನು ಜಗದೊಳೆಲ್ಲ ಸಾರಿ ಜನರಿಗೆ ರಕ್ಷಣೆ ನೀಡಲು ಅವರ ಶಿಷ್ಯರಿಗೆ ಆಜ್ಞೆಯಿತ್ತರು. ಅವರು ಜೀವೋದ್ಧಾರದ ಸಂದೇಶದ ಮೂಲಕ ಪ್ರೀತಿ ಮತ್ತು ಸಹೋದರಿಯ ಇದು ಅವರ ಸಂದೇಶವಾಗಿದೆ. ಶ್ರೀ ಯೇಸು ಸ್ವಾಮಿಯವರ ಶಿಷ್ಯರಲ್ಲೊಬ್ಬರಾದ ಸಂತ ಥಾಮಸರು ನಮ್ಮ ಭಾರತಕ್ಕೆ ಬಂದು ಈ ಸಂದೇಶವನ್ನು ಸಾರಿದರು. ನಮ್ಮ ಹಿರಿಯರು ಅವರನ್ನು ಸ್ವೀಕರಿಸಿ ಪುನೀತರಾದರು. ಬೆಳ್ತಂಗಡಿಯಲ್ಲಿ ಧರ್ಮಪ್ರಾಂತ್ಯವೊಂದನ್ನು ಸ್ಥಾಪಿಸಿ ಮಾನವ ರಕ್ಷಣೆಯ ಕಾರ್ಯವನ್ನು ಮುಂದುವರಿಸಬೇಕೆಂದು ದೇವರ ಇಚ್ಛೆಯಾಗಿತ್ತು. ಆದ್ದರಿಂದ 1999 ಏಪ್ರಿಲ್ 24ರಂದು ಬೆಳ್ತಂಗಡಿ ಧರ್ಮ ಪ್ರಾಂತ್ಯ ಸ್ಥಾಪನೆಯಾಯಿತು. ಅದರ ಉದ್ಘಾಟನೆಯು 1999 ಆಗಸ್ಟ್ 4ರಂದು ಬೆಳ್ತಂಗಡಿಯಲ್ಲಿ ವಿಜೃಂಭಣೆಯಿಂದ ನಡೆಯಿತು. 2024 ಇಸವಿಯಲ್ಲಿ 25 ವರ್ಷಗಳು ಸಂದವು. ದೇವರ ಕೃಪಾ ಪ್ರವಾಹವು ನಮ್ಮ ಮೇಲೆ ಹರಿದು ಬಂತು. ಕಿರಿಯವನಾದ ನನ್ನನ್ನು ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಧರ್ಮಾಧ್ಯಕ್ಷನಾಗಿ ದೇವರು ಅಭಿಷೇಕಿಸುವಷ್ಟು ನನ್ನನ್ನು ಪ್ರೀತಿಸಿದರು. ಕಳೆದ 20 ವರ್ಷಗಳಿಗೆ ಹಿಂತಿರುಗಿ ನೋಡುವಾಗ ದೇವರ ಅಪಾರವಾದ ಆಶೀರ್ವಾದ ನಮ್ಮೆಲ್ಲರ ಮೇಲೆ ಸುರಿಯಲ್ಪಟ್ಟದ್ದು ನಾವು ಕಾಣುತ್ತೇವೆ. ದಕ್ಷಿಣ ಕನ್ನಡ, ಉಡುಪಿ ಮತ್ತು ಕೊಡಗು ಜಿಲ್ಲೆಗಳಲ್ಲಿ ಹರಡಿರುವ ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯಕ್ಕೆ ಬೆಳ್ತಂಗಡಿಯೇ ಕೇಂದ್ರ ಸ್ಥಾನ. ಸ್ವಾಮಿ ವಿವೇಕಾನಂದರು ಹೀಗೆಂದರು, ಸ್ಟ್ಯಾಂಡ್ ಅಪ್ ಫಾರ್ ಗಾಡ್, ಲೆಟ್ ದ ವರ್ಲ್ಡ್ ಗೋ. ಈ ಧರ್ಮ ಪ್ರಾಂತ್ಯದಲ್ಲಿ ಜನರ ಉದ್ಧಾರಕ್ಕಾಗಿ ಧಾರ್ಮಿಕ, ಶೈಕ್ಷಣಿಕ, ಆರೋಗ್ಯ, ಸಾಮಾಜಿಕ, ಸಾಂಸ್ಕೃತಿಕ ಮುಂತಾದ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ನಮ್ಮ ಅಳಿಲ ಸೇವೆಯನ್ನು ಮಾಡಲು ನಾವು ಪ್ರಯತ್ನಿಸಿದ್ದೇವೆ. ನಮ್ಮ ಧರ್ಮಗುರುಗಳ, ಪೂಜ್ಯ ಕನ್ಯಾಶ್ರೀಯರ ಹಾಗೂ ದೈವೀ ಜನರ ಉದಾರವಾದ ಸಹಕಾರದಿಂದ ಅನೇಕ ಒಳ್ಳೆಯ ಕಾರ್ಯಗಳನ್ನು ಮಾಡಲು ಸಾಧ್ಯವಾಯಿತು. ದೇವರು ನಮ್ಮನ್ನು ಬಲಪಡಿಸಿದರು, ಒಂದು ಜನತೆಯಾಗಿ ನಮ್ಮನ್ನು ಬೆಳೆಸಿದರು. ಜಾತಿ, ಧರ್ಮ, ಭಾಷೆ, ಬಣ್ಣ, ಪಂಗಡ, ರಾಜಕೀಯ ಪಕ್ಷ ಇವೆಲ್ಲವನ್ನು ಮೀರಿ ಎಲ್ಲರನ್ನು ದೇವರ ಮಕ್ಕಳೆಂದು ಕಂಡುಕೊಂಡು ಎಲ್ಲರಿಗೂ ದೇವರ ಪ್ರೀತಿಯನ್ನು ನೀಡಲು ನಾವು ಪ್ರಾಮಾಣಿಕವಾಗಿ ಪ್ರಯತ್ನಿಸಿದೆವು.
ನನ್ನ 7 ಬೀಳುಗಳಲ್ಲಿ ನೀವೆಲ್ಲರೂ ನನಗೆ ಆಧಾರ ಸ್ತಂಭವಾಗಿ ನಿಂತಿರುವಿರಿ. ಕಥೋಲಿಕ ಧರ್ಮಸಭೆಯ ಪೋಪ್ ಸ್ವಾಮಿಯವರಾದ ಸಂತ ಜಾನ್ ಪಾಲ್ ನನ್ನನ್ನು ನೇಮಿಸಿದವರು, ಪಾತಸ್ಮರಣೀಯರಾದಂಥ 16ನೇ ಬೆನಡಿಕ್ಟ್ ಪೋಪ್ ಸ್ವಾಮಿಯವರು ಹಾಗೂ ಈಗಿನ ಪೋಪರವರಾದ ಪರಮಪೂಜ್ಯ ಫ್ರಾನ್ಸಿಸ್ ಇವರುಗಳ ಆಶೀರ್ವಾದ ಮತ್ತು ಸಹಕಾರವನ್ನು ಈಗ ಸ್ಮರಿಸುತ್ತೇನೆ. ಮೇಜರ್ ಆರ್ಚ್ ಬಿಷಪ್ ಆದಂಥ ದಿವಂಗತ ಪರಮಪೂಜ್ಯ ವರ್ಕಿ ವೆದೇತಲ್ ಕಾರ್ಡಿನಲ್ ಅವರನ್ನು, ನಿವೃತ್ತರಾದ ಕಾರ್ಡಿನಲ್ ಆಲಂಚೇರಿ ಅವರನ್ನು, ಈಗ ನಮಗೆ ಇವತ್ತಿದ್ದು ಈಗ ನಿರ್ಗಮಿಸಿದ ಮೇಜರ್ ಆರ್ಚ್ ಬಿಷಪ್ ಪರಮಪೂಜ್ಯ ರಾಫೆಲ್ ತಟಿಲ್ ಅವರನ್ನು ಭಕ್ತಿ ಭಾವದಿಂದ ನಾನು ಸ್ಮರಿಸುತ್ತೇನೆ. ನಮ್ಮ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸಹಕಾರ ಕೊಡುತ್ತಿರುವ ಬೆಳ್ತಂಗಡಿಯ ಹಿಂದಿನ ಹಾಗೂ ಈಗಿನ ಶಾಸ್ತ್ರಗಳನ್ನು ನೆನೆಸುತ್ತೇನೆ. ಶ್ರೀಮಾನ್ ಗಂಗಾಧರ ಗೌಡರು ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಅವರ ನೆನಪು ನನಗೆ ಸದಾ ನನ್ನಲ್ಲಿದೆ. ಅವರು ನನಗೂ ನಮ್ಮ ಸಮುದಾಯಕ್ಕೂ ನೀಡಿದಂಥ ಸೇವೆ ಅಂತ ಹೇಳಿದರೆ ಯಾವುದು ಮಾತುಗಳಿಂದ ಅದನ್ನು ಸೀಮಿತಗೊಳಿಸಲು ಸಾಧ್ಯವೇ ಇಲ್ಲ. ನಾನು ವಿಶೇಷವಾಗಿ ಗಂಗಾಧರ ಗೌಡರವರಿಗೆ ನಾನು ವಂದನೆಯನ್ನು ಅರ್ಪಿಸ್ತೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಶ್ರೀಮಾನ್ ಪ್ರಭಾಕರ್ ಬಂಗೇರಿದ್ದರು, ನಮ್ಮ ಶ್ರೀಮಾನ್ ವಸಂತ ಬಂಗೇರವರು ಇವತ್ತು ಅವರ ಅನಾರೋಗ್ಯದಿಂದ ಇವತ್ತು ಇಲ್ಲಿ ಇಲ್ಲ. ಅವ್ರು ನಿಜವಾಗಿ ಇಲ್ಲಿ ಬರಬೇಕಿತ್ತು. ಅವರು ಒಂದು ವೇಳೆ ಇದನ್ನು ಅವರು ಈ ಲೈವ್ ಆಗಿ ಕಾಣ್ತಾ ಇರಬಹುದು. ನಾನು ವಿಶೇಷವಾಗಿ ಅವರಿಗೆ ಧನ್ಯವಾದ ಹೇಳ್ತೇನೆ. ಎಷ್ಟು ಮಾತು ಹೇಳಿದ್ರು ಸಾಕಾಗಲಿಕ್ಕಿಲ್ಲ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಯಶಸ್ವಿಗೊಳಿಸಲಿಕ್ಕಾಗಿ ಇಲ್ಲಿ ಮುಖ್ಯಮಂತ್ರಿಗಳು, ಸಭಾಪತಿಗಳು, ಇತರ ಮಂತ್ರಿಗಳು, ಶಾಸಕರು, ಬೇರೆ ಬೇರೆ ಅತಿಥಿ ಗಣ್ಯರಲ್ಲಿ ಬರಬೇಕಿದ್ರೆ ಅವರಾದಷ್ಟು ಸಾಕಷ್ಟು ಪ್ರಯತ್ನವನ್ನು ಮಾಡಿದ್ದಾರೆ. ಅವರನ್ನು ನಾನು ಸದಾ ನೆನಪಿಸ್ತೇನೆ. ಅವರಿಗೆ ಬೇಗ ಸೌಖ್ಯವಾಗಲಿ ಎಂದು ನಾನು ದೇವರಲ್ಲಿ ನಾನು ಪ್ರಾರ್ಥಿಸ್ತೇನೆ. ಶ್ರೀ ಹರೀಶ್ ಪೂಂಜರ್ ಅವರು 2ನೇ ಬಾರಿಗೆ ಇಲ್ಲಿ ಶಾಸಕರಾಗಿದ್ದಾರೆ. ಅವರ ಸಹಕಾರವನ್ನು ಬಹಳಷ್ಟು ಪ್ರೀತಿ ನಾನು ನೆನೆಸ್ತಾ ಇದ್ದೇನೆ. ಸರ್ಕಾರದ ಮುಖ್ಯಮಂತ್ರಿಗಳು ಹಾಗೂ ಮಂತ್ರಿಗಳ ಸಹಕಾರ ನಮಗಿದೆ. ಅದರ ಮೂಲಕ ಈ ಕ್ರೈಸ್ತ ಅಲ್ಪಸಂಖ್ಯಾತ ಕಾರ್ಪೊರೇಷನ್ ಅದನ್ನು ಸ್ಥಾಪಿಸಿಕೊಂಡು ಈಗಿನ ಸರ್ಕಾರವು ನಮ್ಮ ಸಮಾಜಕ್ಕೆ ಸಹಾಯವನ್ನು ನೀಡ್ತಾ ಇದೆ. ಅವರಿಗೂ ನಾನು ವಂದನೆಯನ್ನು ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಕರ್ನಾಟಕದ ಕೀರ್ತಿ ಪತಾಕೆಯನ್ನು ಬಾನತ್ತರಕ್ಕೆ ಹೇರಿಸಿದ ರಾಷ್ಟ್ರಕವಿ ಕುವೆಂಪುರವರ ನಾಡಗೀತೆ ಇದೆ. ಜೈ ಭಾರತ ಜನನಿಯ ತನು ಜಾತೆ, ಜಯ ಹೇ ಕರ್ನಾಟಕ ಬಾತೆ ಅಂತ ಅವರು ಹಾಡಿದರು. ಅದಕ್ಕೆ ನಾನೊಂದು ಸಾಲು ಸೇರಿಸ್ತೇನೆ. ಜೈ ಕರ್ನಾಟಕ ಜನನಿಯ ತನುಜಾತೆ, ಜಯ ಹೇ ಕರ್ನಾಟಕ ಮಾತೆ, ಜೈ ಬೆಳ್ತಂಗಡಿ ಮಾತೆ, ಜೈ ಬೆಳ್ತಂಗಡಿ ಮಾತೆ. ಬೆಳ್ತಂಗಡಿ ನನ್ನ ಅಚ್ಚುಮೆಚ್ಚಿನ ಊರು. ಇಂಥ ನಾಡು ಬೇರೆಲ್ಲೂ ಇರುವುದಿಲ್ಲ. ಇಲ್ಲಿನ ಜನರು, ಇಲ್ಲಿನ ಮಣ್ಣು, ಇಲ್ಲಿನ ಗಾಳಿ, ಇಲ್ಲಿ ಬೆಳಕು, ಇಲ್ಲಿನ ಪಕ್ಷಿಗಳು, ಇಲ್ಲಿನ ಮೃಗಗಳು, ಕೆರೆ ತೊರೆಗಳು, ಇಲ್ಲಿನ ಭಾಷೆ, ಬಣ್ಣಗಳು ಅತ್ಯಂತ ಅಮೂಲ್ಯವಾದುದು. ಬೆಳ್ತಂಗಡಿ ಬೆಳಕನ್ನು ಕೊಡುವ ನಾಡು, ಬೆಳಕನ್ನು ಕೊಡುವ ಅಂಗಡಿ. ಬೆಳ್ತಂಗಡಿ ಬೆಲ್ಲವನ್ನು, ಸಿಹಿಯನ್ನು ನೀಡುವ ನಾಡು. ಇಲ್ಲಿನ ಜನರು ಪ್ರೀತಿ ಪಾತ್ರರು, ಪ್ರಭುತ್ವವುಳ್ಳವರು ಮತ್ತು ಶ್ರೇಷ್ಠ ಗುಣವುಳ್ಳವರು. ನೀವೆಲ್ಲರನ್ನು ನಾನು ಅತಿಯಾಗಿ ಪ್ರೀತಿಸುತ್ತೇನೆ ಮತ್ತು ಸೇವೆಗೈಯುತ್ತೇನೆ ಎಂಬ ನನ್ನ ಧ್ಯೇಯ ವಾಕ್ಯವನ್ನು ಸಾಕಾರಗೊಳಿಸಲು ಇನ್ನೂ ನಾನು ಪ್ರಯತ್ನಿಸುತ್ತೇನೆ. ಪ್ರಿಯರೇ, 1999 ಆಗಸ್ಟ್ 4ರಂದು ಈ ಸ್ಟೇಡಿಯಂ ಗ್ರೌಂಡ್ನಲ್ಲಿ ನನ್ನ ಪಟ್ಟಾಭಿಷೇಕವಾಗುವಾಗ ಆವತ್ತು ನಾನು ಒಂದು ಭರವಸೆಯನ್ನು ಕೊಟ್ಟಿದ್ದೇನೆ. ನಾನು ಹೇಳಿದ ಜನರಿಗೆ ನನಗೆ ಕೊಡ್ಲಿಕ್ಕೆ ಹಣ ನನ್ನ ಕೈಯಲ್ಲಿಲ್ಲ, ಬೇರೆ ಯಾವುದು ನನ್ನ ಸೊತ್ತು ನನ್ನ ಕೈಯಲ್ಲಿಲ್ಲ. ಆದ್ರೆ ಒಂದು ಕೆಲಸವನ್ನು ನಾನು ಮಾಡ್ತೇನೆ. ಈ ಊರಿನ ಜನರಿಗೆ ಒಳ್ಳೆಯ ಹವೆ, ಬೆಳೆ, ಬೆಳಕು, ಅಭಿವೃದ್ಧಿ ಆಗಲಿಕ್ಕಾಗಿ, ಇಲ್ಲ ಜನರಿಗೆ ಒಳಿತಿಗಾಗಿ ನಾನು ಬೆಳಗ್ಗೆ, ಮಧ್ಯಾಹ್ನ, ಸಾಯಂಕಾಲ 3 ಹೊತ್ತು ಸರ್ವಶಕ್ತ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ ಎಂದು ಮಾತು ಕೊಟ್ಟಿದ್ದೇನೆ. ನಾನು ಹೇಳ್ತೇನೆ, ಈ 25 ವರ್ಷ ಎಲ್ಲ ದಿವಸ 3 ಹೊತ್ತು ನಿಮಗಾಗಿ ನಾನು ಪ್ರಾರ್ಥಿಸ್ತೇನೆ, ಇನ್ನೂ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸುತ್ತಾರೆ. ಇವತ್ತಿನ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಲು ನಮ್ಮ ಶ್ರೇಷ್ಠ ಗುರುಗಳಾದ ವಂದನೀಯ ಫಾದರ್ ಜೋಸೆಫ್ ಅಲಿಬರಮಿಲ್ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಬೆವರು ಸುರಿಸಿದ ಎಲ್ಲ ಧರ್ಮಗುರುಗಳಿಗೆ, ಕನ್ಯಾಸ್ತ್ರೀಯರಿಗೆ ಮತ್ತು ನನ್ನ ಎಲ್ಲ ಜನರಿಗೆ ವಂದನೆಗಳನ್ನು ಅರ್ಪಿಸ್ತೇನೆ. ಹಗಲಿರುಳು ದುಡಿದ ಎಲ್ಲ ನಮ್ಮ ಯುವಕರು, ನಮ್ಮ ಎಲ್ಲ ಜನರು, ನಮ್ಮೆಲ್ಲ ಸಿಸ್ಟರ್ಸ್ನವರು, ಗುರುಗಳು, ಮಕ್ಕಳು ಸಹ ಇದಕ್ಕೆ ದುಡಿದಿದ್ದಾರೆ. ಅವರಿಗೆಲ್ಲ ನಾನು ಹೃದಯ ತುಂಬಿದ ಪ್ರಣಾಮಗಳನ್ನು ಅರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಕರ್ನಾಟಕ ಮತ್ತು ತಲಚೇರಿ ಮಹಾಧರ್ಮ ಪ್ರಾಂತ್ಯ ಧರ್ಮಾಧ್ಯಕ್ಷಗಳು ಪ್ರೀತಿಯಿಂದ ಆಗಮಿಸಿದ್ದಾರೆ ಮತ್ತು ಅವರಿಗೆಲ್ಲ ನಾನು ನಮನಗಳನ್ನು ಅರ್ಪಿಸ್ತೇನೆ. ಧರ್ಮ ಪ್ರಾಂತ್ಯದಲ್ಲಿ ಏನಾದರೂ ನಡೆದದು ಇದ್ದರೆ ಅದು ಕರುಣಾಮಯ ದೇವರ ಆಶೀರ್ವಾದ ಮತ್ತು ನಿಮ್ಮೆಲ್ಲರ ಸಹಕಾರದಿಂದ ಮಾತ್ರ ಸಾಧ್ಯವಾಗಿದೆ. ಎಲ್ಲ ಉದಾರ ದಾನಿಗಳನ್ನು ದೇವರ ಸನ್ನಿಗೆ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ನನ್ನ ಹಿರಿಯರು, ನನ್ನ ಸೋದರರು, ನನ್ನ ಹೆತ್ತವರು, ನನ್ನ ಪ್ರೀತಿ ಬಾಂಧವರು, ಸಹೋದರಿ ಎಲ್ಲರನ್ನು ನಾನು ನೆನೆಸ್ತೇನೆ. ಜೆ.ಬಿ. ಮ್ಯಾಥ್ಯೂ ಎಂಬವರು ಹೇಳುತ್ತಾ ಒಂದು ಮಾತಿದೆ, ಗ್ರಾಟಿಟ್ಯೂಡ್ ಈಸ್ ದ ಮೆಮರಿ ಆಫ್ ದ ಹಾರ್ಟ್.
ಈ ನಾಡಿನ ಸಮಸ್ತ ಜನರಿಗೆ ಕೈ ಮುಗಿದು ಧನ್ಯವಾದ ಹೇಳ್ತೇನೆ. ದೇವರು ನಿಮ್ಮೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಲಿ. ಜೈ ഭാരത്, ജയ് ക്രൈസ്റ്റ്, ജയ് ബെൽത്തങ്ങടി. നമ്മുടെ പിതാവ് നമ്മുടെ അഭിമാനമാണ്, സ്വകാര്യ അഹങ്കാരമാണ്. അഭിവന്യ പിതാവിന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ദീപിക ദിനപത്രത്തെ പ്രതിനിധീകരിച്ച് ജനറൽ മാനേജർ ശ്രീ ജോസ് ലൂക്കോസ് അഭിവന്യ പിതാവിനെ ഇപ്പോൾ ആദരിക്കുന്നു. നമുക്ക് നല്ലൊരു കയ്യടിയോടെ പിതാവിന്റെ ഈ ആദരം നമ്മുടെ ഹൃദയത്തിലും സ്വീകരിക്കാം. താങ്ക് യു സോ മച്ച്. ജൂബിലി ആഘോഷങ്ങളുടെ പരിസമാപ്തിയിലേക്ക് കടക്കുന്ന ഈ വേളയിൽ നന്ദി പ്രകാശനത്തിനായി അൽമായ പ്രതിനിധി ശ്രീമതി ലില്ലി തോട്ടപ്പള്ളിയെ ക്ഷണിക്കുന്നു. ವೇದಿಕೆಯಲ್ಲಿ ಆಸೀನರಾಗಿರ್ತಕ್ಕಂತಹ ಮತ್ತು ಆಸೀನರಾಗಿದ್ದಂತಹ ಗಣ್ಯಾತಿ ಗಣ್ಯರೇ ಮತ್ತು ದೇವಜನರೇ, there is saying in English, when to heart is full, words are few. ಹೃದಯ ತುಂಬಿದಾಗ ಮಾತುಗಳು ವಿರಳ. ಅಂತಹ ಒಂದು ಹೃದಯ ತುಂಬಿದ ಸುಂದರ ಕಾರ್ಯಕ್ರಮದ ಮುಕ್ತಾಯದ ಹಂತಕ್ಕೆ ನಾವೀಗ ತಲುಪಿದ್ದೇವೆ. ಬೆಳ್ಳಿ ಹಬ್ಬದ ಈ ಸುಂದರ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನನಗೆ ಒದಗಿ ಬಂದಿರುವುದು ಕೊನೆಯ ಧನ್ಯವಾದ ಸಮರ್ಪಣೆ. As we gather today to mark the momentous occasion of the Silver Jubilee celebration of the Diocese of Belthangady, I would like to extend my heartfelt thanks to His Excellency Most Reverend Raphael Tatti, the Major Archbishop of the Syro-Malabar Catholic Church, for inaugurating the occasion and being with us. Thank you so much. തലശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തയും നല്ല വാങ്മിയും ഇന്നത്തെ സഭയിലെ അധ്യക്ഷനും ഇന്ന് സുന്ദരമായ വാക്കിലൂടെ നമ്മെ ഉണർത്തുകയും ചെയ്ത അഭിവന്യ പിതാവായ ജോസഫ് പാംബ്ലാനി പിതാവിന് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സുന്ദര സമാರಂಭದ ಮತ್ತೊಬ್ಬ ಅತಿಥಿ ಕರ್ನಾಟಕದ ಬಿಷಪ್ಸ್ ಕೌನ್ಸಿಲ್ ಹಾಗೂ ಕರ್ನಾಟಕ ಯುನೈಟೆಡ್ ಫೋರಂ ಅಧ್ಯಕ್ಷರು ಆದ ಪರಮ ಪೂಜ್ಯ ಪೀಟರ್ ಮಚಾದೋ, ಆರ್ಚ್ ಬಿಷಪ್ ಆಫ್ ಬ್ಯಾಂಗಲೂರ್ ಅವರು ಇಂದು ನಮ್ಮ ರಜತ ಮಹೋತ್ಸವದ ಸಂಭ್ರಮದ ಕುರಿತು ಮಾತನಾಡಿ ಆಶೀರ್ವಚನವನ್ನು ನೀಡಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಹೃತ್ಪೂರ್ವಕ ಧನ್ಯವಾದಗಳು. ಚತುರ್ದಾನಗಳ ಮೂಲಕ ಶ್ರೇಷ್ಠ ದಾನಿ ಎಂಬ ಹೆಗ್ಗಳಿಕೆಗೆ ಪಾತ್ರರಾಗಿ ಜನಮಾನಸದಲ್ಲಿ ಗುರುತಿಸಿಕೊಂಡಿರುವ ಮತ್ತು ಲಕ್ಷಾಂತರ ಬಡಜನರ ಬದುಕನ್ನು ಹಸನಾಗಿಸಿದವರು, ಪ್ರಸ್ತುತ ರಾಜ್ಯಸಭಾ ಸದಸ್ಯರೂ ಆಗಿರುವ ಪದ್ಮಭೂಷಣ ಡಾಕ್ಟರ್ ವೀರೇಂದ್ರ ಹೆಗಡೆ ಅವರು ನಮ್ಮೊಂದಿಗಿದ್ದು ಶುಭ ನುಡಿಯನ್ನು ನೀಡಿ ತಮ್ಮ ವಿಚಾರಧಾರೆಗಳಿಂದ ನಮ್ಮನ್ನು ಮುದಗೊಳಿಸಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳು. ಇನ್ನೋರ್ವ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಕರ್ನಾಟಕ ಸರ್ಕಾರ ವಿಧಾನಸಭಾ ಅಧ್ಯಕ್ಷರಾಗಿರ್ತಕ್ಕಂತಹ ಗೌರವಾನ್ವಿತ ಸನ್ಮಾನ್ಯ ಶ್ರೀ ಯುಟಿ ಖಾದರ್ ಇವರು ಬಿಡುವಿಲ್ಲದ ಸಮಯದ ಮಧ್ಯೆಯೂ ಕೂಡ ಇಂದು ನಮ್ಮೊಂದಿಗಿದ್ದು ಈ ಸಮಾರಂಭಕ್ಕೆ ಶೋಭೆಯನ್ನು ತಂದಿದ್ದಾರೆ. ಇವರಿಗೂ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದಗಳು. ಪುತ್ತೂರಿನ ವಿಧಾನಸಭಾ ಸದಸ್ಯರಾದ ಅಶೋಕ್ ರೈ ಅವರು ತಡವಾಗಿ ಆದರೂ ನಮ್ಮನ್ನು ಸೇರಿಕೊಂಡಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದಗಳು. ಬಹುಮುಖ ಪ್ರತಿಭೆಯುಳ್ಳ ಇನ್ನೋರ್ವ ಅತಿಥಿ ಮಂಗಳೂರಿನ ಧರ್ಮಾಧ್ಯಕ್ಷರಾದ ಪರಮ ಪೂಜ್ಯ ಪೀಟರ್ ಪೌಲ್ ಸಲ್ದಾನಾ ಇವರು ಇಂದಿನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ತಮ್ಮ ಅಭಿವಂದನೆಗಳನ್ನು ತಿಳಿಸಿದ್ದಾರೆ. ಇವರಿಗೂ ಕೂಡ ನಮ್ಮ ಹೃದಯದ ಭಾಷೆಯಲ್ಲಿ ಅಭಿನಂದನೆಗಳು ಮತ್ತು ಧನ್ಯವಾದಗಳು. ಪ್ರಸ್ತುತ ನಮ್ಮ ಸರ್ಕಾರದ ಇಂಧನ ಸಚಿವರಾಗಿ ಕನ್ನಡಿಗರ ಮನೆ ಮಾತಾಗಿರುವ ಸನ್ಮಾನ್ಯ ಕೆ.ಜೆ. ಜಾರ್ಜ್ ಅವರು ತಮ್ಮ ಅಮೂಲ್ಯವಾದ ಸಮಯವನ್ನು ನಮಗಾಗಿ ಮೀಸಲಿರಿಸಿದ್ದಾರೆ. ವಿದ್ಯಾನಿಧಿ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಚಾಲನೆಯನ್ನ ನೀಡಿ ಅವರ ಇರುವಿಕೆಯು ನಮ್ಮ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಇಂದು ಮೆರುಗನ್ನು ನೀಡಿದೆ. ಅವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲ ಮತ್ತು ಎಲ್ಲ ಸಂಘಟನೆಗಳ ಪರವಾಗಿ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಅಭಿನಂದನೆಗಳು ಮತ್ತು ಧನ್ಯವಾದಗಳು. ಪುತ್ತೂರಿನ ದ್ವಿತೀಯ ಧರ್ಮಾಧ್ಯಕ್ಷರಾಗಿ ಅಧಿಕಾರವನ್ನು ವಹಿಸಿಕೊಂಡು ಚೆನ್ನಾಗಿ ಮುನ್ನಡೆಸುತ್ತಿರುವ ಪರಮ ಪೂಜ್ಯ 𝐁𝐫 𝐋𝐢𝐳 ಇಂದು ಇಲ್ಲಿಗೆ ಆಗಮಿಸಿ ನಮ್ಮೊಂದಿಗೆ ಆಶೀರ್ವಚನವನ್ನು ನೀಡಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಪ್ರೀತಿಪೂರ್ವಕ ಧನ್ಯವಾದಗಳು.
ಇಂದು ಈ ಸಮಾರಂಭಕ್ಕೆ ಬಂದು ಬೈಬಲ್ ಸ್ಟಡಿಯಲ್ಲಿ ವಿಜೇತರಿಗೆ ಬಹುಮಾನವನ್ನ ನೀಡಿ ಆಶೀರ್ವದಿಸಿದವರು ಪರಮ ಪೂಜ್ಯ ಜೇಕಬ್ ಮಾರ್ ಇಲಿಯಾಸ್ ಬಿಷಪ್ ರವರು. ಅವರಿಗೂ ಕೂಡ ಹೃದಯಾಂತರಾಳದ ಧನ್ಯವಾದಗಳು. ಅದೇ ರೀತಿ ಇಂದು ಇಂದಿಗೂ ನುಡಿದಂತೆ ನಡೆವ ತಾಲೂಕಿನ ಸರ್ವರ ಕಣ್ಮಣಿಯಾಗಿದ್ದು ನಮ್ಮ ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಪ್ರಥಮ ಧರ್ಮಾಧ್ಯಕ್ಷರು ಹಾಗೂ ತಮ್ಮ 25 ಸಂವತ್ಸರಗಳನ್ನು ಕ್ರಿಯಾತ್ಮಕವಾಗಿ ಮುನ್ನಡೆಸಿದ ಹಾಗೂ ಸದಾ ಹಸನ್ಮುಖರಾಗಿ ನಮ್ಮೆಲ್ಲರ ಮಾರ್ಗದರ್ಶಿಗಳು ಆದ ಪರಮ ಪೂಜ್ಯ ಲಾರೆನ್ಸ್ ಮುಕ್ಕುಳಿ ಇವರಿಗೆ ಇಲ್ಲಿ ನೆರೆದಿರುವ ಸರ್ವರ ಪರವಾಗಿ ಪ್ರೀತಿಯ ನುಡಿನಮನಗಳು ಮತ್ತು ಧನ್ಯವಾದಗಳು. ಹಾಗೆಯೇ ಪರಮ ಪೂಜ್ಯ ಪೀಟರ್ ಮಚಾದೋ ಕರ್ನಾಟಕ ಬಿಷಪ್ಸ್ ಕೌನ್ಸಿಲ್ ಹಾಗೂ ಕರ್ನಾಟಕ ಯುನೈಟೆಡ್ ಫೋರಂ ಅಧ್ಯಕ್ಷರು ಆದ ಪರಮ ಪೂಜ್ಯರು ಇಂದು ನಮ್ಮ ರಜತ ಮಹೋತ್ಸವದ ಸಂಭ್ರಮದ ಕುರಿತು ಮಾತನಾಡಿ ಆಶೀರ್ವಚನವನ್ನ ನೀಡಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಅಭಿನಂದನೆಗಳು ಮತ್ತು ಧನ್ಯವಾದಗಳು. ಪ್ರಸ್ತುತ ನಮ್ಮ ಸರ್ಕಾರದ ಇಂಧನ ಸಚಿವರಾಗಿ ಕನ್ನಡಿಗರ ಮನೆ ಮಾತಾಗಿರುವಂತಹ ಕೆ.ಜೆ. ಜಾರ್ಜ್ ಅವರು ಇಂದು ತಮ್ಮ ಅಮೂಲ್ಯ ಸಮಯವನ್ನ ನಮಗಾಗಿ ಮೀಸಲಿರಿಸಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಮತ್ತೊಮ್ಮೆ ಧನ್ಯವಾದಗಳು. ಇಂದು ಶ್ರೀ ಪ್ರತಾಪ್ ಸಿಂಹ ನಾಯಕ್ ವಿಧಾನ ಪರಿಷತ್ ಸದಸ್ಯರು ಬೆಳ್ತಂಗಡಿ ಇವರು ನಮ್ಮೊಂದಿಗಿದ್ರು. ಅವರಿಗೂ ಕೂಡ ಹೃದಯಾಂತರಾಳದ ಧನ್ಯವಾದಗಳು. ಹಾಗೆಯೇ ಬೆಳ್ತಂಗಡಿ ಕ್ಷೇತ್ರದಿಂದ 2ನೇ ಬಾರಿ ಆಯ್ಕೆಗೊಂಡು ಯುವ ನೇತಾರ ನಮ್ಮ ಬೆಳ್ತಂಗಡಿ ಕ್ಷೇತ್ರದ ಬಗ್ಗೆ ದೂರದೃಷ್ಟಿಯನ್ನ ಇಟ್ಟುಕೊಂಡು ಜನರ ಸಮಸ್ಯೆಗಳಿಗೆ ಸದಾ ಸ್ಪಂದಿಸುತ್ತಾ ಸದಾ ಹಸನ್ಮುಖಿಯಾಗಿರುವ ನಮ್ಮ ನೆಚ್ಚಿನ ಶಾಸಕರು ಶ್ರೀ ಹರೀಶ್ ಪೂಂಜಾ ಇವರು ಈ ದಿನ ನಮ್ಮಲ್ಲಿ ಬಂದು ಬಹಳ ಸಂತಸದಿಂದ ಮಾತನಾಡಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಮ್ಮೆಲ್ಲ ಸಂಘಟನೆಯ ಪರವಾಗಿ ಮತ್ತು ನಮ್ಮ ಧರ್ಮ ಕೇಂದ್ರದ ಪರವಾಗಿ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳು. ಹಾಗೆಯೇ ಬೆಳ್ಳಿ ಹಬ್ಬದ ವಿಶೇಷ ಸಂಚಿಕೆಯನ್ನ ಬಿಡುಗಡೆ ಮಾಡಿದ ಶ್ರೀ ಗಂಗಾಧರ ಗೌಡ ಮಾಜಿ ಮಂತ್ರಿಗಳು ಬೆಳ್ತಂಗಡಿ ಇವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳು. ಅದೇ ರೀತಿ ನಮ್ಮ ನೆಚ್ಚಿನ ಬೆಳ್ತಂಗಡಿ ಕ್ಷೇತ್ರದ ಮಾಜಿ ಶಾಸಕರು, ಬಡವರ ಬಂಧು, ನೇರ ನುಡಿಗಳನ್ನು ಆಡುವವರು, 5 ಬಾರಿ ಶಾಸಕರಾಗಿ ಬೆಳ್ತಂಗಡಿ ಕ್ಷೇತ್ರದಲ್ಲಿ ಆಯ್ಕೆಗೊಂಡವರು ಮತ್ತು ಇಂದು ಅನಾರೋಗ್ಯದ ನಿಮಿತ್ತ ಬರ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದೇ ಇದ್ದಂತಹ ಶ್ರೀಯುತ ವಸಂತ ಬಂಗೇರ್ ಇವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದಗಳು. ಹಾಗೆಯೇ ರಮನಾಥ ರೈಗಳು, ಶ್ರೀ ಐವಾನ್ ಡಿಸೋಜರ್ ಅವರು ಹಾಗೂ ಶ್ರೀ ಜೆ.ಆರ್. ಲೋಬೋ ಕ್ರೈಸಿಸ್ ಅಭಿವೃದ್ಧಿ ಸಮಿತಿ ಇವರು ಕೂಡ ನಿಮ್ಮೊಂದಿಗಿದ್ದು ತಮ್ಮ ಅಮೂಲ್ಯ ಸಮಯವನ್ನ ಮೀಸಲಿರಿಸಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದಗಳು. ಅದೇ ರೀತಿ ಶ್ರೀ ಮಂಜುನಾಥ ಭಂಡಾರಿ ವಿಧಾನ ಪರಿಷತ್ ಸದಸ್ಯರು, ಶ್ರೀ ವಿನಯ್ ಕುಮಾರ್ ಸೊರಕೆ, ಶ್ರೀ ಗೋಪಾಲ್ ಪೂಜಾರಿ ಮಾಜಿ ವಿಧಾನಸಭಾ ಸದಸ್ಯರು ಬೈಂದೂರು ಇವರೆಲ್ಲರೂ ಕೂಡ ತಮ್ಮ ಉಪಸ್ಥಿತಿಯನ್ನ ನಮ್ಮೊಂದಿಗೆ ಇರಿಸಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದಗಳು. ಹಾಗೆ ಇಂದು ವೇದಿಕೆಯ ಮುಂಭಾಗದಲ್ಲಿ ಆಸೀನರಾಗಿದ್ದಂತಹ ನಮ್ಮ ಎಲ್ಲ ಪರಮ ಪೂಜ್ಯ ಆರ್ಚ್ ಬಿಷಪ್ರಿಗೂ ಮತ್ತು ಬಿಷಪ್ಸ್ ಎಲ್ಲರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದಗಳು. ಹಾಗೆಯೇ ವಿಶೇಷ ಆಹ್ವಾನಿತರ ಪರಿಗಣನೆಯಲ್ಲಿದ್ದಂತಹ ಎಲ್ಲ ವಿಐಪಿಗಳಿಗೂ ಕೂಡ ನಮ್ಮ ಧರ್ಮ ಕೇಂದ್ರದ ಪರವಾಗಿ ಮತ್ತು ನಮ್ಮೆಲ್ಲ ಸಂಘಟನೆಗಳ ಪರವಾಗಿ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳು. ಇಂದಿನ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿರುವ ಹಲವಾರು ಗಣ್ಯಾತಿ ಗಣ್ಯರು, ವಿಶೇಷ ಆಹ್ವಾನಿತರು, ಸರ್ಕಾರಿ ಮತ್ತು ಸರ್ಕಾರೇತರ ಎಲ್ಲ ಅಧಿಕಾರಿ ವರ್ಗದವರು, ಆರಕ್ಷಕ ಠಾಣೆ ಸಿಬ್ಬಂದಿಯವರು, ಸಂಚಾರಿ ಆರಕ್ಷಕ ಠಾಣೆ ಸಿಬ್ಬಂದಿಯವರು, ವಿವಿಧ ಸಂಘಟನೆಗಳ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳು, ಸರ್ವ ಸದಸ್ಯರು, ಮಾಧ್ಯಮ ಮಿತ್ರರು, ಪತ್ರಿಕಾ ಮಾಧ್ಯಮದವರು, ಮಾಜಿ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಸದಸ್ಯರು, ಸ್ಥಳೀಯ ಸಂಸ್ಥೆಗಳ ಚುನಾಯಿತ ಪ್ರತಿನಿಧಿಗಳು, ಮಹಾ ದಾನಿಗಳು ಇವರೆಲ್ಲರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳು. ಅದೇ ರೀತಿ
ಲೋಕಾಯುಕ್ತ SP ಶ್ರೀಯುತ ಸೈಮನ್ ಅವರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳು. ಹಾಗೆ KSMCA ಅಧ್ಯಕ್ಷರಾದಂತಹ ಶ್ರೀ ಬೆಟ್ಟಿ ನೆಡುನಿಲಂ ಇವರಿಗೂ, ಶ್ರೀ ಸೇವಿಯರ್ ಪಾಲೇಲಿ AICU ಅಧ್ಯಕ್ಷರು ಕರ್ನಾಟಕ ಇವರಿಗೂ, ವಂದನೀಯ ಫಾದರ್ ಲಾರೆನ್ಸ್ ಪೂನೋಲಿ ಇವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದಗಳು. ಮತ್ತು ಇವತ್ತು ಸ್ವಾಗತ ಭಾಷಣವನ್ನು ಗೈದಂತಹ ವಂದನೀಯ ಜೋಸ್ ವಲಯಪರಂಬಿಲ್ ಇವರಿಗೂ ಕೂಡ ಧನ್ಯವಾದಗಳು. ಮತ್ತು ವಂದನೀಯ ಸಿಸ್ಟರ್ ಡೈಸಿ FCC ಮತ್ತು ಎಲ್ಲ ಗಣ್ಯರಿಗೂ ಇಂದು ಬಂದು ಶುಭ ಸಂದೇಶವನ್ನು ನೀಡಿದಂತಹ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಕೂಡ ಧನ್ಯವಾದಗಳು. ಹಾಗೆ ಇವತ್ತು ಪ್ರಾರ್ಥನೆಯ ಮೂಲಕ ಇವತ್ತಿನ ನಮ್ಮ ಕಾರ್ಯಕ್ರಮವನ್ನು ಪ್ರಾರಂಭಿಸಿದಂತಹ ಪ್ರಾರ್ಥನಾ ಟೀಮ್ನವರಿಗೂ ಕೂಡ ಧನ್ಯವಾದಗಳು. ಹಾಗೆಯೇ ಇಂದು ಜೂಬಿಲಿ ಆಂಥಮ್ ಡ್ಯಾನ್ಸನ್ನು ಬಹಳ ಸುಂದರವಾಗಿ ಮೂಡಿಸಿ ಬಂದಂತಹ ನಮ್ಮ ಮೆಡೋನಾ ಮತ್ತು ಟೀಮ್ ಇವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದಗಳು. ಹಾಗೆಯೇ ಇನ್ನು ಬಹಳಷ್ಟು ಸುಂದರವಾಗಿ ನಿರೂಪಣೆಗೈದಂತಹ ಶ್ರೀ ಥೋಮಸ್ ಸರ್ ಮತ್ತು ಶ್ರೀಮತಿ ಏಂಜಲ್ ಅಸೋಸಿಯೇಟ್ ಪ್ರೊಫೆಸರ್ ಇವರಿಬ್ಬರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದಗಳು. ಹಾಗೆ ಇವತ್ತಿನ ಸುಂದರವಾದಂತಹ ಸ್ವಾದಿಷ್ಟಕರವಾದಂತಹ ಭೋಜನ ಕೂಟಕ್ಕೆ ಭೋಜನವನ್ನು ನೀಡಿದಂತಹ ಶ್ರೀ ಜೋಯ್ ಚುಳಿಕುನ್ನೇಲ್ ಇವರಿಗೂ ಕೂಡ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳು. ಅದೇ ರೀತಿ ಸ್ಟೇಜ್ ಶಾಮಿಯಾನ ಒದಗಿಸಿದಂತಹ ಮಿಸ್ಟರ್ ಜೆರೆಮಿ ಡೇಸಾ ಇವರಿಗೂ ಕೂಡ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಧನ್ಯವಾದಗಳು. ಅದೇ ರೀತಿ ಸೌಂಡ್ ಸಿಸ್ಟಮ್ ಅನ್ನು ಒದಗಿಸಿದಂತಹ ಶ್ರೀ ಅಭಿಲಾಷ್ ಕಾಯರ್ತಡ್ಕ ಇವರಿಗೂ ಕೂಡ ಧನ್ಯವಾದಗಳು. ಹಾಗೆಯೇ ಇಂದಿನ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆರ್ಥಿಕ ಸಹಾಯವನ್ನು ನೀಡಿದ ಮತ್ತು ವಿಶೇಷ ಸಂಚಿಕೆಗೆ ಬಿಡುಗಡೆ ಮಾಡಲು ಆರ್ಥಿಕ ಸಹಾಯವನ್ನು ನೀಡಿದ ಎಲ್ಲ ಮಹಾದಾನಿಗಳು, ಇಂದಿನ ಈ ಕಾರ್ಯಕ್ರಮದ ವಿಜಯಕ್ಕೆ ಇಲ್ಲಿಗೆ ಆಗಮಿಸಿ ಪ್ರತ್ಯಕ್ಷವಾಗಿ ಮತ್ತು ಪರೋಕ್ಷವಾಗಿ ಬೆಂಬಲ ನೀಡಿದಂತಹ ಎಲ್ಲ ವ್ಯಕ್ತಿಗಳು, ಯಾರ್ದಾದ್ರೂ ಹೆಸರು ಬಿಟ್ಟೋಗಿದ್ರೆ ಅವರನ್ನು ಕೂಡ ನೆನಪಿಸಿಕೊಳ್ಳುತ್ತಾ ಮತ್ತೊಮ್ಮೆ ಮಗದೊಮ್ಮೆ ಸ್ಮರಿಸಿಕೊಳ್ಳುತ್ತಾ ಪ್ರಭು ಕ್ರಿಸ್ತರ ಅನುಗ್ರಹವು ನಮ್ಮೆಲ್ಲರ ಮೇಲಿರಲಿ ಎಂದು ಹೇಳುತ್ತಾ ಈ ನನ್ನ ಧನ್ಯವಾದ ಸಮರ್ಪಣೆಗೆ ಪೂರ್ಣ ವಿರಾಮವನ್ನು ನೀಡುತ್ತಿದ್ದೇನೆ. ಜೈ ಕ್ರಿಸ್ತ. ಧನ್ಯವಾದಗಳು. ಕಾರ್ಯಕ್ರಮದ ಕೊನೆಯ ಅಂಗ ಇದೀಗ ರಾಷ್ಟ್ರಗೀತೆ. ಎಲ್ಲರೂ ಎದ್ದು ನಿಂತು ರಾಷ್ಟ್ರಕ್ಕೆ ಗೌರವವನ್ನು ಸಲ್ಲಿಸೋಣ. ರಾಷ್ಟ್ರಗೀತೆಯ ಬಳಿಕ ಮಕ್ಕಳಿಂದ ವಿವಿಧ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಗಳು ನಡೆಯಲಿದೆ. ಎಲ್ಲರೂ ಕೂತು ಅದನ್ನು ಆಸ್ವಾದಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ. ಸಾವಧಾನ್. ಇದೀಗ ರಾಷ್ಟ್ರಗೀತೆ. ധന്യവാദങ്ങളും. ഭക്ഷണ സമയമാണ്. അതേ സമയത്ത് നമ്മുടെ രൂപതയുടെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും കലാവിരുന്ന് നടക്കാൻ പോകുകയാണ്.
ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഈ കലാവേദി കാണുകയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇതേ സമയത്ത് പിതാവിനെ ആദരിക്കുവാൻ അവസരമുണ്ട്. പിതാവിനെ ആദരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയത്ത് പിതാവിനെ ആദരിക്കുക. വളരെ പ്രത്യേകിച്ച് CBCI കാരിത്താസ് ഇന്ത്യ ടീമാങ്ങൾ പിതാവിനെ ആദരിച്ചു. മാഡമിന്റെ അഡ്രസ്സും നമ്പറും വേണം. അല്ലല്ല, ഞാൻ നമ്പർ കൊടുത്തോട്ടെ.
അവിടുത്തെ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപമകളിലൂടെ സംസാരിച്ചു. പഠിപ്പിക്കാൻ മലമുകളും കടൽ തീരവും സിനഗോഗുകളും തെരഞ്ഞെടുത്തു. തന്റെ യാത്രകളിൽ കണ്ടുമുട്ടിയ രോഗികളോടും അവശത അനുഭവിക്കുന്നവരോടും കാരുണ്യപൂർവ്വം വർത്തിച്ചു. രോഗികൾക്ക് സൗഖ്യദായകനായി, അശരണർക്ക് ആശ്വാസമായി, പാപികൾക്ക് പാപമോചകനായി അവൻ നിലകൊണ്ടു. നമുക്കെല്ലാവർക്കും വേണ്ടി മരക്കുരിശിൽ ജീവത്യാഗം ചെയ്തു. അവന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടവരാകാൻ പരിശ്രമിക്കുന്നവരായ നാം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനമായ സ്വർഗരാജ്യം നേടിയെടുക്കുന്നതിനായി ജീവിതയാത്ര തുടരുമ്പോൾ പൊന്നു തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു, സദാ ജാഗരൂകരായിരിക്കുവിൻ. എണ്ണവറ്റാത്ത വിളക്കുകളുമായി മണവാളനെ കാത്തിരിക്കുന്ന വിവേകത്തെ പോലെ അവന്റെ വരവിനായി നമുക്കും കാത്തിരിക്കാം. സ്വർഗരാജ്യം എന്ന മറയുടെ വാതിൽ ഇതാ ഇവിടെ തുറക്കുന്നു. ഹൃദയവിളക്കുകൾ തെളിയട്ടെ. നാഥന്റെ കാലച്ചുകൾ കേൾക്കുന്നതിനായി നമുക്ക് ശ്രദ്ധാപൂർവം കാത്തിരിക്കാം. എന്റെ സ്നേഹവും കരുതലും അവന് നൽകാൻ എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. ഞാൻ ഒരുക്കിയ ഈ സുഗന്ധക്കൂട്ടുകളാൽ എന്റെ നാഥനെ സുഗന്ധപൂരിതമാക്കും. കർത്താവ് കാരുണ്യവാനും ദയാലുവുമാണ്. അവന്റെ വരവിനായി കാത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ കണ്ണുകൾ നിദ്രയിൽ ആണ്ടുപോകാതിരിക്കാൻ പരിശ്രമിക്കാം. അതിനായി നമുക്ക് ഉണർന്നിരുന്നു പ്രാർത്ഥിക്കാം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയും. തണലിൽ കഴിയും കർത്താവി. എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും
ಹಲೋ. ജോബി അച്ഛൻ മൈക്ക് പോയിന്റ് എടുത്തിട്ടാണ്. എവിടുന്ന് വന്ന സാറാമ്മയാ? ഞങ്ങൾ സുള്ളിയാ. സാറാമ്മ സുള്ളിയെന്ന് തന്നെയാണോ? സാറാമ്മ, ഭാര്യ സാറാമ്മ, ഭർത്താവ് എബ്രഹാം. സുള്ളിയിൽ നിന്ന് വന്ന സാറാമ്മയുടെ ഭർത്താവ് ഏബ്രഹാം ഇവിടെ എവിടെയെങ്കിലും പരിസരത്തുണ്ടെങ്കിൽ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വരണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. സുള്ളിയിൽ നിന്ന് വന്ന സാറാമ്മയുടെ ഭർത്താവ് ഏബ്രഹാം, സാറാമ്മ ഏബ്രഹാമിനെ കാത്ത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് ചേട്ടൻ ഇവിടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഏബ്രഹാം ചേട്ടാ, സാറാമ്മ ചേച്ചി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്നു പറയും. മണവാളൻ വരുമ്പോ വരട്ടെ. നേരം എത്രയും മനുഷ്യൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിലും ഈ മണവാളന്മാർക്കൊന്നും ഇപ്പോൾ ഒരു കൃത്യതയുമില്ല. എപ്പം വേണമെങ്കിലും വരട്ടെ. കാത്തിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ? കാത്തിരിക്കുന്നതിനൊരു പരിധിയില്ലേ? എന്റെ മേക്കപ്പ് എല്ലാം പോയി. എടി, എനിക്ക് ആ കുറച്ച് ലിപ്സ്റ്റിക് ഒന്ന് തരുമോ? കാത്തിരുന്ന് ബോറടിക്കാൻ തുടങ്ങി. ഇത് ഞാൻ ഇനി എപ്പോഴാണാവോ എഴുന്നള്ളുന്നത്? പാതിരാക്കോഴി കൂവാൻ നേരമായി. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ കുറച്ച് മയങ്ങാൻ പോകുക. എടി ഇവളെ, നമുക്ക് ബോറടി മാറ്റാൻ ഒരു പാട്ട് പാടിയാലോ?
വരാൻ സമയമെടുക്കുന്നു. വേഗം ഞങ്ങളോടൊപ്പം നാഥന്റെ വരവിനായി പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. അതിന് നിങ്ങൾ വേറെ ആളെ നോക്ക്. ഞങ്ങൾ എന്തായാലും ഒന്ന് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. കുറെ നാളായില്ലേ ഒന്നിച്ചു കൂടിയിട്ട്. അതെ അതെ, വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരമായത്. മണവാളം വരുമ്പോൾ നിങ്ങളൊന്ന് നീട്ടി കൂവിയാൽ മതി. അപ്പോ മണവാളം വരുമ്പോ കാണാം. ഓക്കെ. ഇവറ്റകളുടെ ഒരു പ്രാർത്ഥന നമ്മെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. അല്ല, നീ വിളക്കിലൊഴിക്കാൻ എണ്ണ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ വിചാരിച്ചു നീ എടുക്കുമെന്ന്. നീ എന്തിനാ വിഷമിക്കുന്നേ? നമുക്ക് നെക്സ്റ്റ് ഓയിൽ പോയി വാങ്ങാന്നേ. അത് നല്ല ഐഡിയ. അവിടെ നല്ല ഫുഡിന് ഓഫർ ഉണ്ടാവും. എന്നാ പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ. മണവാളം വരുമ്പോ ഇവളുമാര് സിഗ്നൽ തരുവോ ആവോ? എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിമാരെ, നിങ്ങൾ എനിക്കായി ഏറെ നേരം നിദ്ര വെടിഞ്ഞ് കാത്തിരുന്നവരാണെന്നറിയാം. അതിനാൽ നിങ്ങളുടെ പ്രകാശപൂരിതമായ വിളക്കുകളുമെടുത്ത് എന്നെ അനുഗമിക്കുവിൻ. ഇതാ, ഞാൻ സ്വർഗകവാടങ്ങൾ നിങ്ങൾക്കായി തുറന്നിടുന്നു. സ്വർഗീയ സന്തോഷത്തിലേക്ക് നിങ്ങൾ എന്നോടൊപ്പം കടന്നു വരുവിൻ. അവളുമാര് നമ്മളെ പറ്റിച്ചു. നമ്മൾ വിളക്കിൽ എണ്ണ വാങ്ങാൻ പോയ സമയം നോക്കി മണവാളൻ വന്നു. അവർ നമുക്ക് സിഗ്നൽ ഒന്നും തന്നില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ കുറച്ച് എണ്ണ കൂടി കരുതാമെന്ന്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇത് മതിയാകും മതിയാകുമെന്ന്. നമ്മുടെ മുഴുവൻ പ്രതീക്ഷകളും തെറ്റി. എല്ലാവരും ഒന്നിച്ച് എണ്ണ വാങ്ങാൻ പോവേണ്ടിയിരുന്നില്ല. വരൂ, നമുക്കൊന്ന് മണവറ വാതിക്കൽ മുട്ടി നോക്കാം. ഒരുപക്ഷെ അവൻ നമ്മെ അകത്ത് പ്രവേശിപ്പിച്ചാലോ? നാഥ, ഞങ്ങൾക്കും തുറന്നു തരണേ. ഞങ്ങളും അങ്ങയുടെ മണവാട്ടിമാരാണ്. ഇല്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ നിങ്ങളോട് അരുൾ ചെയ്തിരുന്നില്ലേ, ജാഗരൂകരായിരിക്കുവിനെന്ന്? ഞാൻ കടന്നു വരുന്ന ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയില്ലെന്ന്. ദയാപൂർവം ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഇല്ല, നിങ്ങൾക്ക് അനുവദിച്ച സമയം ഇതാ കടന്നുപോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ കടന്നുവരവ് തികച്ചും അപ്രതീക്ഷിതമാണ്. പ്രകാശപൂരിതമായ ഒരു ജീവിതം ഈശോ നമ്മിൽ ഏവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. പ്രഭ കെടാതെ, എണ്ണമറ്റാതെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ നമുക്കും സദാ ജാഗരൂകരാകാം. ഈ ലോകത്തിൽ പ്രകാശിക്കാൻ, അന്ധകാരത്തെ തോൽപ്പിക്കാൻ ഏവർക്കും കഴിയട്ടെ. എന്റെ
ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. എന്നും ദീപമായി കൂടെയുണ്ടേ ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ താൻ. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ താൻ. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ഗണ്ഡിബാഗിൽ നിന്നുള്ള 4 കുഞ്ഞുങ്ങൾ മിസ്സിംഗ് ആണ്. ഗണ്ഡിബാഗിൽ നിന്നുള്ള 4 കുഞ്ഞുങ്ങൾ മിസ്സിംഗ് ആണ്. ഈ കുട്ടികൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ എത്തണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പേര് സഞ്ജന തൊണ്ടിയിൽ, ഏഞ്ചൽ തൊണ്ടിയിൽ, ഗ്രേസ് മരിയ പല്ലാട്ട്. ഈ കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ